പ്രൈസ് ദ ലോർഡ്. അരോമ ടി വിയുടെ മാന്യ പ്രേക്ഷകർക്ക് വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതമായ നല്ല നിമിഷങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരുമിച്ച് ഒരു പ്രാവശ്യം കൂടി പ്രേക്ഷകരോടൊപ്പം ആയിരിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് പ്രേക്ഷകരോടൊപ്പം ജീവിതത്തിലെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് നമ്മോടൊപ്പം പങ്കുവെക്കുന്നതിന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ സൂസൻ ബിജോയിയാണ്. തൻ്റെ ജീവിതാനുഭവങ്ങൾ സാക്ഷ്യം ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ നമുക്ക് കാണുകയും കേൾക്കുകയും ചെയ്യാം. നമ്മളൊരു പ്രാർത്ഥനയുടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ സൂസൻ ബിജോയിയെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചിലവഴിക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തോളൂ. പ്രൈസ് ലോർഡ് സിസ്റ്ററെ. കർത്താവിൻ്റെ ദാസി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? വീട്ടിലാരൊക്കെയുണ്ട്? പ്രൈസ് ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇങ്ങനെ ഒരു അവസരം എൻ്റെ ജീവിതത്തിൽ കിട്ടിയതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അരോമ ടി വി ഇത് ലീഡ് ചെയ്യുന്ന ദൈവദാസനായി സ്തോത്രം. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. അനേകർക്ക് ഈ ചാനൽ അനുഗ്രഹപ്രദമായി തീരുവാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇതിന്റെ മീഡിയേറ്ററായിട്ട് നിന്ന എന്നെ പരിചയപ്പെടുത്തിയ ആൻസി ഷിബു ദുബൈയിൽ നിന്നാണ്. അവിടെ മോർത്തിയൻ ദൈവത്തെ സ്തുതിക്കുന്ന ഞങ്ങൾ ഒരുമിച്ച് നേഴ്സിംഗ് സ്കൂളിൽ പഠിച്ചതാണ്. എന്നെ തന്നെ ഞാൻ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പേര് സൂസൻ ബിജോയി. ഞാൻ സൗദിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. ഹസ്ബൻഡ് ഇവിടെ ആയിരിക്കുന്നു. കുടുംബമായി ഞങ്ങൾ ഈ ദേശത്ത് പാർത്ത് ഞങ്ങൾ ജോലിയോടനുബന്ധിച്ച് കിട്ടുന്ന സമയങ്ങളൊക്കെ സുവിശേഷ വേലയിൽ ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസിച്ചോട് നിൽക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നു. സുസനെ പരിചയപ്പെടുത്തിയത് വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതത്തിലെ നല്ല അനുഭവങ്ങളും ഓർമ്മക്കുറിപ്പുകളും കർത്താവിനെ അറിയാനിടയായി തീർന്ന ആ സാഹചര്യങ്ങളും തുടർന്ന് അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നുള്ള സമയമാണ്. തുടർന്ന് സുസന സംസാരിക്കും. ആമേൻ. സ്തോത്രം. ഞാൻ ഓൾറെഡി എന്നെ തന്നെ പരിചയപ്പെടുത്തിയല്ലോ. എൻ്റെ സാക്ഷ്യത്തിലേക്ക് ഞാൻ കിടക്കുകയാണ്. സ്തോത്രം. എൻ്റെ ഭവനത്തില് എൻ്റെ പപ്പായും മമ്മിയും എനിക്ക് 2 സഹോദരങ്ങൾ, ഞങ്ങൾ അങ്ങനെ 3 പേരാണ്. എൻ്റെ മൂത്ത സഹോദരന് സുവിശേഷ വേലയിലാണ്. മഹാരാഷ്ട്രയിലെ നവാപൂരിൽ നിന്നും ഉള്ളിലേക്ക് ഒരു ഗ്രാമത്തില് സുവിശേഷ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ പ്രാവശ്യം ഞങ്ങൾ വെക്കേഷൻ കടന്നു പോയപ്പോൾ അവിടെ പോകാനും ഗ്രാമത്തിലുള്ള സുവിശേഷ വേലയൊക്കെ കാണുവാനും അത് അനുഭവിപ്പാനും കർത്താവ് ഞങ്ങൾക്ക് കൃപ തന്നത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് വളരെ ഒരു അനുഗ്രഹമായിരുന്നു. അവർ കുടുംബമായിട്ട് അവിടെ ആയിരിക്കുന്നു. എൻ്റെ 2ാമത്തെ സഹോദരൻ സൗദിയിൽ തന്നെ ഞങ്ങളോടൊപ്പം തൊട്ടടുത്ത് തന്നെ താമസിച്ച് അവിടെ ഒരു സഭാ ശുശ്രൂഷകനും കൂടാണ്. ജോലിയോടൊപ്പം തന്നെ ദൈവനാമത്തിനു വേണ്ടി കുടുംബമായി അവർ നിലനിൽക്കുന്നു. ഞങ്ങള് എൻ്റെ ഹസ്ബൻഡിന്റെ സ്ഥലം ഓതറ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടുന്നാണ് എന്നെ വിവാഹം ചെയ്തിരുന്നത്. എൻ്റെ സ്ഥലം റാന്നി പെരുന്നാടാണ്. എനിക്ക് 2 കുഞ്ഞുങ്ങളെ കർത്താവ് ദാനമായി നൽകി തന്നു. മൂത്ത മോൻ ക്രിസ്റ്റോ, 2ാമത്തെ മോൻ ആമോസ്. അവർ 2 പേരും ഇവിടെ പഠിക്കുന്നു. എൻ്റെ ചെറുപ്പകാലം ഞാൻ പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ ഒത്തിരിയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നടത്തിയ വഴികളെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ പപ്പയുടെ വീട് കട്ടപ്പന വലിയ തോവാള എന്ന് പറയുന്ന സ്ഥലത്താണ് ആയിരുന്നു. അവിടുത്തെ കാര്യങ്ങൾ നമ്മൾ ആ ദേശം കേൾക്കുമ്പോൾ തന്നെ ഏകദേശം നമ്മൾ അവിടുത്തെ കൾച്ചർ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ അന്നത്തെ സമയത്ത്. എൻ്റെ അമ്മയുടെ വീട് എരുമേലി കനകപ്പലം എന്ന് പറയുന്ന സ്ഥലത്താണ്. നല്ലൊരു ഫാമിലിയിൽ ജനിച്ച് വളർത്തപ്പെട്ടു. മൂത്ത മകളായിട്ട് എൻ്റെ അമ്മ വളർത്തപ്പെട്ടു. അവര് മർത്തോമ ബാക്ക്ഗ്രൗണ്ടാണ്. പപ്പ ഓർത്തഡോക്സും. അങ്ങനെ ഇവരുടെ വിവാഹ ജീവിതം കഴിഞ്ഞ് അമ്മയെ കട്ടപ്പനയിലേക്ക് വലിയ തോളയിലേക്ക് കൊണ്ടുപോയി. അവിടെ നല്ല തണുപ്പുള്ള സ്ഥലവും ആയതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് കുളിക്കുകയൊക്കെ ചെയ്ത് അടുക്കളയിൽ കയറാൻ പറ്റത്തുള്ളായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ എൻ്റെ അമ്മയ്ക്ക് ആസ്മ എന്ന രോഗം പിടിപെട്ടു. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ 4.5 വർഷം എൻ്റെ അമ്മയ്ക്ക് കുഞ്ഞുങ്ങളില്ലാതെ അമ്മ ഭാരപ്പെട്ടു. അമ്മ മർത്തോമ ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് അപ്പച്ചൻ സ്ട്രിക്റ്റ് ആയിരുന്നു. നല്ലൊരു ഭക്തിയുള്ള ദൈവഭക്തിയുള്ള ഒരു കുടുംബത്തിലാണ് എൻ്റെ അമ്മ ജനിച്ചു വളർത്തപ്പെട്ടത്. രാവിലെ 5 മണിയാകുമ്പം എഴുന്നേറ്റ് പ്രാർത്ഥിക്കണമായിരുന്നു. വൈകിട്ട് നമ്മൾ പറയുന്നതിനോട്ട് സന്ധ്യാസമയത്ത് വിളക്ക് കത്തിക്കുമ്പോൾ തന്നെ പ്രാർത്ഥന ഉണ്ടായിരുന്നു, കുടുംബ പ്രാർത്ഥന ഉണ്ടായിരുന്നു. ഇന്നുള്ള കാലങ്ങളിൽ കുടുംബ പ്രാർത്ഥന ഇല്ലാതിരിക്കുമ്പോൾ അന്ന് ചെറുപ്പത്തിൽ എൻ്റെ മാതാവിനെ എൻ്റെ അപ്പച്ചൻ പരിശീലിപ്പിച്ചത്, അങ്ങനെ ട്രെയിൻ ചെയ്തത് കാരണത്താൽ പ്രാർത്ഥന കണ്ടിന്യൂ ആയിട്ട് കൊണ്ടുപോകാൻ ദൈവം സഹായിച്ചു. അമ്മയ്ക്കൊരു ദൈവഭയം ഉണ്ടായിരുന്നു. പ്രാർത്ഥിക്കാതെ ഒരിക്കലും ആഹാരം കഴിക്കുവോ അങ്ങനെ ചെയ്യുന്ന ഒരു സ്വഭാവം ഇല്ലായിരുന്നു. അങ്ങനെ അമ്മ ആ ഭവനത്തിൽ ചെന്ന് ഓരോ കാര്യങ്ങളിൽ ഓരോ പ്രതികൂല അവസ്ഥകളിൽ കൂടി അമ്മ കടന്നു പോയപ്പോഴൊക്കെ അമ്മ പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായി തീർന്നു. മൂത്ത മകനായിരുന്നു പപ്പയുടെ വീട്ടിലെ പപ്പ.
പപ്പായുടെ അപ്പച്ചൻ ബിസിനസ്സായിരുന്നു. ആ പപ്പായുടെ അപ്പച്ചൻ പെട്ടെന്ന് മരിപ്പാനായിട്ട് ഇടയായി തീർന്നു, അറ്റാക്കായിട്ട്. അതിനുശേഷം പപ്പയാണ് കാര്യങ്ങൾ വീട്ടിൽ നോക്കിയെടുത്ത് ചെയ്യാനിടയായിട്ട് ഇടയായി തീർന്നത്. അങ്ങനെ ആ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നപ്പോൾ പപ്പയുടെ ജീവിതത്തിൽ ഭയങ്കര കുടിയനായിരുന്നു. പപ്പ ഭയങ്കരമായിട്ട് മദ്യപിക്കുമായിരുന്നു. മദ്യപിച്ച് വീട്ടിൽ ഒരു സമാധാനം, എൻ്റെ അമ്മയ്ക്ക് ഒരു സമാധാനം ഇല്ലായിരുന്നു. പക്ഷേങ്കിൽ അമ്മ കൂടുതലായി പ്രാർത്ഥിക്കുവാനായിട്ട് ആ സമയം തുടങ്ങി. ദൈവത്തോട് കൂടുതലായിട്ട് അടുക്കുവാനായിട്ട് തുടങ്ങി. കാരണം ആശ്രയം ആരും ഇല്ലായിരുന്നു ആ സമയത്ത്. ഒരു കുഞ്ഞ് ഇല്ല, മറ്റാരും അയലോക്കത്ത് എന്ന് പറഞ്ഞാൽ ആരുമില്ല, ഒരു കൂട്ടില്ല. അങ്ങനെ കർത്താവുമായിട്ട് ഉള്ള ബന്ധം അമ്മ മുന്നോട്ട് പുലർത്തുവാനായിട്ട് ഇടയായി തീർന്നു, പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. പപ്പ സാധനം എടുക്കാനൊക്കെ ദൂര സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞതിന് ശേഷം പപ്പ 1 മാസമൊക്കെ കഴിഞ്ഞേ തിരിച്ചു വരത്തുള്ളൂ. ഭയങ്കര രീതിയിൽ അമ്മ ബുദ്ധിമുട്ടി. എന്നാൽ അവിടുന്ന് എല്ലാം ദൈവത്തിന്റെ ഉദ്ദേശം, ദൈവത്തിന്റെ പദ്ധതി നമ്മുടെ മേലുള്ളത് കാരണത്താൽ കർത്താവ് നേരത്തെ ഞങ്ങളെ കണ്ടു. അങ്ങനെ അമ്മ ഇങ്ങനെ കുഞ്ഞുങ്ങൾ ഉണ്ടാകാതിരുന്നപ്പോൾ അമ്മ അന്നത്തെ വിശ്വാസം അനുസരിച്ച് അമ്മ പറഞ്ഞു, കർത്താവ് ഒരു കുഞ്ഞിനെ തന്ന ഞാൻ അച്ഛനാക്കിയേക്കാമെന്ന് അമ്മ ഇങ്ങനെ പറഞ്ഞു. അത് കുഞ്ഞിനെ തന്ന അങ്ങയുടെ ദൈവ സന്നിധി ഞാൻ തന്നേക്കാമെന്ന് പറഞ്ഞു. ആണെന്നോ പെണ്ണെന്നോ പറഞ്ഞില്ല. പക്ഷേങ്കിൽ ഒരു ആൺ തലമുറ അമ്മയ്ക്ക് കർത്താവ് കൊടുത്തു. അങ്ങനെ അമ്മ രണ്ടാമത്തെ സഹോദരനെ പ്രഗ്നന്റ് ആയിരിക്കുമ്പോഴാണ് എന്തോ മനസ്സിൽ തോന്നി. അന്ന് ആടൊക്കെ ഉണ്ടായിരുന്നു വീട്ടില്. അതിനെ ഒന്ന് മഴ പെയ്യുന്ന കണ്ടുകൊണ്ട് ആടിനെ ഒന്ന് അഴിച്ചു കെട്ടാമെന്ന് മനസ്സിൽ തോന്നി. അങ്ങനെ അടുത്ത സ്ഥലത്തേക്ക് പോയി അമ്മ ആടിനെ അഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സൗണ്ട് കേട്ടു. നോക്കുമ്പോൾ ഉരുള് പൊട്ടി ഞങ്ങളുടെ വീട് മൊത്തവും ഹല്ലേലൂയ ആ സമയത്ത് ഒലിച്ചു പോകാനായിട്ട് ഇടയായി തീർന്നു. ഒന്നുമില്ലാതെ ഒരു ബിഗ് സീറോയിൽ കൊണ്ട് നിർത്തി എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്ന് അറിയാൻ വയ്യാത്ത ഒരു അവസ്ഥയിലേക്ക് വന്ന് എത്തിച്ചിടുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പൊ അമ്മയുടെ ആങ്ങള വന്നേച്ച് ഇതൊക്കെ കണ്ടിട്ട് പറഞ്ഞു, നീ കുഞ്ഞുങ്ങളെ അവന്റെ മുമ്പിൽ ഇട്ടിട്ട് നീ ഇറങ്ങിപ്പോരെ, ഇവിടെ ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കേണ്ടെന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ കർത്താവ് എനിക്ക് നൽകി തന്നതാണെന്ന് ഉള്ള മനസ്സിൽ അമ്മയ്ക്ക് ഒരു വിചാരം കൊടുക്കുകയും അമ്മ ഞങ്ങളെ തള്ളിക്കളയാതെ ഞങ്ങളെ കൊണ്ട് കഷ്ടതയും പ്രയാസവും എല്ലാം അനുഭവിച്ച് അമ്മ മുന്നോട്ട് ജീവിപ്പാനായിട്ട് ഇടയായി തീർന്നു. ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ കഷ്ടങ്ങൾ അവന് ഏറ്റവും അടുത്ത് നല്ല തുണയായി അമ്മ ആ സാന്നിധ്യം മനസ്സിലാക്കി ദൈവം കൈവിടത്തില്ല എന്നുള്ളൊരു വിശ്വാസത്തിൽ മുന്നേറുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഞങ്ങളുടെ പപ്പായ്ക്കാണെങ്കിൽ ഭയങ്കര കുറവാണ് ഭാര്യമാരുടെ വീട്ടിൽ പോവുകട്ടെ, എൻ്റെ അമ്മയുടെ വീട്ടിൽ പോകുന്നതൊക്കെ പപ്പായ്ക്ക് ഇഷ്ടമില്ല. പക്ഷേങ്കിൽ ഒരു ദിവസം എങ്ങനോ എൻ്റെ അമ്മയുടെ വീട്ടിൽ എരുമയിൽ എത്തിച്ചേരുവാനും അങ്ങനെ ഞങ്ങളുടെ അമ്മച്ചിയുടെ ഒരു അമ്മാച്ചൻ അവിടെ വരികയും പപ്പ ഇങ്ങനെ അന്ന് എൻ്റെ അമ്മയുടെ വീട്ടിൽ കിണർ പണി തുടങ്ങിയായിരുന്നു. ആ സമയത്ത് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയപ്പോൾ നന്നായിട്ട് കഷ്ടപ്പെടുമായിരുന്നു എൻ്റെ പപ്പ. നല്ല ആരോഗ്യമുള്ള മനുഷ്യനായിരുന്നു. അപ്പം ഈ പണി കണ്ടിട്ട് ഈ അപ്പച്ചൻ പറഞ്ഞു, മോനെ നീ എൻ്റെ കൂടെ കൂടുന്നോ, ഞാൻ നിന്നെ പണി പഠിപ്പിക്കാം എന്ന് പറയാനായിട്ട് തീർന്നു. അപ്പം അപ്പച്ചൻ കോൺട്രാക്ട് വർക്ക് എടുത്ത് ചെയ്യുന്നതായിരുന്നു. പെട്ടെന്ന് പപ്പ അങ്ങനെ ഒരു മനസ്സ് തോന്നി, അത് കർത്താവ് തോന്നിപ്പിച്ചാന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ അപ്പച്ചൻ്റെ കൂടെ പോകാനും പെട്ടെന്ന് മേസ്തിരി പണി പഠിക്കുവാനും ഒക്കെ ഇടയായി തീർന്നു. അങ്ങനെയാണ് ഞങ്ങൾ റാന്നി പെരുന്നാട്ടിലേക്ക് വരുന്നത്. പെരുന്നാട്ടിൽ വന്ന് ഞങ്ങൾ വാടകയ്ക്ക് വീടെടുത്ത് അങ്ങനെ താമസിച്ചു. ആ സമയമായപ്പോഴത്തേക്കിനും ഞാനും ഉണ്ടായി. ഞാൻ മൂന്നാമത്തെയാണ്. എനിക്ക് 1.5 വയസ്സുള്ളപ്പം ആ ദേശം വിട്ടതാണ്. സ്തോത്രം. ദൈവത്തിന്റെ കൃപയാൽ കർത്താവ് ആക്കേണ്ട ഇടങ്ങളിലൊക്കെ കർത്താവ് ഞങ്ങളെ മാറ്റി. അല്ലായിരുന്നെങ്കിൽ ഈ ലോകത്ത് ഞങ്ങൾ ആരും കാണുകയില്ലായിരുന്നു. കാരണം ഞങ്ങളുടെ സ്ഥലത്ത് അമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, കഞ്ചാവ് കൃഷി ഉണ്ടായിരുന്നു. കഞ്ചാവ് കൃഷി അത് എൻ്റെ പപ്പ ഒറിജിനൽ സാധനം വാഴയിലക്കകത്ത് ചുരുട്ടി പപ്പ വലിക്കുന്ന സ്വഭാവമായിരുന്നു. അതുപോലെ തന്നെ വാറ്റി ചാരായം കുടിക്കുകയും ഭയങ്കര, ഞാൻ പറയേണ്ട ആവശ്യമില്ല, അത്രയും പറയുമ്പോൾ തന്നെ മനസ്സിലാവും വീട്ടിലെ സമാധാനക്കേട് അങ്ങനെ ഓരോ നിമിഷവും ആയി തീർന്നു. പക്ഷെങ്കിൽ എൻ്റെ അമ്മയുടെ ഉള്ളിൽ കൊടുത്ത ദൈവിക പ്രകാശം, പ്രാർത്ഥിക്കണം, കർത്താവ് വിടുവിക്കും. അങ്ങനെ ആസ്മ രോഗത്താൽ അമ്മ മൂർച്ഛിക്കുവാനായിട്ട് ഇടയായി തീർന്നു. പെരുന്നാട്ടിൽ ഞങ്ങൾ കടന്നു വന്ന് എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങൾ ഇപ്പോഴും കൂടിക്കൊണ്ടിരിക്കുന്ന റാന്നി പെരുന്നാട് ചർച്ചിലാണ്. ആ ചർച്ചിലുള്ള ദേവദാസന്മാരും ഒക്കെ വീട്ടിൽ കടന്നു വരികയും ഞങ്ങളോട് സുവിശേഷം പറയുകയൊക്കെ ചെയ്തു. ഞങ്ങൾ 3 പേരും കുഞ്ഞുങ്ങളാണ്. പക്ഷേ കുഞ്ഞുങ്ങളാണേലും ഞങ്ങളുടെ ഉള്ളിൽ ഭയങ്കരമായിട്ട് വിശ്വാസം വർദ്ധിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഈ യേശുപ്പറ്റി ഞങ്ങളെ വിടുവിക്കും. പഴയ കാലങ്ങളിലെ അനുഭവ സാക്ഷ്യം കേൾക്കുവാനും ഞാൻ ഈ ചാനലിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു സമയത്ത് ഇപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടവും എനിക്ക് ബലം പകരുന്നത് അനുഭവ സാക്ഷ്യമാണ്. മറ്റുള്ളവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന, ദൈവം ചെയ്ത അത്ഭുതങ്ങളെ കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ
ദൈവത്തെ നമ്മൾ ഉറക്കിയ ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്നുകൂടെ. ഞാൻ സ്ഥിരമായിട്ട് എൻ്റെ ഒരു സമയത്ത് ഞാൻ കേൾക്കുമായിരുന്നു നമ്മുടെ മറിയാമ്മ ആന്റിയുടെ നടത്തുന്ന ചാനല്. ഇപ്പം ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു ആന്റി. ആ സമയം ഞാൻ ഭയങ്കര എനിക്ക് ഉറപ്പായിരുന്നു, ഭയങ്കര എനിക്ക് ആശ്വാസവും ധൈര്യവും. ചില സമയത്ത് പ്രയാസങ്ങളൊക്കെ ആയിരിക്കുമ്പോൾ ഈ അനുഭവ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മളെ ഉറപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരും. ഞാൻ അതുപോലെ ഈ ചാനലുകളെയൊക്കെ ഞാൻ ഓർത്ത് ദൈവനാമത്തിനു വേണ്ടി നിൽക്കുന്ന വിശ്വസ്തയോട് നമ്മൾ നിന്ന ദൈവം നമ്മളെ മാനിപ്പാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. അങ്ങനെ ഞാൻ പറയട്ടെ, ഈ അമ്മയുടെ പ്രാർത്ഥന മുന്നോട്ട് ഇങ്ങനെ വന്നു. ആ ചർച്ചക്കാരൊക്കെ വന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു, സുവിശേഷം പറഞ്ഞു. സുവിശേഷം പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വിശ്വാസം കൂടുവാനായിട്ട്, വർദ്ധിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഇങ്ങനൊരു ദൈവം ജീവിക്കുന്നുണ്ടെന്നും വിശ്വസ്ത നമ്മൾ എങ്ങനെയാണ് ദൈവത്തെ സേവിക്കേണ്ടതെന്നും. ഹല്ലേലൂയ. ഒരു പാരമ്പര്യ ക്രിസ്ത്യാനിയായിട്ട് നമ്മൾ ജീവിച്ചാൽ പോരാ, സത്യം എന്താണെന്ന് അറിയണം. അതിന്റെ ദൈവവചനം എങ്ങനെയാണ് പഠിപ്പിക്കുന്നതെന്ന് അത് വ്യക്തമായി ആ ദേവദാസന്മാർ ഞങ്ങളെ മനസ്സിലാക്കി തരുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ അമ്മ അത് വിശ്വസിച്ചു. ദൈവം വിടുവിക്കും. അമ്മ ഒരു മാസത്തിൽ 2 പ്രാവശ്യം അമ്മ ആശുപത്രി കയറും. പപ്പ കുടി കഴിഞ്ഞ് വരും. അമ്മയെ ഇഷ്ടമല്ല, അമ്മയെ കാണുന്ന ഇഷ്ടമല്ല രോഗിയായിട്ടിരിക്കുന്നത്. പിന്നെ ചോറും പാത്രമൊക്കെ എറിഞ്ഞ് പൊട്ടിച്ചിട്ടുണ്ട്. വീട്ടിൽ സമാധാനമില്ല. ഞങ്ങൾ 3 പേരും പാത്തിരിക്കും. കാരണം ഞങ്ങളെ പിടിച്ചടിക്കുകയൊക്കെ ചെയ്യും. അത് കാരണം ഞങ്ങൾ പാത്തിരിക്കുമായിരുന്നു. ഒരു സമാധാനവും വീട്ടിലില്ല. പപ്പ ഇല്ലാത്തപ്പോൾ ഞങ്ങൾ പപ്പായെ പേടിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകും. ദേവദാസന്മാർ വന്ന് പറയുന്നത് അതുപോലെ ഞങ്ങൾ വിശ്വസിക്കും, പ്രാർത്ഥിക്കും. അമ്മ ചാക്കൊക്കെ വിരിച്ച് കട്ടിലിന്റെ അടിയിലൊക്കെ കയറി കിടന്ന അവസ്ഥകളുണ്ട്. കാരണം പപ്പായെ പേടിച്ച്. ഇങ്ങനെ ഒരു പാരമ്പര്യ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലത്തില് ഉത്സവം ഉണ്ടോ അവിടെ പോകും. ഏതൊക്കെ ഉത്സവങ്ങൾ, ഏതെല്ലാം പിന്നെ പ്രോഗ്രാമുകളൊക്കെ ഉണ്ടോ അവിടെ എല്ലാം ഞങ്ങളുടെ പപ്പ പോകും. പക്ഷെങ്കിൽ യഥാർത്ഥമായിട്ട് ദൈവത്തെ അറിയുവാനായിട്ട് ഇടയായി തീർന്നില്ല. അങ്ങനെ മുന്നോട്ട് പോയി ഞങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് ഇടയായി തീർന്നു. ശക്തമായി പ്രാർത്ഥിച്ചു. ഒരു ദിവസം എൻ്റെ സഹോദരൻ, നന്നായിട്ട് പഠിക്കുന്ന മൂത്ത സഹോദരൻ, ഇപ്പൊ സുശേഷയിലായിരിക്കുന്ന സഹോദരന് മഞ്ഞപ്പിത്തം പിടിപെടുവാനായിട്ട് ഇടയായി തീർന്നു. മഞ്ഞപ്പിത്തം ശരീരത്തെ ബാധിച്ച് കൈയുടെ നഖം വരെയും മഞ്ഞിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഒരു ദിവസം ഞങ്ങളോട് അറിയിച്ചിരിക്കുന്ന ഈ സുവിശേഷം, ഈ സത്യവചനവും ഞങ്ങൾ കേട്ടിട്ട് ആ ചെറിയ പ്രായത്തിൽ തന്നെ എൻ്റെ മൂത്ത ആങ്ങള 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണ്. ഞങ്ങളുടെ അമ്മയോട് പറഞ്ഞു, അമ്മ എന്നെ ഇങ്ങനൊരു ദൈവം ജീവിക്കുന്നുണ്ടെങ്കിൽ എന്നെ വിടുവിക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോക്കോട്ടെ അമ്മ എന്ന് പറഞ്ഞ്, ഈ ദൈവം എന്നെ വിടുവിച്ച ഈ ദൈവത്തിനായി ഞാൻ ജീവിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആ വിശ്വാസം അനുസരിച്ച് എൻ്റെ അമ്മ പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. 91-ാം സങ്കീർത്തനം വായിച്ച് അമ്മ ആ കട്ടിലിന്റെ അരികെ മുട്ടുകൂത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ സഹോദരൻ കണ്ടു, ഒരു കൈപ്പത്തി പോലെ ഒരു പ്രകാശം എൻ്റെ സഹോദരന്റെ തലയുടെ മേൽ ഇങ്ങനെ കടന്നു വന്ന് ഈ ശരീരം എല്ലാം മൊത്തത്തിൽ ഇങ്ങനെ പോകുന്നതായിട്ട്, അത് ഇങ്ങനെ ഇറങ്ങിപ്പോയി കാലിന്മേൽ വരെ ചെന്ന പെരുവിരൽ കൂടി ഈ പ്രകാശം ഇറങ്ങി പോകുന്നതായിട്ട് കണ്ടു. അമ്മ പ്രാർത്ഥിച്ചു കഴിഞ്ഞു പെട്ടെന്ന് കട്ടിലെ ചാടി എഴുന്നേറ്റ് പറഞ്ഞു, അമ്മ എൻ്റെ മൂത്രം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി, എനിക്ക് കർണ യേശുപ്പച്ചൻ വിടുവിച്ചെന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ യൂറിൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഹല്ലേലൂയ, പണ്ടത്തെ കാലത്ത് ചേട്ടൻ യൂറിൻ എടുത്തിട്ട് ചോറൊക്കെ ഇട്ട് നോക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അങ്ങനെ നോക്കി മൊത്തത്തിൽ നോർമലായി തീരുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ എൻ്റെ സഹോദരന്റെ വിശ്വാസം, ഞങ്ങളുടെയൊക്കെ വിശ്വാസം വർദ്ധിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ എനിക്കൊരു പനി വന്നു. വയറിൽ നിന്ന് ബ്ലഡ് മാത്രമാണ് പോകുന്നത്. വാതുക്കെ നിൽക്കുന്നവർക്ക് അറിയാം എൻ്റെ പനിയുടെ ചൂട്. അങ്ങനെ അന്നും ആ സമയത്തും അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ ഓൺ ദ സ്പോട്ടിൽ കർത്താവ് ഞങ്ങളെ വിടുവിച്ചു. സ്തോത്രം. അങ്ങനെ ഓരോ കാര്യങ്ങൾ, വൻ പ്രവർത്തികൾ, ദൈവത്തിന്റെ വീര്യപ്രവർത്തികൾ കാണുവാനായിട്ട് ഞങ്ങൾക്കിടയായി തീർന്നു. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്താണ് ഒരു വലിയൊരു കൊടുങ്കാറ്റുണ്ടായി. ഞങ്ങളുടെ പപ്പ ദൂരെ ജോലിക്ക് പോകുമ്പോൾ ഞങ്ങളുടെ അമ്മ ആരും അറിയാതെ പ്രാർത്ഥനയ്ക്ക് പോകുന്ന ഒരു അവസരം ഉണ്ടായിരുന്നു. അങ്ങനെ ആ ചർച്ചിൽ 3 ദിവസം ഫാസ്റ്റിംഗ് പ്രയർ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഉപവാസ പ്രാർത്ഥന ദേവദാസൻ പറഞ്ഞു, അന്ന് അമ്മ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചിട്ടില്ല, സ്വർണ്ണമൊന്നും ഊരിയിട്ടില്ല. ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ അഭിഷേകം പ്രാപിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ കണ്ണുകളെ അടച്ച് സ്തോത്രം പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കാൻ പറഞ്ഞു. ഇങ്ങനെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ അമ്മയെ ദൈവത്തിന്റെ ആത്മാവ് കാണിച്ചു കൊടുത്തു. വെളിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ അമ്മ ഇങ്ങനെ ദർശനത്തിൽ കൂടി കാണുവാനായിട്ട് തുടങ്ങി. അമ്മയ്ക്കൊന്നും മനസ്സിലാകുന്നില്ല, ദർശനം എന്താ, സ്വപ്നം എന്താണെന്നൊന്നും അമ്മയ്ക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേങ്കിൽ ഇങ്ങനെ കണ്ടത് ഇങ്ങനെയാണ്, ഭയങ്കരമായിട്ട് കൊടുങ്കാറ്റടിക്കുന്നു, ഉള്ള മരങ്ങളെല്ലാം താഴെ വീഴുന്നു. ഇതൊക്കെയാണ് അമ്മ കണ്ടത്. അതേപോലെ തന്നെ വെളിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ആങ്ങള, ഞാൻ പറഞ്ഞല്ലോ, മഞ്ഞപ്പിത്തം കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് പഠിച്ചു, സ്കോളർഷിപ്പോടെ പാസ്സായി. എൻ്റെ പപ്പായാണ് കൊണ്ട് ചേർത്തത്. ഫസ്റ്റ് സീറ്റിലാണ് ഇരിക്കുന്നത്. അതുപോലെ പഴയ സ്കൂളുകളൊക്കെ ഇപ്പോഴത്തെ ഇഷ്ടിക പോലെയല്ല, നല്ല കല്ലുകൊണ്ട് പണിത സ്കൂളുകളാണ്. അതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പം പപ്പ അങ്ങ് പോയി. അതിനുശേഷം അമ്മ ഇതുപോലെ കണ്ടു. അമ്മ ഈ ആരാധനയെല്ലാം കഴിഞ്ഞ് വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴേ അമ്മ എന്ത് കണ്ടോ അതുപോലെ തന്നെയാണ് വെളിയിൽ കാണുന്നത്. അമ്മ പെട്ടെന്ന് ചങ്കത്തടിച്ചു പറഞ്ഞു, കർത്താവേ, എന്തുവാ ഇത്, ഞാൻ കണ്ടതാണല്ലോ ഈ കാര്യങ്ങളൊക്കെ, ഇതെന്തോ സംഭവിച്ചത്. അപ്പൊ അടുത്തൊരു ചേച്ചി പറഞ്ഞു, 5ാം ക്ലാസ്സും 6ാം ക്ലാസ്സും പൂർണ്ണമായിട്ട് ഞങ്ങളുടെ ആ പ്രാർത്ഥന നടക്കുന്ന വീണ്ടും താഴെയാ സ്കൂള്.
5ാം ക്ലാസ്സും 6ാം ക്ലാസ്സും പരിപൂർണമായിട്ട് തകർന്നു. ഒരു കുഞ്ഞിനെ പോലും കിട്ടുകയില്ല എന്ന് പറഞ്ഞു. അമ്മയുടെ കൂട്ടത്തിലുള്ള വിശ്വാസികളെല്ലാം ഓടി താഴെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ സ്കൂളിന്റെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ബ്ലഡിനകത്ത് കുളിച്ച് കിടക്കുകയാണ് എല്ലാവരും. ആരെ കണ്ടാലും മനസ്സിലാകുന്നില്ല. എല്ലാവരെയും ജീപ്പിനകത്ത് കയറ്റിയിട്ടുണ്ട് അടുത്ത ഹോസ്പിറ്റലിൽ. അത് കഴിഞ്ഞ് പത്തനംതിട്ട അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ആരും ഒരു റിലേറ്റീവിനെ ഒരു പേരൻസിനെയും കയറ്റുന്നില്ല വണ്ടിക്കകത്ത്. അടുത്ത ഹോസ്പിറ്റലിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കിക്കോ, കണ്ടിട്ടില്ലെങ്കിൽ അടുത്ത ഹോസ്പിറ്റലിലോട്ട് പൊക്കോളാനാണ് അവർ പറയുന്നത്. അങ്ങനെ അമ്മ അടുത്ത ഹോസ്പിറ്റലിലോട് ഓടിപ്പോയപ്പോ എതിരെ ഒരു സഹോദരൻ വന്നേച്ച് പറഞ്ഞു, അമ്മാമ്മയുടെ അമ്മാമ്മ എന്തിനാ കരയുന്നത്? മോനെ അവിടെ സന്തോഷത്തോടെ ഒരു കടയുടെ തിണ്ണയിൽ നിൽപ്പുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ ഓടിച്ചെന്നവനെ കാണുവാനായിട്ട് ഇടയായി തീർന്നു. എന്തോ പറ്റി മോനെ ചോദിച്ചു. പറഞ്ഞു, അമ്മയെ ഭയങ്കരമായിട്ട് കൊടുങ്കാറ്റടിച്ചു. ടീച്ചർമാർ പറഞ്ഞു ബെഞ്ചിന്റെ ഡെസ്കിന്റെ അടിയിൽ കയറിക്കൊള്ളാൻ പറഞ്ഞു. പക്ഷെങ്കിൽ എന്നെ ആരോ എടുത്തു കൊണ്ടുവന്ന് ക്ലാസ് റൂമിന്റെ വെളിയിൽ നിർത്തിയേച്ച് റോഡിൽ കൊണ്ട് നിർത്തിയേച്ച് ഞാനൊരു ശബ്ദം കേട്ടു ഓടിക്കോളാന്ന്. അങ്ങനെ ഞാൻ ഓടിപ്പോയതാ. ആ ഓടിയ സമയത്ത് ഒരു കമ്പ് വന്ന് എൻ്റെ കയ്യെ അടിച്ചല്ലാതെ എനിക്കൊന്നും പറ്റിയില്ല. എന്നെ ദൈവം സൂക്ഷിച്ചാന്ന് പറഞ്ഞു. അപ്പം അത് കഴിഞ്ഞ ശേഷം ഹോസ്പിറ്റലിൽ ചെന്ന് അമ്മ മറ്റുള്ളവരെ എൻ്റെ സഹോദരൻ്റെ കൂടെ കണ്ടപ്പോൾ കൂടെ ഇരിക്കുന്നവരെ കൈയും കാലും പൊട്ടി, കാലും ഒടിഞ്ഞ് കൈ ഒടിഞ്ഞ് ഇങ്ങനെ നിന്നപ്പോൾ മറ്റുള്ളവർ ചോദിച്ചു, ജോണെ നീ ഇതെങ്ങനെ രക്ഷപ്പെട്ടു എന്ന് ചോദിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നതിൻ്റെയും ഉപസിച്ചാലും നമുക്കൊരു മറുപടി, നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ദൈവമുണ്ട്, നമ്മളെ സൂക്ഷിക്കുന്ന ദൈവത്തിന് നമ്മുടെ മേൽ പദ്ധതി ഉണ്ടെങ്കിൽ എവിടെയായിരുന്നാലും കർത്താവ് നമ്മളെ പരിപാലിക്കും. ഉള്ളം കരത്തിൽ ദൈവം വഹിക്കുമെന്ന് വചനം എഴുതിയിരിക്കുന്ന പ്രകാരമാണ്. അതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോന്ന് കാണുവാനായിട്ട് കർത്താവ് സഹായിച്ചു. അങ്ങനെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം മലയാള മനോരമയുടെ ഫ്രണ്ട് പേജിൽ എൻ്റെ ആ സഹോദരൻ ഇരിക്കുന്ന പിക്ചറാണ് വന്നത്. എൻ്റെ പപ്പ അത് കണ്ട് പെട്ടെന്ന് വന്നു കഴിഞ്ഞ ശേഷം എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചു. നോർമൽ ആയിട്ടിരിക്കുമ്പോൾ പപ്പായോട് പറയുന്ന കാര്യങ്ങളെല്ലാം പപ്പായ്ക്ക് മനസ്സിലാകും. പപ്പ ഇങ്ങനെ കേട്ടു, കാര്യങ്ങളൊക്കെ കേട്ട് ഇങ്ങനെ ഇരുന്നു കഴിഞ്ഞപ്പം ഉള്ളിൽ എന്തോ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പെന്തക്കോസ്തുകാരെന്ന് കേട്ടാൽ എൻ്റെ പപ്പായ്ക്ക് മഹാ അർപ്പ. ആരെയും വീട്ടിൽ കയറ്റിയല്ല. ദേവദാസന്മാർ പലരും വീട്ടിൽ കയറാൻ വന്നപ്പോൾ എൻ്റെ പപ്പ വാതുക്കളുണ്ടെങ്കിൽ അവർ ഇങ്ങോട്ട് വരുവാന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പറയും, ഇത് നിങ്ങൾക്കുള്ള വീടല്ല, നിങ്ങൾ മാറിപ്പൊക്കോളാം, ഇതുവഴിയല്ല വേറെ വഴികളിൽ കൂടി പൊക്കോളാൻ പറയാമായിരുന്നു. എന്നാൽ അവരെ ആ അവിടെ കുടഞ്ഞിട്ട് ചെരുപ്പ് അവിടെ പൊടി തട്ടിയിട്ടിട്ട് കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്ന ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ദേവദാസനെ ഞാൻ പറയട്ടെ, ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന പ്രേക്ഷകരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ദൈവനാമത്തിന് വേണ്ടി നമ്മൾ ആരൊക്കെ എതിർ നിന്നാലും കർത്താവിന് നമ്മുടെ മേൽ പദ്ധതി ഉണ്ടെങ്കിൽ ദൈവം നമ്മളെ വിടുകയില്ല. സ്തോത്രം. അതെങ്ങനെയായിരുന്നാലും അത് കർത്താവിന്റെ ശബ്ദം നമ്മളെ കേൾപ്പിച്ചത് പുറത്തു കൊണ്ടുവരാനായിട്ട് ഇടയായി തീരും. എൻ്റെ പപ്പായുടെ ഒരു ദിവസം ഒരു ദൈവദാസൻ പറഞ്ഞ് ഞാൻ ഇന്നും ഓർക്കുന്നു, മോനെ നീ കാട്ടാനയായിരുന്നു, ഞാൻ നിന്നെ നാട്ടാനയാക്കി തീർത്തതാണെന്ന്. എൻ്റെ കർത്താവ് എത്ര വിശ്വസന. ദൈവത്തിന്റെ സ്നേഹം പലപ്പോഴും ജീവിതത്തിൽ രുചിച്ചറിയുവാനായിട്ട് കർത്താവ് ഞങ്ങളെ ഇടയാക്കി. ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ ടേസ്റ്റ് ആൻഡ് സീ ദ ലോർഡ് ഈസ് ഗുഡ്. നമ്മൾ ഒരു കാര്യം ടേസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്, അല്ലെങ്കിൽ നമുക്കത് രുചിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിന്റെ ടേസ്റ്റ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ ഈ ക്രിസ്തീയ ജീവിതത്തിൽ ഈ കർത്താവിനെ പലപ്പോഴും രുചിച്ചറിയുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. സ്തോത്രം. ദൈവത്തിന്റെ കൃപയ്ക്കായി, ദൈവത്തിന്റെ സ്നേഹത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ ഇരിക്കുമ്പോൾ മറ്റുള്ളവർ സാക്ഷ്യം പറയുന്നത് കേൾക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, യേശുപ്പച്ചാ എനിക്ക് സാക്ഷ്യം തരണമേ, മറ്റുള്ളവർ മുമ്പിൽ പറയുവാൻ. എനിക്ക് വചനത്തിൽ കൂടി പഠിച്ച് വചനം പറയുവാനും എനിക്കൊന്നിനും കഴിവില്ലാത്തൊരു വ്യക്തിയാണ്. എന്നാൽ എനിക്ക് സാക്ഷ്യം തരണമേ. ദേവദാസനെ, പ്രേക്ഷകരോട് ഞാൻ പറയട്ടെ, എൻ്റെ ജീവിതത്തിൽ എന്തൊരു നന്മയുണ്ടെങ്കിലും എന്തൊരു കാര്യം ഉണ്ടെങ്കിലും അതിന്റെ പുറകിൽ എനിക്കൊരു സാക്ഷ്യം കർത്താവ് നൽകി തന്നിട്ടുണ്ട്. മറ്റുള്ളവരോട് പറയുവാനും ദൈവനാമത്തിൽ കൈത്താങ്ങൽ കൊടുക്കുവാനും അവര് ഏത് പ്രയാസത്തിലായിരിക്കുന്നു അവർ ആ പ്രയാസത്തിൽ എൻ്റെ ജീവിതത്തോടനുബന്ധിച്ച് തന്നെ മറ്റുള്ളവരോട് പറയുവാൻ കർത്താവ് ഒരു കൃപ നൽകി തന്നു. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കഴിവോ മിടുക്കോ സാമർഥ്യമോ ബുദ്ധിയുടെ യാതൊന്നുമല്ല, ദൈവത്തിന്റെ കൃപയാണ്, ദൈവത്തിന്റെ സ്നേഹമൊന്നും മാത്രമാണ് ഞാൻ നിലനിൽക്കുന്നത്. സ്തോത്രം. അങ്ങനെ എൻ്റെ പപ്പ ഒരു ദിവസം ഇങ്ങനെ പറയുവാനായിട്ട് ഇടയായി തീർന്നു. എങ്ങനെയോ ഒരു പബ്ലിക് ഹോളിഡേ ആയിരുന്നു. എൻ്റെ പപ്പ മുറിക്കകത്ത് അകപ്പെട്ടു പോയി. അങ്ങനെ അവിടുത്തെ ദേവദാസനും സെക്രട്ടറിയും ദൈവമക്കളും ഒക്കെ കയറി വന്ന് അനുഭവ സാക്ഷിയും ദൈവവചനത്തിൽ കൂടി പറയുവാനായിട്ട് ഇടയായി തീർന്നു. എന്താണ് രക്ഷ എന്താണെന്നും അല്ലെങ്കിൽ ദൈവവചനത്തിന്റെ അടിസ്ഥാനം എന്താണ്, സ്നാനത്തെക്കുറിച്ചും നമ്മൾ ശിശുസ്ഥാനം അന്നും പപ്പ തർക്കിച്ചു. ഞാനൊന്ന് സ്നാനപ്പെട്ടാൽ ഇനിയും പാസ്റ്റർമാർ എന്നെ കൊണ്ടുപോയി വെള്ളത്തിൽ ഒന്ന് മുക്കുവൊന്നും ചെയ്യേണ്ട എന്നൊക്കെ പറയുവാനായിട്ട് അന്നേരം പറഞ്ഞു, ശിശുസ്നാനമല്ല സ്നാനം. അത് നമ്മൾ അറിവില്ലാതിരിക്കുമ്പോൾ ഒരു കുഞ്ഞിനടുത്ത് എത്രമാത്രം അറിവുണ്ട്, അങ്ങനെ നമ്മൾ കൊണ്ടുപോയി വെള്ളം തളിക്കുന്നതല്ല സ്നാനം. അത് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ വാക്യം സഹിതം ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ അത് വെളിപ്പെടുത്തി കാണിക്കുവാനായിട്ട് ഇടയായി തീർന്നു. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമുക്ക് ബോധം വരുമ്പം നമ്മളെ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് അത് കർത്താവിന്റെ കൽപ്പനയാകുന്ന സ്നാനം അത് ജീവിതത്തിൽ നമ്മൾ ഏറ്റെടുത്ത് അത് ദേവദാസ
ദേവദാസന്മാരുടെ കയ്യിൽ കീഴിൽ അത് സ്നാനം, ആ മുഴു കഴുകലാണ് സ്നാനമെന്നും അങ്ങനെ വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കാനായിട്ട് കർത്താവ് സഹായിച്ചു. അങ്ങനെ ഒരു ദിവസം അതിനുശേഷവും പപ്പ കുടിക്കും. അങ്ങനെയൊക്കെ പ്രയാസങ്ങളൊക്കെ വീട്ടിലുണ്ട്. എന്നാൽ എൻ്റെ അമ്മ രാത്രി പകലാക്കി പ്രാർത്ഥിച്ചു. അതിലൊരു ആരും അറിയാതെ എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ ഭയങ്കരമായിട്ട് ഞങ്ങളുടെ അമ്മ കണ്ണുനീരോട് പ്രാർത്ഥിക്കാനായിട്ട് ഇടയായി തീർന്നു. ഓരോ കാര്യങ്ങളും എൻ്റെ അമ്മയെ ദർശനത്തിൽ കൂടി കർത്താവ് കാണിച്ചു കൊടുക്കാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ പപ്പ വന്ന് ഞങ്ങളുടെ അമ്മയോട് ചോദിച്ചു, എടി ഞാൻ ഈ സഭയിൽ വന്ന് എന്താണ് ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്. ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കര സന്തോഷമായോ, ഇതുപോലെ ഒരു മനുഷ്യൻ ദൈവസന്നിധിയിൽ ചർച്ചിൽ വരുവാന്ന് കേട്ടത് ഞങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കര അനുഗ്രഹത്തിനും ഞങ്ങൾക്ക് ഭയങ്കര ആശ്വാസത്തിനും കാരണമായി തീർന്നു. ഒരു ദിവസം അന്നേരം എൻ്റെ അമ്മ പറഞ്ഞു, നിങ്ങൾ വന്നാൽ പുറകിലൊന്ന് ഇരുന്നാൽ മതി, ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു. പുറകിൽ വന്നിരുന്നു. അന്നേരം അവിടെ പപ്പ അന്ന് ചർച്ചിൽ വന്നു. ചർച്ചിലുള്ള എല്ലാ ദൈവമക്കളും വളരെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമുള്ളവരായിരുന്നു. ചർച്ചില് മൂർഖം പാമ്പ് കടിച്ച് വെള്ളം ഒഴിച്ച് അത് പ്രാർത്ഥിച്ച് സൗഖ്യമായിട്ടുള്ളവരും നല്ല നല്ല അനുഭവങ്ങൾ ദൈവനാമത്തിന് വേണ്ടി നിൽക്കുന്ന ദൈവമക്കളായിരുന്നു. അവരുടെ സാക്ഷ്യങ്ങളും ദൈവവചന പ്രബോധനങ്ങളും ഒക്കെ എൻ്റെ പപ്പയുടെ ഹൃദയത്തിൽ ഭയങ്കരമായിട്ട് ആഴമായിട്ട് പതിയുവാനായിട്ട് കർത്താവ് ഹൃദയത്തെ തുറന്നു. ലുദിയയുടെ ഹൃദയത്തെ തുറന്ന കർത്താവ് എൻ്റെ പപ്പയുടെ ഹൃദയത്തെ ദൈവം തുറക്കുവാനായിട്ട് ഇടയായി തീർന്നു. അത് മനസ്സിലാക്കി ഹല്ലേലൂയ എൻ്റെ പപ്പ അവിടെ എഴുന്നേറ്റ് നിന്ന് ദൈവവചനം എടുത്ത് സാക്ഷ്യത്തിന് സമയമായപ്പോൾ പപ്പ രക്ഷിക്കപ്പെടുവാനായിട്ട് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കർത്താവിനെ സ്വീകരിപ്പാൻ ദൈവം ഒരു ഭാഗ്യം കൊടുത്തു. സ്തോത്രം. അങ്ങനെ രക്ഷിതാവായി സ്വീകരിച്ച് വീട്ടിൽ വന്ന് പിറ്റേ ദിവസം പപ്പ ജോലിക്ക് കടന്നുപോയി. ഉച്ച സമയത്ത് എല്ലാവരും കൂടെ വിശ്രമിക്കാതിരിക്കുമ്പോൾ കൂട്ടുകാരെല്ലാം അവിടെ കൂടി ബീഡി വലിക്കാനായിട്ട് എടുത്തു വെച്ച് പപ്പയുടെ മുമ്പിൽ നീട്ടി. പപ്പ പറഞ്ഞു, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ നീയും പോയോടാ ബന്ധിക്കോസുകാരുടെ കൂട്ടത്തിൽ, അന്നത്തെ ഭാഷ പറയാൻ പറ്റത്തില്ല പബ്ലിക്കായിട്ട്. അങ്ങനെ പറഞ്ഞ് പപ്പയെ കളിയാക്കി. നീയും കപ്പയും മീനും കഴിക്കാൻ വേണ്ടി പോയോ എന്നൊക്കെ ചോദിക്കാനായിട്ട് ഇടയായി തീർന്നു. എന്നാല് പപ്പായെ നിർബന്ധിച്ച് ബീഡി വലിക്കാനായിട്ട് അവര് കൊടുത്തു. നിർബന്ധിച്ച് വലിപ്പിച്ചു. ആര് കാണാനാ, ആരിപ്പം മനസ്സിലാക്കും നീ ഇപ്പം വലിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്, ആര് നിന്റെ പെണ്ണുമ്പോൾ എൻ്റെ അടുത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് പപ്പ ഇങ്ങനെ പറഞ്ഞ് പ്രകോപിപ്പിച്ച് അത് വീടി എടുക്കാനായിട്ട് ഇടയായി തീർന്നു. പപ്പ ഈ വീടി വലിച്ച് കയ്യിലെടുത്തപ്പോൾ ഞങ്ങളുടെ അമ്മ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനും എൻ്റെ രണ്ടാമത്തെ ആങ്ങളെയും കൂടെ പ്രൈമറി സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഹൈസ്കൂളിലാണ് എൻ്റെ മൂത്താങ്ങളെ. ഞങ്ങൾ രണ്ടുപേരും പ്രൈമറി കൊച്ചു സ്കൂളിൽ. അപ്പം വീട്ടിൽ എന്ത് കുരുത്തക്കേട് കാണിച്ചാലും ഞാൻ പപ്പാടി എന്ന് പറയുന്ന കാരണത്താലെ ഇവരെന്ത് തെറ്റ് ചെയ്താലും എന്നെ കൊണ്ട് പോകത്തുള്ളൂ. അപ്പൊ എന്നോട് പറഞ്ഞു, വെള്ളം ചാടുന്നുണ്ട്, നല്ല രസമാണ് കാണാൻ, നമുക്ക് അവിടെ പോയി പാത്രം കഴുകാന്ന് എന്നെ വിളിച്ചോണ്ട് ഞങ്ങളെ തോട്ടിലേക്ക് പോകുമ്പം റബ്ബർ തോട്ടത്തിൽ ഒരു പശു നിപ്പുണ്ടായിരുന്നു. ഒരിക്കലും കുത്തത്തില്ലാത്ത പശു എന്നെ കുത്തിയെടുത്ത് ഇടുക്കുഴി ഇടുവാനായിട്ട് ഇടയായി തീർന്നു. എൻ്റെ അമ്മ ആ സെയിം സമയത്ത് അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മയെ ദൈവാത്മാവ് കാണിച്ചു കൊടുത്തു. പപ്പായുടെ കയ്യില് വീടിയിരിക്കുന്നതായിട്ടും എന്നെ പശു കുത്തിയെടുത്തെറിയുന്നതായിട്ടും കാണിക്കാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ അമ്മയ്ക്ക് മനസ്സിലായില്ല, ഇതെന്തോ ഞാൻ കാണുന്നത്, പപ്പായുടെ കയ്യിൽ വീടിയിരിക്കുന്നു, കൊച്ചിനെ പശു കുത്തുന്നതായിട്ട് കാണുന്നല്ലോ കർത്താവേ അന്ന് പറഞ്ഞ് മനസ്സിലിങ്ങനെ ചിന്തിച്ചുകൊണ്ട് അമ്മ വെളിയിലോട്ട് വരുമ്പോൾ എന്നെ താങ്ങി എടുത്തോണ്ട് എൻ്റെ സഹോദരൻ വീട്ടിലേക്ക് വരുന്നതാണ് കാണുന്നത്. അപ്പൊ ചോദിച്ചു, എന്നാ പറ്റി മോനെ? അമ്മ ഇവളെ പശു കുത്തി എടുത്ത് താഴെ ഇട്ടു എന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ ജീവിതത്തിൽ എനിക്കൊന്നും പറ്റിയില്ല. ദേഹത്ത് ഇച്ചിരി ചെറുതായിട്ടൊന്ന് പോറൽ മാത്രമേ ഉണ്ടായുള്ളൂ. കർത്താവിന്റെ കാര്യം അവിടെ എന്നെ താങ്ങി. സ്തോത്രം. എൻ്റെ പപ്പ ഞങ്ങളെ 2 പ്രാവശ്യം ഇട്ടിട്ട് ഇറങ്ങിപ്പോയതാ, വീട് വിട്ടിറങ്ങിപ്പോയതാ. ലാസ്റ്റ് രണ്ടാമത്തെ പ്രാവശ്യം തിരിച്ചു വരുന്നത് എന്നെ കാണാൻ വേണ്ടിയായിരുന്നു. ഞാനൊരു പെണ്ണെ ഉള്ളത് കാരണത്താൽ എൻ്റെ പപ്പ എന്നെ അധികമായിട്ട് സ്നേഹിച്ച ഒരു വ്യക്തിയായിരുന്നു. എന്നെ ഒത്തിരി കരുതുമായിരുന്നു. ജോലി കഴിഞ്ഞ് വന്ന ഉടനെ ആദ്യമേ ചോദിക്കുന്നത്, അപ്പം അമ്മയുടെ കയ്യിൽ നിന്ന് കാപ്പി മേടിക്കുന്നുണ്ടെങ്കിൽ ചോദിക്കുന്നത് പെണ്ണെന്തിയതായിരുന്നു ചോദിക്കുന്നത്, അല്ലെങ്കിൽ കൊച്ചെന്തേലും ചോദിക്കും. അന്നേരം അന്ന് വൈകിട്ട് പപ്പ ജോലി കഴിഞ്ഞ് വന്നപ്പം എൻ്റെ അമ്മയോട് ചോദിച്ചു, കൊച്ചെന്തേലും ചോദിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഇന്ന് ബീഡി വലിച്ചോ? അതിന്റെ ഫലം കൊണ്ട് കൊച്ചകത്ത് കിടക്കുന്നെന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പൊ പപ്പ ചോദിച്ചു, എന്തോ പറ്റിയെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, നിങ്ങൾ ഇന്ന് പാപം ചെയ്തോ എന്ന് ചോദിച്ചു. പപ്പായ്ക്ക് ഭയങ്കര ഭീതിയായി ഉള്ളില്. ഞാൻ ബീഡി വലിച്ച് ആരും കണ്ടില്ലല്ലോ, പക്ഷെ ഇവളെങ്ങനെ അറിഞ്ഞു എന്ന് ഒരു മനസ്സിൽ ഭയങ്കരമായിട്ട് പപ്പായ്ക്ക് അത് ഫീൽ ചെയ്തു. അകത്ത് ചെന്ന് നോക്കിയപ്പം ഇങ്ങനെ അമ്മ പറഞ്ഞു, നമ്മൾ മാതാപിതാക്കൾ പാപം ചെയ്താൽ നമ്മുടെ കുഞ്ഞുങ്ങളോട് കർത്താവ് ചോദിക്കും. അങ്ങനെ ഒരിക്കലും എന്നെ കേൾക്കുന്ന പ്രേക്ഷകരോട് ഞാൻ പറയട്ടെ, കുഞ്ഞുകളിയല്ല ക്രിസ്തീയ ജീവിതം നിസ്സാരമെന്ന് ചിന്തിക്കല്ല. പലരും ചിന്തിക്കും ഈ ദൈവത്തെ അറിഞ്ഞാൽ പൈസ കിട്ടും, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അനുഗ്രഹങ്ങളാണ്. പക്ഷെങ്കിൽ വിശ്വസ്തയോട് നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ നിന്നാൽ നമ്മളെ മാനിക്കുന്ന ഒരു കർത്താവാണ് നമ്മളോടൊപ്പം ഉള്ളത്. നമ്മളെ ആരും കാണുന്നില്ല, ആരും കേൾക്കുന്നില്ല, എന്നാൽ നമുക്ക് പാപം ചെയ്തു കളയാമെന്ന് നമ്മുടെ ഹൃദയത്തിൽ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ദൈവാത്മാവിൽ ഞാൻ പറയട്ടെ, നമ്മളെ കാണുന്ന ഒരു കണ്ണുണ്ട്. സ്തോത്രം. നമ്മുടെ ഹൃദയ വിചാരങ്ങളെ, നമ്മുടെ നെടുവീർപ്പ് പോലും നമ്മളെ അറിയുന്ന ഒരു പിതാവിന്റെ സന്നിധിയിലാണ് നമ്മളായിരിക്കുന്നത്. മറ്റുള്ളവരാരും നമ്മുടെ അടുത്തില്ലെങ്കിലും നമ്മളെ അറിയുന്ന, നമ്മളെ നന്നായി നമ്മുടെ വേദനകളും ഭാരങ്ങളും നമ്മുടെ ഹൃദയ വിചാരങ്ങളും ഒക്കെ അറിയുന്ന ഒരു യേശുപ്പച്ചൻ നമ്മളോട് ഒപ്പമുണ്ട്.
അന്ന് എൻ്റെ പിതാവ് തീരുമാനമെടുത്തു, ഇനിയും ദൈവസന്നിധി ഞാൻ ഒരു തെറ്റ് ചെയ്യുകയില്ല എന്ന്. മരിക്കുന്നിടം വരെ എൻ്റെ പപ്പ വിശ്വസ്തയോട് ദൈവത്തിന്റെ സന്നിധി നിൽക്കുവാൻ കർത്താവ് സഹായിച്ചു. അതുപോലെ അമ്മ ദൈവാത്മാവ് കാണിച്ചു കൊടുത്തതുപോലെ രണ്ടുപേരും ഒരുമിച്ച് രണ്ട് പാസ്റ്റർമാരുടെ കൈക്കീഴിൽ തിരുവല്ലായില് സ്നാനപ്പെടുവാൻ ദൈവകൽപ്പന ഏറ്റെടുക്കുവാനായിട്ട് കർത്താവ് അനുസരിപ്പാനായിട്ട് കർത്താവർക്ക് ഭാഗ്യം ചെയ്തു. അമ്മ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി ആഴ്ച ഒരിക്കൽ തലമുറകൾക്ക് വേണ്ടി ഉപവസിക്കും. പക്ഷെങ്കിൽ ഇപ്പം ഞങ്ങൾക്ക് 3 പേർക്ക് കുഞ്ഞുങ്ങളുണ്ടായി. ഞങ്ങളുടെ കൊച്ചുമക്കൾക്ക് വേണ്ടി, അമ്മയുടെ കൊച്ചുമക്കൾക്ക് വേണ്ടിയാണ് ഇപ്പൊ അമ്മ ഉപവസിക്കുന്നത്. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളോട് ഞാൻ പറയട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപവസിക്കണം, നമ്മൾ പ്രാർത്ഥിക്കണം. സമയം മാറ്റിവെച്ച്, ഈ പഴയ പോലല്ല, ഇപ്പൊ അധികമായി നമ്മൾ പ്രാർത്ഥിക്കേണ്ട സമയമാണ്. കാരണം വഷളത്വവും മദ്യവും മയക്കുമരുന്നും ഒക്കെ ഏത് രീതിയിലാണെന്ന് അറിയത്തില്ല. എല്ലാം വിരൽത്തുമ്പിലാണ്. നെറ്റിന്റെ കാര്യങ്ങൾ നമുക്ക് പേരൻസിന് അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്കറിയാം. അതൊക്കെ ഓർക്കുമ്പോൾ പലപ്പോഴും മനസ്സിൽ ഭയങ്കര ഭാരമുണ്ട്. അവർക്ക് വേണ്ടി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും നല്ല കാര്യങ്ങളെ, നല്ല അനുഭവങ്ങളെ, നമ്മുടെ അനുഭവങ്ങളെ കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു കൊടുക്കുവാൻ എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് വളരെ സന്തോഷത്തോടെ മുന്നോട്ട് കടന്നുപോയി. ഞാൻ എൻ്റെ ഫാമിലി കാര്യം അത്രയും പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ഇനി എൻ്റെ സാക്ഷ്യത്തിലേക്ക് ഞാൻ കയറും. എൻ്റെ ബാല്യകാലം കഴിഞ്ഞു. എൻ്റെ സാക്ഷ്യം പറയുവാണെങ്കിൽ എൻ്റെ ചെറുപ്പത്തിലെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എൻ്റെ കർത്താവിന് വേണ്ടി ജീവിക്കണം, എൻ്റെ ദൈവത്തിന് വേണ്ടി വിശ്വസ്തയോട് നിൽക്കണമെന്ന് ഭയങ്കരമായിട്ട് എൻ്റെ ഉള്ളിൽ അന്നും ഇന്നും എരിയാത്ത ഒരു ആഗ്രഹമുണ്ട്. കാരണം ഇത്രത്തോളം നടത്തിയ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. ഒരാളെ സ്നേഹിക്കുമ്പോൾ നമ്മൾ തിരിച്ച് സ്നേഹിച്ചില്ലെങ്കിൽ മറ്റുള്ളൊരു സ്നേഹം, പക്ഷെങ്കിൽ ആ സ്നേഹം പോലും പ്രതീക്ഷിക്കാതെ കർത്താവ് നമ്മളെ സ്നേഹിക്കുമല്ലേ. ഇന്നും നമുക്ക് ഉണരുവാൻ, നമുക്ക് ആയുസ് തന്ന കർത്താവിന്റെ സന്നിധിയിൽ എന്തെങ്കിലും ചെയ്യണം, എൻ്റെ ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഒരു എരിവ് എപ്പോഴും നമ്മളെ ഭരിക്കുന്നത് നന്നായിരിക്കും. കാരണം നമ്മളെ പല താലന്തുകൾ ഏൽപ്പിച്ചാണ് കർത്താവ് നമ്മളെ ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത്. എത്രയോ ശ്രേഷ്ഠതയുള്ളവരും എത്രയോ വിദ്യാസമ്പന്നരും സൗന്ദര്യമുള്ളവരും ഒക്കെ ഈ ലോകത്തുണ്ടായിട്ടുണ്ട്. പക്ഷെങ്കിൽ ആ സമയത്ത് നമ്മളെ ഈ സ്നേഹം അറിയുവാൻ, ഈ ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് നമ്മളെ അടുപ്പിച്ച കർത്താവിന്റെ കരുതല്, നമുക്ക് പല താലന്തുകൾ നൽകി തന്ന് നമ്മളെ ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുമ്പോൾ നമ്മളത് മണ്ണിനടി കുഴിച്ചിട്ടിട്ട് ഇരിക്കുവാനല്ല, ഒരു സാക്ഷ്യം പറയാനാണോ, ഒരു വചനം പറയുവാനാണോ, ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണോ? പലർക്കും പല താലന്തുകളാണ് കർത്താവ് കൊടുത്തിരിക്കുന്നത്. ചിലപ്പോൾ ചിലർക്ക് പാട്ട് പാടുവാനായിരിക്കും, പല രീതിയിലായിരിക്കും. പക്ഷെ നമ്മൾ ഈ താലന്തുകൾ നമ്മൾ കുഴിച്ചിടുന്നവരായിരിക്കരുത്. മറ്റുള്ളവരുടെ ഇടയിലേക്ക് നമ്മൾ വ്യാപാരം ചെയ്യണം. ദൈവത്തിന്റെ നാമം മഹത്വം എടുക്കണം നമ്മുടെ ജീവിതത്തിൽ കൂടി. അതാ കർത്താവ് നമ്മളിൽ കൂടി ആഗ്രഹിക്കുന്നത്. അങ്ങനെ ചെറുപ്പത്തിൽ തന്നെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കുവാൻ കർത്താവിനെ സഹായിച്ചു. എൻ്റെ ആ ഒരു ദൈവസ്ഥാനത്തിലുള്ള ചുറുചുറുപ്പ് കാണുമ്പോൾ മറ്റുള്ളവർ പറഞ്ഞിട്ടുണ്ട്, ഇവളൊരു പാസ്റ്റർ മാമയാകും, പാസ്റ്റർമാരാരെങ്കിലും ആയിരിക്കും ഇവളെ വിവാഹം ചെയ്യുന്നതെന്നൊക്കെ ഇങ്ങനെ മറ്റുള്ളവർ നോക്കി നിന്ന് പറയുമായിരുന്നു. പക്ഷെങ്കിൽ എൻ്റെ ഹൃദയം ഞാൻ ദൈവത്തിന്റെ സന്നിധി പറഞ്ഞ, കർത്താവ്, എനിക്ക് ജീവിക്കുന്ന ക്രിസ്തുവാണ്, എനിക്ക് മരിക്കുന്ന ലാഭമാണ്. ഞാൻ ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ വിശ്വസ്തയോട് നിന്ന് കർത്താവിന്റെ നാമത്തിനു വേണ്ടി എനിക്ക് നിൽക്കണം. അതാണ് എൻ്റെ ആഗ്രഹം എന്ന് ഞാൻ പ്രാർത്ഥിപ്പാനായിട്ട് ഇടയാക്കുന്നു. ചെറിയ പ്രായത്തിൽ തന്നെ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് സ്നാനപ്പെടുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുവാനും അതിനുശേഷം സ്നാനപ്പെടുവാനും ഒക്കെ കർത്താവ് എനിക്ക് കൃപ ചെയ്തു. ഞാനിങ്ങനെ 10ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ സഹോദരങ്ങൾ രണ്ടുപേരും നന്നായിട്ട് പഠിക്കും, പക്ഷെ ഞാൻ ഭയങ്കര ഉഴപ്പാ. വേറെ സ്വഭാവങ്ങളൊന്നുമില്ല, പക്ഷെങ്കിൽ ഇച്ചിരി പഠിക്കാൻ ഇച്ചിരി ഉഴപ്പായിരുന്നു. അന്നേരം എന്നെ നോക്കിയിട്ട് എൻ്റെ സഹോദരങ്ങൾ പറയും, ഇവള് 10ാം ക്ലാസ് പോലും പാസ്സാകത്തില്ല, ഇവള് വെറും മണ്ടിയാ, ഇങ്ങനെ പറയാൻ. എന്നെ പഠിപ്പിച്ച സാറുമാര് എന്നെ ചോദ്യം ചോദിച്ച് എഴുന്നേപ്പിച്ച് നിർത്തിയിട്ട് ചോക്ക് കൊണ്ട് എൻ്റെ മുഖത്ത് ഇങ്ങനെ വരച്ചേച്ച് പറയുമായിരുന്നു, നിന്റെ സഹോദരങ്ങൾ എത്ര നന്നായിട്ട് പഠിക്കുന്നു, നീ എന്താ കൊച്ച ഇങ്ങനെ ആയിപ്പോയെന്ന് ചോദിക്കുമായിരുന്നു. എന്നാൽ ദേവദാസിനെ, ദൈവമക്കളെ ഞാൻ പറയട്ടെ, എൻ്റെ കർത്താവിനെ സ്നേഹിച്ചു കേട്ടോ, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എൻ്റെ കർത്താവ് എത്ര പറഞ്ഞാലും, എൻ്റെ ദൈവത്തിന്റെ സ്നേഹത്തെ പറ്റി എത്ര പറഞ്ഞാലും എനിക്ക് മതി വരികയില്ല. അങ്ങനെ മറ്റുള്ളവരിങ്ങനെ പറയുമ്പോൾ ആരും അറിയാതെ എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ മനസ്സിൽ ഒരു ആഗ്രഹം തോന്നി, കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കണം. നമ്മളെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മളെ അറിയുന്ന ഒരു ദൈവമുണ്ട്, നമ്മുടെ ഹൃദയത്തിന്റെ നിലവാരങ്ങളെ അറിയുന്ന ഒരു കർത്താവുണ്ട്. മറ്റുള്ളവരുടെ മുമ്പിൽ പറഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ വിഷമങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞാൽ അത് ചിലപ്പോൾ 4 പേരോട് പറഞ്ഞേക്കാം. നമ്മൾ കേൾക്കാതെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറയാം, അവൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞേക്കാം. പക്ഷെങ്കിൽ ആരോടും പറയാതെ, മറ്റുള്ളവർ ആരും അറിയാതെ നമ്മളെ സ്നേഹിക്കുന്ന ഒരു കർത്താവിന്റെ സന്നിധി നമ്മൾ പറഞ്ഞാൽ നമ്മൾ എത്ര അതിശയകരമായി, എത്ര അത്ഭുതകരമായി കർത്താവ് നമ്മളെ വഴി നടത്തുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. 10ാം ക്ലാസ്സിലായി. 10ാം ക്ലാസ്സിൽ എക്സാം എഴുതിയിട്ട് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ദൈവാത്മാവ് എന്നോടും സംസാരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതിന് മുമ്പ് എൻ്റെ
ഒരു അത്ഭുതം നടന്ന കാര്യം പറയുവാണെങ്കിൽ, ചെറുപ്പത്തിൽ എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു. കുനിഞ്ഞ് എനിക്കൊരു സാധനം എടുക്കത്തില്ല. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ കാര്യം പറയുന്നത്. ഭയങ്കര ഭാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിങ്ങു വരുന്നു, ഇങ്ങനെ നമുക്കറിയാം തലയ്ക്കാവിരുന്ന് വിങ്ങിന്ന്. അപ്പം ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് ഭയങ്കര എന്തോ കുഴപ്പമുണ്ട് തലയ്ക്കകത്ത് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, മോനെ നമുക്ക് ലോക ഡോക്ടറെ ആശ്രയിക്കാൻ നമുക്ക് പൈസയില്ല, നീ ഇരുന്ന് പ്രാർത്ഥിച്ച് കർത്താവ് നമ്മൾ നടത്തിയ വഴികളെ നിനക്കറിയത്തില്ലേ, നീ ഇന്ന് പ്രാർത്ഥിക്കുവാനായിട്ട്. അതിനോടൊപ്പം തന്നെ ഞാൻ നിങ്ങളോട് എന്നെ കേൾക്കുന്ന പ്രേക്ഷകരോട് ഞാൻ പറയട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങളൊരു ആവശ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് അത് നടത്തി കൊടുക്കാനാണ് നമ്മുടെ മാതാപിതാക്കളെ എൻ്റെയും ആഗ്രഹം. പക്ഷേ നമ്മൾ ഒരു വാക്ക് പറയണം, കുഞ്ഞെ അത് പോയിരുന്ന് പ്രാർത്ഥിര്, അത് ദൈവഹിതമാണോ നമ്മളത് തിരിച്ചറിയട്ടെ എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു മനോഭാവം നമുക്കുണ്ടായിരിക്കണം. ആ സമയത്ത് അമ്മ എന്നോട് പറഞ്ഞു, നീ ഇരുന്ന് പ്രാർത്ഥിര്, നമുക്ക് ആശ്രയിക്കാൻ നമുക്ക് പണമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് മനസ്സിലായി ഇതൊന്നും നടക്കത്തില്ല, അമ്മയെ ത്രൂ ആണ് പപ്പായിലേക്ക് പോകേണ്ടത്. അപ്പൊ അമ്മ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി പ്രാർത്ഥനയുള്ള രക്ഷാന്ന്. ഒരു ദിവസം ഒരു കോട്ടേജ് മീറ്റിംഗിൽ ഞാൻ ആയിരിക്കുമ്പോൾ തലവടി കുഞ്ഞുഞ്ഞു പാസ്റ്റർ അറിയാമോ എന്ന് അറിയത്തില്ല എനിക്ക്, ദേവദാസിന് ഒരു ഫേമസ് ദേവദാസനാണ് ഞങ്ങളുടെ ചർച്ചിൽ കടന്നു വന്ന് മീറ്റിങ്ങിന് വേണ്ടി. അന്ന് ആ വീടിന്റെ വിടുതലിന് വേണ്ടി ദേവദാസൻ വന്നത്, പക്ഷെ അത് എന്റെ വിടുതലായിരുന്നു. ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ തലയിൽ കൈവച്ച്, ഞാൻ കൊച്ചതാണ്, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയമാണ്, എന്റെ ഓടി വന്ന് എന്റെ തലയിൽ കൈവച്ചിട്ട് എന്നോട് പറഞ്ഞു, മോളെ നീ തീരാ തലവേദനയാൽ ഭാരപ്പെടുന്നു, നീ ഏത് ലോക ഡോക്ടറിൽ ആശ്രയിച്ചാലും ഈ തലവേദന മാറുകയില്ല, എന്ന് നീ എന്റെ സന്നിധി വിട്ടു തന്ന് ആരാധിക്കുന്നു, അന്ന് ഞാൻ നിന്റെ ജീവിതത്തിൽ വിടുതലയക്കും. രാജ്യങ്ങളിൽ ദേശങ്ങളിൽ ഞാൻ എന്റെ സാക്ഷിയായി ഞാൻ നിന്നെ നിർത്തുമെന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു. ദേവദാസിനെ, ദൈവമക്കളെ, ഇന്ന് ഞാൻ സാക്ഷിയായി നിൽക്കുന്ന കർത്താവിന്റെ വാഗ്ദത്തം എന്റെ മേലുള്ളത് കൊണ്ടാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ എന്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചു, എന്താ ഈ വിട്ടുകൊടുത്ത് ആരാധിക്കുക എന്ന് പറയുന്നത്? എനിക്കിപ്പം ദേവദാസിനെ ഞാൻ ഈ ചർച്ചകളിലൊക്കെ ചെല്ലുമ്പോൾ അലക്ഷ്യമായിട്ടിരിക്കുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഭാരമാണ്. എന്തുകൊണ്ട് ഇവരിങ്ങനെയൊക്കെ ഇരിക്കുന്നു? ദൈവസന്നിധി വന്ന് ഇങ്ങനെ അലക്ഷ്യമായിട്ടിരിക്കാൻ പറ്റുമോ? ഈ കുഞ്ഞുങ്ങളെ ഒക്കെ ഇരിക്കുന്ന കാണുമ്പോൾ, അവരുടെ രീതികൾ, ഡ്രസ് കോഡൊക്കെ കാണുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, ദൈവം എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? സ്തോത്രം. പറഞ്ഞു കൊടുത്താൽ ചില കുഞ്ഞുങ്ങൾ കേൾക്കുന്നില്ല. ഇപ്പോഴത്തെ ലോകമല്ലേ, അങ്ങനെ ജീവിക്കട്ടെ എന്നല്ല, നമ്മൾ വേർപെട്ടവരാണ്, നമ്മൾ ആരാണ്, നമ്മളെ എപ്പോഴും ഒരു ചിന്ത നമ്മളെ ഭരിക്കുന്നത് നന്നായിരിക്കും. അങ്ങനെ ഞാൻ വിട്ടുകൊടുത്ത് ആരാധിക്കുക എന്ന് പറഞ്ഞപ്പം ഞാൻ ചിലരോട് ഇങ്ങനെ സംശയം ചോദിച്ചു പറഞ്ഞു, ഏകാഗ്രത ഹൃദയത്തോടെ നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നതാണ് വിട്ടുകൊടുക്കുക. കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മളെ തന്നെ സ്വയം വിട്ടുകൊടുത്ത് നമ്മൾ ആരാധിക്കണം. അങ്ങനെ ഒരു മീറ്റിംഗ് ഞാൻ ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഒരു പബ്ലിക് ഹോളിഡേ അന്ന് രാവിലത്തെ പ്രാർത്ഥന കഴിഞ്ഞു, ഉച്ച കഴിഞ്ഞത്തെ മധ്യസ്ഥ പ്രാർത്ഥന കഴിഞ്ഞു, രാത്രിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിനെ ദർശനത്തിൽ കൂടി കാണിപ്പാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ കാണുന്ന ഇപ്രകാരമാണ്, വലിയൊരു പ്രകാശം എന്റെ മുമ്പിൽ വന്ന് നിൽക്കുക. അത് സൂര്യനെ വെല്ലുന്നൊരു പ്രകാശമാണ്. എനിക്ക് അത് ഇപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ആ പ്രകാശം ഇങ്ങോട്ട് വന്ന ഒരു കുടമാണ്, ഒരു ചാക്കിട്ടതിന് മണ്ട മൂടി വെച്ചിരിക്കുക. അതിന് വടം പോലുള്ള ഒരു വലിയൊരു ചാക്ക് കയറും കൊണ്ട് അതിന്റെ വായ ബന്ധിച്ചു വെച്ചിരിക്കുക. എന്നെ ദൈവത്തിന്റെ ആത്മാവ് ആ കെട്ടെന്നെ എടുത്തു കാണിച്ചു. ഞാൻ നോക്കുമ്പോൾ ഒരു രീതിയിലും ഈ കെട്ടഴിയുവാൻ സാധ്യതയില്ല. ഞാൻ ശക്തമായി അന്യഭാഷയിൽ ഞാൻ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വയം ഈ കെട്ടഴിഞ്ഞു വരുന്നതായിട്ട് കർത്താവിനെ കാണിച്ചു. അഴിഞ്ഞ് ഈ കെട്ടഴിഞ്ഞ് പൂർണ്ണമായി മാറിയിട്ട് ഈ ചാക്ക് ഇതിന്റെ മൂടുപടത്തിൽ നിന്ന്, ഈ കുടത്തിന്റെ മണ്ടയിൽ നിന്ന് അത് തനിയെ മാറുന്നതായിട്ട് കർത്താവിനെ കാണിച്ചു. ഞാൻ നോക്കുമ്പോൾ ഒരു കുഞ്ഞു കുടമാണ്, അതിനകത്ത് നിന്ന് വെള്ളം, നല്ല തെളിഞ്ഞ വെള്ളം ഒഴുകി അത് തോടായി മാറി, അത് ആറായി മാറി. ഞാൻ നോക്കുമ്പോൾ അനേകരെ അതിൽ നിന്ന് കടന്നു വന്ന് കോരി കുടിച്ച് ആശ്വാസത്തോടെ മടങ്ങിപ്പോകുന്നൊരു കാഴ്ച ദൈവത്തിന്റെ ആത്മാവിനെ കാണിച്ചു തന്നു. ദേവദാസനെ, ദൈവമക്കളെ, അന്ന് രാത്രിയിൽ എന്റെ തലവേദനയെ കർത്താവ് മാറ്റി പരിപൂർണ്ണ വിടുതൽ എനിക്ക് നൽകി തരുവാനായിട്ട് ഇടയായി തീർന്നു. വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഒരു മീറ്റിംഗിൽ ഇരിക്കുമ്പോൾ ഒരു ദേവദാസൻ വന്ന് എന്നോട് പറഞ്ഞു, മോളെ, നിന്റെ തലയ്ക്കകത്ത് ട്യൂമർ ഇട്ട് ഒരിക്കലും നീ പുറത്തു വരാതെ വണ്ണം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടാൻ ശത്രു കെട്ടിയ കെട്ട് ഞാൻ ഇറങ്ങി വന്ന് അഴിച്ചതാണെന്ന് നീ മനസ്സിലാക്കണം. ദേവദാസനെ, ദൈവമക്കളെ, ഞാൻ കണ്ട ദർശനവും എനിക്കറിയാം. ആ ദേവദാസൻ എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, എന്റെ അപ്പൻ ഇറങ്ങി വന്ന് എന്നെ വിടുവിച്ചതാ. അനേകർ നടുവിൽ സാക്ഷിയായി നിൽക്കുവാൻ, അനേകർക്ക് കൈത്താങ്ങൽ കൊടുക്കുവാൻ വേണ്ടി കർത്താവിനെ വിളിച്ചതാണെന്നുള്ള ഒരു ബോധ്യം കൂടെ എനിക്ക് ഉറപ്പാക്കുവാൻ കർത്താവിനെ സഹായിച്ചു. അന്ന് രാത്രി എന്നെ കർത്താവിനെ വിടുവിച്ചു. വർഷങ്ങൾ ഇന്ന് വരെ ആ വേദന എന്റെ ജീവിതത്തിൽ വന്നിട്ടില്ല. സ്തോത്രം. കർത്താവ് വിടുവിച്ചാൽ അത് വിടുതല, അത് ഭാഗികമല്ല, അത് പൂർണ്ണ വിടുതൽ കർത്താവ് നൽകി തരുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. അങ്ങനെ അതിശക്തമായി ഞാൻ മുന്നോട്ട് കടന്നു വന്നപ്പോഴാണ്, 10ാം ക്ലാസ്സിലായിരുന്നപ്പോൾ
ഞാൻ പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ ആത്മാവിനെ ദർശനത്തിൽ കൂടി കാണിച്ചു തന്നു ഞാൻ പാസ്സാകുന്നതും പപ്പായുടെ അടുത്ത് എന്ന് പറയുന്ന ഒക്കെ കർത്താവ് എന്നെ കാണിച്ചു തന്നതും പ്രകാരം മുന്നോട്ട് പോയി. എന്റെ അയലോക്കത്ത് ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു. ആ അമ്മച്ചി ഇങ്ങനെ പറഞ്ഞു, ഞങ്ങളുടെ അമ്മയുടെ അടുത്ത് പറഞ്ഞു, ലീലാമ്മേ, ഇവള് എങ്ങനെയോ 10ാം ക്ലാസ് പാസ്സായി. എന്റെ സഹോദരങ്ങൾ പോലും പറഞ്ഞു മേ ബി മോഡറേഷൻ കിട്ടിയായിരിക്കും ഇവള് പാസ്സായെന്ന്. പക്ഷെ മോഡറേഷൻ ഒന്നും കിട്ടാതെ തന്നെ കർത്താവ് എനിക്ക് വിജയം തരുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. എന്റെ കഴിവ് കൊണ്ടോ അല്ല ദൈവദാസനെ ദൈവമക്കളെ ഞാൻ പറയുന്നത്, എന്റെ കർത്താവ് വലിയവനാ. എന്റെ ദൈവത്താൽ അസാധ്യമായ യാതൊരു കാര്യമില്ല. എന്റെ അപ്പച്ചൻ എന്നെ കരുതിയ കരുതലുകൾ എനിക്ക് എത്ര എക്സ്പ്ലെയിൻ ചെയ്താലും എനിക്ക് പറയാൻ എങ്ങനെ അത് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. അതുപോലെ ദൈവത്തിന്റെ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞൊരു വ്യക്തിയാ. സ്തോത്രം. പ്രീ ഡിഗ്രിക്ക് പഠിക്കാൻ പോകാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഞങ്ങളുടെ അടുത്തൊരു അമ്മച്ചിയുടെ ഒരു ഡയലോഗ് ഞാൻ പറയട്ടെ, ഇവളെ വല്ല തയ്യൽ വല്ലതും പഠിക്കാൻ വിടലില്ലാമേ, ഇവളെങ്ങനെയോ പാസ്സായതാ എന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു. എന്റെ അമ്മ ഇങ്ങനെ പറഞ്ഞു, ഇല്ല ഇവള് 2 വർഷം പോട്ടെ. എന്റെ അമ്മയ്ക്കും അറിയത്തില്ല ഞാൻ പ്രീ ഡിഗ്രി പാസ്സാകുമോന്ന്. 2 വർഷം പോയി എന്തെങ്കിലും ഇംഗ്ലീഷ് വല്ലോ മനസ്സിലാക്കട്ടെ എന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് ചേർത്തില്ല. ഞാൻ തന്നെയാ പോയി ചേർന്നത്. പ്രീ ഡിഗ്രിക്ക് ഒരു പാരൽ കോളേജിൽ പോയി ചേർന്നു. സ്തോത്രം. എന്നും പോകുന്നതിന് മുമ്പ് ദൈവമക്കളെ ഞാൻ പറയാം, 15 മിനിറ്റ് 8:45 മുതൽ 9 മണിയുള്ള സമയം ഞാൻ ദൈവത്തിന്റെ സന്നിധി മുട്ടുമടക്കും. ഞാൻ പ്രാർത്ഥിക്കും, കർത്താവേ, എനിക്ക് കഴിവില്ല, എനിക്ക് ബുദ്ധിയില്ല. നമ്മളെ എപ്പോഴും ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ നമ്മളെ തന്നെ ഒന്ന് സറണ്ടർ ചെയ്യണം. കർത്താവിന്റെ സന്നിധി നമ്മളൊന്നും അല്ലെന്ന് നമ്മൾ കർത്താവിനോട് പറയണം. ചിലരെയൊക്കെ പോക്കും വരവും ഇരിപ്പും ഒക്കെ കണ്ടാൽ ഞാൻ എന്തോ സംതിങ് ആണ്, എനിക്ക് എന്നെ കൊണ്ട് എന്തോ കഴിയും. നമ്മളെ കൊണ്ട് ഒന്നും കഴിയത്തില്ല കേട്ടോ. എന്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുക, നമ്മളൊന്നും അല്ല. അകത്തോട്ട് എടുക്കുന്ന ശ്വാസം വെളിയിലോട്ട് പോകണമെങ്കിൽ കർത്താവിന്റെ കൃപയാലാണ്. അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കിക്കോണം. ദൈവം നമ്മളെ നടത്തുന്ന കൃപയൊന്ന് മാത്രം അതൊന്നും ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം. രാവിലെ എഴുന്നേറ്റ് കട്ടിലിൽ ഇരിക്കുമ്പോൾ എഴുന്നേൽക്കാൻ ആരോഗ്യം തന്ന ദൈവത്തെ സ്തുതിക്കണം. യേശുപ്പച്ചനോട് പറയണം, കർത്താവെ, അങ്ങനെ ഞാൻ സ്നേഹിക്കുന്നു. നമ്മൾ മറ്റുള്ളവർ ഐ ലവ് യു നമ്മളോട് പറയുമ്പോൾ നമ്മൾ തിരിച്ചു പറഞ്ഞില്ലെങ്കിൽ അതിനെന്താ അവർ മീൻ ചെയ്യുന്നത്, നമ്മളെ ഇഷ്ടപ്പെടുക. പക്ഷേങ്കിൽ ദൈവം നമ്മളെ സ്നേഹിക്കും. നമ്മൾ രാവിലെ എഴുന്നേറ്റ് പറയണം, ഐ ലവ് യു ഡാഡി. എന്റെ എക്സ്പീരിയൻസാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഏറ്റവും നന്നായി ഞാൻ എൻ്റെ ഫാദറിനെ ഞാൻ പപ്പ എന്ന് വിളിക്കുന്നത്. പക്ഷെ ഞാൻ എൻ്റെ യേശുപ്പച്ചനെ ഡാഡി എന്നാണ് വിളിക്കുന്നത്. ഐ ലവ് യു ഡാഡി എന്ന് ഞാൻ പറയാറുണ്ട്. കാരണം എന്നെ നടത്തിയ വഴികളെ ഓർക്കുമ്പോൾ എനിക്ക് മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ നമുക്കൊരു എക്സ്പീരിയൻസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. നമ്മൾ തിരിച്ച് സ്നേഹിക്കുന്നവരായി തീരട്ടെ. നമ്മൾ ഒരു 1 വേ മാത്രമല്ല 2 വേ ആയി തീരട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ കുറിച്ച് അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പ്രീ ഡിഗ്രിയുടെ കാര്യം ഞാൻ പറഞ്ഞു വരുവാണല്ലോ. 2 അക്ഷരം പഠിക്കട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ അമ്മ ഇങ്ങനെ പറയുവാനായിട്ട്, എന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, മറ്റുള്ളവർ നിന്നെ കുറിച്ച് ഇങ്ങനെ പറയുന്നത്, നീ പഠിക്കാതെ ഇങ്ങനെ നടന്നു, നിന്നെ കെട്ടിച്ചു വിടുമ്പോൾ മറ്റുള്ളവരുടെ കലമൊക്കെ തേച്ച് ഇങ്ങനെ നടക്കാം എന്ന് ഞങ്ങളുടെ അമ്മ അതുകൂടെ കൂട്ടി പറയുവാനായിട്ട് ഇടയായി തീർന്നു. പക്ഷേങ്കിൽ ഞാൻ ഒന്നും മറുപടി പറഞ്ഞില്ല. എന്നാൽ കർത്താവ് എൻ്റെ ഉള്ളിൽ പ്രേരണ തന്ന അനുസരിച്ച് ദൈവമക്കളെ പ്രാർത്ഥിക്കുവാൻ ഒരു വ്യക്തിപരമായ ഒരു ബന്ധം കർത്താവുമായിട്ട് നിലകൊള്ളുവാൻ ദൈവം എന്നെ സഹായിച്ചു. എന്നും രാവിലെ പ്രാർത്ഥിച്ചിട്ട് പോകും. പഠിക്കാനുള്ള മിടുക്കൊണ്ടൊന്നുമല്ല. പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ റിസൾട്ട് വരുന്നതിന് തലയാഴ്ച ദൈവാത്മാവിനെ കാണിച്ചു തന്നു. എൻ്റെ മാർക്ക് ലിസ്റ്റ് കയ്യിൽ മേടിക്കുന്നതിന് മുമ്പായി എൻ്റെ മാർക്ക് ലിസ്റ്റ് ദേവദാസനെ ഞാൻ കണ്ട വ്യക്തിയാ. സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ മാർക്ക് ഓരോന്നും എടുത്ത് കർത്താവിനെ കാണിച്ചു തന്നു. എല്ലാം കാണിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റിൽ എന്നെ കാണിക്കുന്നതിനാണ് പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ എക്സാമിനേഷൻ യു പാസ്ഡ്. ഇങ്ങനെയാണ് എന്നെ കാണിച്ചു തന്ന സെന്റൻസും എന്നെ കാണിച്ചു തന്നു. ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ്, ഞാൻ റാന്നി സെന്റ് തോമസ് കോളേജിന് മുമ്പിൽ പോയി നിൽക്കുന്നത് ഞാൻ സൈൻ ഇട്ട് മേടിച്ചിട്ട് എൻ്റെ കണ്ണ് നിറയിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഞാൻ ഇത് മേടിച്ച് പാസ്സായ ഈ മാർക്ക് ലിസ്റ്റ് കൊണ്ട് ഞാൻ മാറി നിന്ന് ഞാൻ എൻ്റെ കർത്താവിനെ കൈ ഉയർത്തി സ്തുതിക്കുന്ന ഒരു കാഴ്ച കർത്താവിനെ കാണിച്ചു തന്നു. നമ്മൾ നന്മ പ്രാപിക്കുന്നവർ മാത്രമായി തീരരുത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊടുക്കേണ്ട മഹത്വം നമ്മൾ ദൈവത്തിന് കൊടുക്കണം. അങ്ങനെ ആ കാര്യം എന്നെ കാണിച്ചു തന്നിട്ട് ഞാൻ ബസ് കയറി ഞാൻ വീട്ടിൽ ചെന്ന് ആരെന്നെ കുറിച്ച് പറഞ്ഞു അതേ വായിൽ നിന്ന് തിരുത്തി എഴുതിപ്പിക്കുവാൻ കർത്താവ് സഹായിച്ചു. ഇവള് പഠിക്കത്തില്ല, അവൾക്ക് കഴിവില്ലെന്ന് പറഞ്ഞ ആള് തന്നെ പറഞ്ഞു, ലീലാമ്മ ഇനി ഇവളെ ശ്രദ്ധിക്കണ്ട, ഇവള് പഠിച്ചോളൂന്ന്. നമ്മുടെ ദൈവം വിശ്വസ്തന, വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവം. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെ ഫസ്റ്റ് ഇയർ ഒറ്റ എഴുത്തിന് പാസ്സാകുവാൻ കർത്താവിനെ സഹായിച്ചു. പ്രീ ഡിഗ്രി കഴിഞ്ഞു. ഞാൻ അങ്ങനെ പ്രീ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ബറോഡയിലേക്ക് കടന്നു വരുന്നത്. അവിടെ കർത്താവിനെ പരിപാലിച്ചു. 1 വർഷം കഴിഞ്ഞതിന് ശേഷം എൻ്റെ സെക്കൻഡ് ഇയറിൽ ഒരു വിഷയം പോയി. എന്നോട് എൻ്റെ പപ്പ പറഞ്ഞു, നീ അത് എഴുതിയെടുത്തതിന് ശേഷം നീ എവിടെയെങ്കിലും പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിച്ചു വന്ന് അത് എഴുതിയെടുത്തു കഴിഞ്ഞപ്പോഴാണ് നഴ്സിംഗ് പഠിക്കാനുള്ള വഴികളെ കർത്താവ് എനിക്ക് വേണ്ടി തുറക്കുന്നത്. ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെങ്കിൽ ഇത്രയും ലക്ഷം രൂപ ഒന്നും എടുക്കാൻ എൻ്റെ കയ്യിലില്ലായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു കർത്താവിന്റെ സന്നിധിയിൽ, ദൈവത്തിന്റെ ഹിതം, എനിക്ക് രോഗികളെ ശുശ്രൂഷിക്കുന്ന ഇഷ്ടമാണ്, മറ്റുള്ളവരോട് സുവിശേഷം പറയുന്നത് എനിക്ക് ഇഷ്ടമാണ്. ഞാൻ രോഗികളുടെ ഇടയിൽ പോയി പ്രാർത്ഥിക്കാറുണ്ട്.
നമ്മുടെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ ഒക്കെ കർത്താവ് അറിഞ്ഞ് ദൈവമക്കളെ, ജീവിതത്തിൽ ഞങ്ങളുടെ ബാങ്ക് ലോൺ പാസ്സാക്കിയിട്ടില്ല, ഒരു എഡ്യൂക്കേഷൻ ലോണ്. പക്ഷേ എനിക്ക് വേണ്ടി കർത്താവ് വലിയവ ചെയ്തു. ആ ബാങ്കിൽ നിന്ന് എനിക്ക് ലോൺ കിട്ടുവാനായിട്ട് ഇടയായി തീർന്നു. ലോൺ കിട്ടിയത് കാരണത്താൽ ഞാൻ നേഴ്സിംഗ് പഠിച്ചു. ഹൈദരാബാദ് പോയി പഠിച്ചു. അവിടെ ഞാൻ നേഴ്സിംഗ് പഠിക്കാൻ ഇറങ്ങുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. കർത്താവേ, ഞാൻ പോയി ഒരു നേഴ്സിംഗ് സർട്ടിഫിക്കറ്റ് എനിക്ക് ലഭിച്ചു എന്നല്ല, പക്ഷെ ഞാൻ അറിഞ്ഞ ഈ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകരുവാൻ കർത്താവ് എനിക്ക് കൃപ തരണമേ എന്ന് ഞാൻ അവിടുന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. എല്ലാവരും, ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നപ്പം എല്ലാവരുടെയും കൂടെ അവരുടെ മാതാപിതാക്കളെ, സഹോദരങ്ങൾ ആരെങ്കിലും ഒക്കെ ഉണ്ടായിരിക്കും. എന്നാൽ എൻ്റെ കൂട്ടത്തിൽ ആരുമില്ല. എൻ്റെ കയ്യിൽ ഒരു പെട്ടി, ഒരു ബാഗും മാത്രം. പലരും കരഞ്ഞവരൊക്കെ എന്നെ കണ്ടിട്ട് കരച്ചിലവിടെ നിർത്തി ചോദിച്ചു, മോളെ എങ്ങനെയാ കാര്യങ്ങൾ? ഞാൻ പറഞ്ഞു, എൻ്റെ സഹോദരൻ അന്ന് വയ്യാതിരിക്കുമായിരുന്നു, വരാൻ കൂടെ എൻ്റെ അത്രയ്ക്കും അവള് സാമ്പത്തികം ഇല്ലാത്തതിനാൽ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട് ട്രെയിൻ യാത്ര ചെയ്ത കാരണത്താലും ഞാൻ പറഞ്ഞു ഞാൻ തന്നെ പൊക്കോളാം. അങ്ങനെ ഞാൻ അവരുടെ കൂടെ പോയി. അവിടെ ചെന്നു ദൈവനാമോത്തത്തിനാക്കി. ഞാൻ പറയട്ടെ, സ്തോത്രം, അങ്ങനെയാണ് എനിക്ക് ആൻസിയെ കിട്ടുന്നത്. സ്തോത്രം, ഞങ്ങൾ അവിടെ പ്രാർത്ഥന വയ്ക്കുവാനും അങ്ങനെ ദൈവത്തിന്റെ കൃപയാല് പെട്ടെന്ന് ചാടി കയറി പ്രാർത്ഥിക്കുവാനായിട്ട് കർത്താവ് സഹായിച്ചു. പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ മീറ്റിങ്ങില് ദേവദാസൻ പറഞ്ഞു, ഞങ്ങള് ഫസ്റ്റ് ഇയറിലോട്ട് കയറുവാണ്. അപ്പം ഞങ്ങളുടെ തേർഡ് ഇയറിലെ ചേച്ചിമാർ ഗ്രാജുവേറ്റ് ചെയ്ത് ഇറങ്ങുക. അങ്ങനെ PYP മാസത്തിൽ ഒരിക്കൽ അവിടെ നടക്കുവാനായിട്ട് ഇടയായി തീരും. അപ്പം ദേവദാസൻ പ്രോഗ്രാം എഴുതിക്കൊണ്ടിരുന്നപ്പം ഒരു സീനിയർ ചേച്ചി പറഞ്ഞു, അടുത്ത മാസം പ്രസംഗിക്കേണ്ടത് ഫസ്റ്റ് ഇയേഴ്സിൽ നിന്ന് ഒരാൾ വേണം. ഫസ്റ്റ് ഇയേഴ്സ്, സെക്കൻഡ് ഇയേഴ്സ്, തേർഡ് ഇയേഴ്സ്, അങ്ങനെ ആരിലും ഒരാൾ 3 പേര് പ്രസംഗിക്കാറുണ്ട്. അങ്ങനെ ഇപ്പം വന്നിരിക്കുന്ന കൂട്ടത്തിൽ ഒരാൾ പ്രസംഗിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആരും മിണ്ടുന്നില്ല, എല്ലാം നിശബ്ദമായിട്ടിരിക്കുക. ആരും മിണ്ടുന്നില്ലെന്ന് കണ്ടപ്പോൾ ദേവദാസൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പറഞ്ഞു, ഇന്നാരാ പ്രാർത്ഥിച്ച ആള് പ്രസംഗിക്കുമെന്ന് പറഞ്ഞു. അയ്യോ, എൻ്റെ ചങ്കിനകത്ത് വലിയൊരു ഇടിവാള് പോലെ, ഒരു തീ പോലെ വന്നു. ഞാൻ വിചാരിച്ചു, കർത്താവേ എന്ത് ചെയ്യണം? പ്രാർത്ഥന ഓക്കെ, നമ്മുടെ ഗ്രൂപ്പ് സോങ് എന്നൊക്കെ പറയുന്ന ഒറ്റയ്ക്ക് പാടത്തില്ല, എന്നാലും കൂട്ടത്തിൽ പാടുമെന്നൊക്കെ ഉള്ള, അല്ലാതെ അങ്ങനെയുള്ള പ്രത്യേകിച്ച് കഴിവുകളൊന്നുമില്ല. എന്നാൽ ഇങ്ങനെ പറഞ്ഞു. എനിക്ക് പേടിച്ച്, സീനിയേഴ്സിനെ പേടിച്ചിട്ട് എനിക്കൊന്നും പറയാനും വയ്യാത്ത അവസ്ഥ, മിണ്ടാതിരുന്നു. എൻ്റെ പേര് എഴുതിയെടുത്തു. ദിവസങ്ങളൊക്കെ അടുത്തു. എനിക്ക് അറിഞ്ഞുകൂടെ ഞാൻ എന്ത് പ്രസംഗിക്കണമെന്ന് അറിഞ്ഞൂടാ. കാരണം എൻ്റെ ചെറുപ്പത്തിലെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങളുടെ ഈ പെരുന്നാട്, റാന്നി പെരുന്നാട് ചർച്ചിൽ എല്ലാവരും നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നല്ല വിവരമുള്ള മനുഷ്യരാണ്. എൻ്റെ ഒപ്പമുള്ള ഞാൻ മാത്രമേ ഉള്ളൂ അതിനകത്ത് ഒരു ബോധവും ഇല്ലാത്തത്. ഇപ്പം മണക്കാല ബൈബിൾ കോളേജിൽ പഠിച്ചിറങ്ങിയ ഡോക്ടർ ജോർജ് കുട്ടി KB ഇപ്പം ഷാർജ ചർച്ചിലെ ലീഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ എല്ലാവരും നല്ല ഡിഗ്രിക്കാരും നല്ല ക്വാളിഫൈഡ് ആൾക്കാരുമാണ് ഞങ്ങളുടെ ചർച്ചിലുള്ളത്. അപ്പം ഞാൻ PYPക്ക് ഒരു പാട്ട് പാടാൻ വേണ്ടി എഴുന്നേറ്റ് നിന്ന് ചെല്ലക്കാട് ചർച്ചില് താലന്ത് പരിശോധനയ്ക്ക് അവിടെ ചെന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു പാട്ട് പാടാൻ ഞാൻ എഴുന്നേറ്റ് നിന്ന് ദേവദാസിനെ ഞാൻ 3 പാട്ട് പാടി, 3 4 പാട്ട് പാടി തിരിച്ചു വന്നിരുന്നൊരു വ്യക്തിയാണ്. ഞാൻ കണ്ണു തുറന്നു നോക്കുമ്പോൾ, പ്രൈസലോട് പറഞ്ഞു നിന്ന് ഞാൻ കണ്ണു തുറന്നു നോക്കുമ്പോൾ ഒരു സൈഡ് പൊങ്ങി വരുന്നു. ഞാൻ വിചാരിച്ചു എനിക്ക് തോന്നുമായിരിക്കും, അടുത്ത സൈഡ് നോക്കുമ്പോൾ അടുത്ത സൈഡ് പൊങ്ങി വരുന്നു. എനിക്ക് മനസ്സിലായി തലകറങ്ങുവാണ്. അങ്ങനെ ഒരു പാട്ട് തുടങ്ങി 4 പാട്ട് പാടി. എല്ലാവരും അവിടെ ഇരുന്ന് ഓഡിയൻസ് എല്ലാം ചിരിച്ചു. ഞാൻ അവിടെ തിരിച്ചു വന്നിരുന്നിട്ട് എനിക്ക് ഭയങ്കര പ്രയാസമായി പോയി. അന്ന് ഞാൻ പറഞ്ഞു, ഇനി മേലിൽ 4 പേരുടെ മുമ്പിൽ ഞാൻ നിൽക്കത്തില്ല എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ തീരുമാനം എടുത്തപ്പോൾ എൻ്റെ സ്വർഗം എഴുതി, ഞാൻ നിന്നെ നിർത്തുമെന്ന്. സ്തോത്രം, ഹല്ലേലൂയ. ദൈവനാമത്തിന് വേണ്ടി നിൽക്കുവാൻ, പലയിടങ്ങളിൽ നിൽക്കുവാൻ കർത്താവിനെ സഹായിച്ചു. സ്തോത്രം. അങ്ങനെ നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്നപ്പം ദൈവവചനം പറയുവാൻ വേണ്ടി എൻ്റെ പേര് എഴുതിയെടുത്ത് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. അപ്പച്ചാ, എനിക്ക് ഒന്നിനും കഴിവില്ല, നമുക്ക് പറയാനുള്ള നമ്മുടെ ദൈവം മാത്രമേ ഉള്ളൂ, ആശ്രയിപ്പാൻ നമ്മുടെ ദൈവം മാത്രമേ ഉള്ളൂ. അന്നും ഇന്നും എനിക്കൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വരുമ്പം ഞാൻ എപ്പോഴും പറയുന്ന, ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്ന ദൈവസന്നിധിയാണ്. ഞാൻ യേശുവിനോട് പറഞ്ഞു, അപ്പച്ചാ എനിക്ക് ഒന്നിനും കഴിവില്ല, എന്നെ ആര് സഹായിക്കും ഈ സമയത്ത്? ഞാനിങ്ങനെ കുളിക്കാൻ വേണ്ടി ടോയ്ലറ്റിന്റെ വെളിയിൽ നിൽക്കുക, അകത്തൊരാൾ കുളിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ദൈവത്തിന്റെ എനിക്ക് അറിഞ്ഞുകൂടാ, ഒരാൾ വന്നേച്ച് എന്നോട് പറയുന്നത് പോലെ, ദേവദാസിനെ, ദൈവമക്കളെ, ഈ അബ്രഹാമിനെ പറ്റി എനിക്ക് ഇന്നും അറിയത്തില്ല ആ വാക്യങ്ങളൊക്കെ എവിടെ കിടക്കുന്നതെന്ന്. എന്നോട് ഇങ്ങനെ ഓരോന്ന് സംസാരിക്കുവാനായിട്ട് പറഞ്ഞു തരുന്ന പോലെ ഞാൻ കേൾക്കുവാണ്. ഇങ്ങനെ സംസാരിച്ചു. ഞാൻ പെട്ടെന്ന് കയറി കുളിച്ചു ഞാൻ റൂമിൽ ചെന്ന് എൻ്റെ വചനം എടുത്ത് നോക്കിയപ്പോൾ ഞാൻ കേട്ട ശബ്ദത്തിൽ അതേപോലെ കാണുകയാണ് വചനങ്ങളൊക്കെ. എന്നോട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു തരുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാലേ ആ സമയത്തെ ബുദ്ധി ഓർക്കണം, ഒരു പേപ്പറിനകത്ത് എഴുതി വെക്കാനും തോന്നിയില്ല. സ്തോത്രം. അത് കേട്ടതുപോലെ തന്നെ വചനമെല്ലാം ഞാൻ കണ്ടു, ബൈബിൾ തുറന്ന് അതെല്ലാം കണ്ടച്ച് അങ്ങനെ അടച്ച് ഞാൻ അവിടെ ചെന്ന് നിന്നു.
അവിടെ ചെന്നിരുന്നു. എൻ്റെ പേര് വിളിച്ചു. എൻ്റെ പേര് വിളിച്ച് ഞാൻ മുമ്പിൽ പോയി എഴുന്നേറ്റ് നിന്നതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. കാരണം ഒരു ബാഡ് എക്സ്പീരിയൻസ് എനിക്കുണ്ട് എൻ്റെ ചെറുപ്പത്തിലെ. ഞാൻ നിൽക്കത്തില്ലെന്ന് മനസ്സിൽ ശപഥം ചെയ്തതാ. പക്ഷെങ്കിൽ ഞാൻ അവിടെ ചെന്ന് നിന്നതോ, ഞാൻ അവരെ പ്രൈസിലോട് പറഞ്ഞ് ഞാൻ അവരെ മീറ്റിങ്ങിൽ തുടങ്ങാൻ വേണ്ടി ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ, ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി പരിവർത്തിക്കുവാനായിട്ട് തുടങ്ങി. ദൈവവചനം ഞാൻ വായിച്ചു. പിന്നെ ഞാനല്ല അവിടെ സംസാരിച്ചത്, കർത്താവിൻ്റെ കൃപയാൽ സ്തോത്രം, പരിശുദ്ധാത്മാ അഭിഷേകത്തിൽ അവിടെ നിന്ന് ആ വാക്യങ്ങളും ദൈവത്തിന്റെ നാമം, ദൈവത്തിന്റെ വചനം എൻ്റെ നാവിൽ തന്നതൊക്കെ ഞാൻ വിളിച്ചു പറയുവാനായിട്ട് ഇടയായി തീർന്നു. എല്ലാവരും അത് കേട്ട് വലിയൊരു ആത്മ സാന്നിധ്യം കടന്നു വന്ന ചേച്ചിമാരും എന്നോടൊപ്പം ഉള്ളവരും ഒക്കെ അത് അനുഭവിപ്പാനായിട്ട് ഇടയായി തീർന്നു. മീറ്റിംഗ് കഴിഞ്ഞ എൻ്റെ സീനിയേഴ്സ് എല്ലാം വന്ന് എന്നോട് ചോദിച്ചു, നിന്റെ പപ്പ ഏത് സഭയിലാണ് ശുശ്രൂഷിക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞു, ഞാനൊരു ശുശ്രൂഷന്റെ മകളല്ല, ഞാൻ സാധാരണ ഒരു കൂലി വേലക്കാരന്റെ മകളാണെന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു. ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ കൃപ നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ശിഷ്യന്മാരൊക്കെ അവർക്ക് കഴിവില്ലാത്തവരെ കർത്താവ് കരങ്ങളിലെടുത്ത് ഉപയോഗിച്ച ചരിത്രം നമ്മൾ വായിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ താണിരുന്നാൽ, ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമ്മുടെ അവസ്ഥകൾ, ഉള്ള അവസ്ഥ നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ പറഞ്ഞാൽ നമ്മളെ നടത്തുവാൻ, നമ്മൾക്ക് കൈത്താങ്ങൽ തരുവാൻ, നമ്മുടെ ദൈവത്തിന്റെ ശബ്ദം കേട്ട് ഓരോ ദിവസവും നമ്മളെ നടത്തുവാൻ കർത്താവ് മതിയായവനാണ്. സ്തോത്രം. അങ്ങനെ 3 വർഷം അവിടെ പഠിച്ചു. ആൻസി ഇതിൽ വന്ന് സാക്ഷ്യം പറഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്ന. സ്തോത്രം. അവള് എന്നോട് പറയാറുണ്ട്, എടി നീ ഇല്ലാത്ത സാക്ഷ്യം എനിക്കില്ല. കാരണം സ്തോത്രം, ദൈവത്തിന്റെ സന്നിധിയിൽ അവൾ കടന്നു വന്നത് എൻ്റെ മിടുക്കോ സാമർത്ഥ്യ കഴിവൊന്നും അല്ല. പലരും എന്നോട് വാക്തത്വം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ മുഖാന്തരം അനേകർ ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്ന ആ ഒരു ഫാമിലി, സ്തോത്രം, ആൻസിയുടെ കുടുംബം കടന്നു വരുവാനായിട്ട് കർത്താവിനെ സഹായിച്ചു. ഹല്ലേലൂയ. അവിടെ പ്രയാസങ്ങൾ അവിടെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് പ്രാർത്ഥിച്ച് അവർക്ക് കൊടുക്കുവാനും അവർക്ക് രോഗസൗഖ്യം കർത്താവ് അവിടെ പകരുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ വിടുതൽ കാണുവാനും അനേക കുഞ്ഞുങ്ങളെ അന്ന് പ്രാർത്ഥിച്ചവര് ഇന്ന് പലരും സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്ന ദേവദാസനെ, എന്നെ കേൾക്കുന്ന പ്രേക്ഷകരോട്, നേഴ്സുമാരാരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ, നിങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നവരായിരിക്കാം, അല്ലെ വിവിധ ഇടങ്ങളിൽ നിങ്ങളായിരുന്ന നിങ്ങൾക്ക് ജോലിയോടനുബന്ധിച്ച് മറ്റുള്ളവർ ഒരുമിച്ച് പ്രാർത്ഥിപ്പാൻ നിങ്ങൾക്ക് ഒരു അവസരം കിട്ടിയാൽ നിങ്ങൾ അതൊരിക്കലും അത് മിസ്യൂസ് ചെയ്യരുത്. നിങ്ങൾ മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാതെ കർത്താവ് നടത്തിയ വിധങ്ങളെ പറ്റി മറ്റുള്ളവരോട് ഷെയർ ചെയ്ത് നമ്മൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചാൽ കർത്താവ് വൻ കാര്യങ്ങളെ ചെയ്യുവാനായിട്ട്, അനേക കെട്ടപ്പെട്ട കുടുംബങ്ങളെ വിടുവിച്ചെടുത്ത് പുറത്തു കൊണ്ടുവരുവാൻ കർത്താവ് നമ്മളെ അതിനുവേണ്ടി ഉപയോഗിക്കുവാനായിട്ട് ഇടയായിത്തീരും. അങ്ങനെ എനിക്ക് വളരെ സന്തോഷമുണ്ട്. സത്യത്തിലും ആത്മാവിലും എന്നേക്കാൾ ചുറുചുറുക്കോടെ ദുബൈയുടെ പ്രദേശത്ത് അവൾ ആയിരിക്കുന്നു. സ്തോത്രം. അനേക കുടുംബങ്ങളെ, അനേക വ്യക്തി ജീവിതങ്ങൾ ദൈവത്തെ അറിഞ്ഞ് ദൈവത്തെ സ്നേഹിച്ച് കുടുംബമായിട്ട് കഴിയുന്നു എന്ന് ഞാൻ കേട്ടു. അതിനൊക്കെ ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ നേഴ്സിംഗ് പഠിച്ച് 3 വർഷം ദൈവത്തിന്റെ കൃപയാൽ അവിടെ പഠിച്ചിറങ്ങുവാൻ കർത്താവിനെ സഹായിച്ചു. ഒരു സർട്ടിഫിക്കറ്റ് മേടിച്ചു എന്നല്ല എൻ്റെ ജീവിതത്തിൽ എനിക്ക് സന്തോഷമുള്ളത്. ഇതുപോലുള്ള അനേക എന്നെ സമപ്രായക്കാരെ ഇപ്പോൾ സത്യത്തിലും ആത്മാവിലും ദൈവത്തെ കേൾക്കുന്നതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. സ്തോത്രം. മുമ്പേ നിന്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ, അതോടുകൂടി സകലതും നൽകിത്തരാൻ യോഗ്യനായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. സ്തോത്രം. ഹല്ലേലൂയ. ആ ദൈവത്തെയാണ് നമ്മൾ മുറുകെ പിടിച്ചിരിക്കുന്നത്. സ്തോത്രം. വിശ്വസ്തയോടെ, കളങ്കമില്ലാതെ. സ്തോത്രം. കാരണം കുശുമ്പും കുന്നായ്മയും ഒന്നും വെക്കാതെ നിഷ്കളങ്കതയോടെ നമ്മൾ ദൈവത്തെ സേവിക്കണം. മറ്റുള്ളവരുടെ നന്മയിൽ നമ്മൾ സന്തോഷിക്കണം. ഒരിക്കലും നമ്മൾ സങ്കടം, അവൾക്ക് അങ്ങനെ എന്തുകൊണ്ട്, അവരുടെ കണ്ണുനീരാണോ, നമ്മൾ അവരുടെ കൂട്ടത്തിൽ ഇറങ്ങിച്ചെന്ന് അവരെ നമ്മൾ കൈ പിടിച്ച് കയറ്റണം. സ്തോത്രം. അല്ലെങ്കിൽ അവർക്ക് അത് വരട്ടെ എന്ന് ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത്. കഷ്ടതയായാലും പട്ടിണിയായാലും നമ്മളെക്കാൾ കഴിവത് നമുക്ക് ചിലപ്പോൾ കൊടുത്ത് സഹായിപ്പാൻ കഴിയത്തില്ലെങ്കിൽ, സഹോദരി അല്ലെ സഹോദരൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ നല്ല വാക്കുകൾ, നല്ല അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മളത് ഷെയർ ചെയ്യണം. ദൈവത്തിന്റെ നാമം അവിടെ മഹത്വം എടുക്കാനായിട്ട് കർത്താവ് സഹായിക്കും. അങ്ങനെ ഞാൻ പഠിച്ചു കഴിഞ്ഞ് ഞാൻ നാട്ടിൽ വന്നപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, നീ ബറോഡയിലേക്ക് കടന്നു പോകണം എന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, പ്രീ ഡിഗ്രി കഴിഞ്ഞ് 1 വർഷം ഞാൻ ബറോഡയിൽ പോയി നിന്ന എക്സ്പീരിയൻസ് എനിക്ക് അത് വലിയ താല്പര്യമില്ലാത്തതിനാൽ ഞാൻ പറഞ്ഞു, ഞാൻ ഇനി ബറോഡയിൽ പോകുന്നില്ല. അവിടുത്തെ പാസ്റ്ററിന് എന്നെ വളരെ ഇഷ്ടമായതുകൊണ്ട് പാസ്റ്റർ പറഞ്ഞു, മീറ്റിംഗ് ഒക്കെ ഇങ്ങനെ പാസ് ഇല്ലാത്തപ്പോൾ ഞാനായിരുന്നു അവിടെ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു, സൂസനെ തിരിച്ചു കയറി വരണം, അപ്പോൾ ആ ഹോസ്പിറ്റലിൽ കയറണമെന്ന് പറഞ്ഞു, ജോലിയൊക്കെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ
ഞാനത് ഓക്കെ അപ്പോളോ ഹോസ്പിറ്റലിൽ കയറണം, ഞാൻ ലോൺ എടുത്താണല്ലോ പഠിച്ച്, എനിക്ക് കടം വീട്ടണം, 2 വർഷം കഴിയുന്നുണ്ടെങ്കിൽ വെളിയിലോട്ട് പോകാനുള്ള സാവകാശങ്ങളൊക്കെ ഒരുങ്ങുന്ന പാസ്റ്റങ്ങൾ ഇങ്ങനെ പറയുന്ന കാരണത്താൽ ഞാനും ചിന്തിച്ചു എന്നാൽ പോകാം, നല്ല ഹോസ്പിറ്റലാണോ അപ്പോളോ ഹോസ്പിറ്റലിൽ പോയി കയറാമെന്ന് ഞാനും ചിന്തിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ നാട്ടിൽ വന്ന് എൻ്റെ അമ്മ എന്നോട് എൻ്റെ രണ്ടാമത്തെ സഹോദരൻ അന്ന് അപ്പോളോ ടയേഴ്സ് കമ്പനി ജോലിയുണ്ട് എന്നോട് ബറോഡയിൽ. അപ്പോൾ എന്നോട് പറഞ്ഞു ആങ്ങളെ ഉണ്ട് അവിടെ, ബന്ധുമിത്രാദികളൊക്കെ അവിടെ ഉണ്ട്, നിനക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആരും നിന്നെ ഹൈദരാബാദിൽ ഹെൽപ്പ് ചെയ്യാനില്ല, നീ ബറോഡയ്ക്ക് പോകാൻ പറഞ്ഞു. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല തിരിച്ചു ബറോഡയ്ക്ക് പോകാൻ വേണ്ടി. അപ്പം ഞാൻ പെട്ടെന്ന് മുറിക്കകത്ത് ദേഷ്യപ്പെട്ട് കയറി, ഞാൻ ഒരിടത്തും പോകുന്നില്ല, നമ്മുടെ കട്ടിലേക്ക് കടന്നപ്പോൾ പെട്ടെന്ന് ദൈവത്തിൻ്റെ ആത്മാ പറഞ്ഞ് എൻ്റെ ഒരു കൂട്ടുകാരിയെ വിളിക്കാൻ വേണ്ടി. ഞാൻ അവളെ പെട്ടെന്ന് ഫോൺ എടുത്ത് വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, എടി ഓടി വാ, ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥന നടക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പെട്ടെന്ന് കുമ്പളാമ്പികയാണ് അവളുടെ വീട്, ഞാൻ അവിടെ ചെന്നു. പ്രാർത്ഥന ഓൾറെഡി അവരുടെ വീട്ടിൽ തുടങ്ങി, പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ കോണിക്ക് പോയിരുന്നു. എനിക്ക് അറിഞ്ഞുകൂടാ അവിടെ ദേവദാസി ആരാ ദേവദാസന്മാരാരാന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, ഫസ്റ്റ് ടൈം എല്ലാവരും കാണുന്നത്. ഞാൻ അങ്ങോട്ട് കയറിയിരുന്നു. പാട്ട് പാടി കഴിഞ്ഞപ്പോഴേ അവിടെ ഇരിക്കുന്ന ദേവദാസി എൻ്റെ നേരെ തിരിഞ്ഞേച്ച് എന്നോട് പറഞ്ഞു, എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു കുവൈറ്റ് മിനിസ്ട്രി ജോലി ചെയ്തുകൊണ്ടിരുന്ന ആ സഹോദരൻ റിട്ടയർഡ് ആയിട്ട് ദൈവശബ്ദം കേട്ട് ദൈവനാമത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചൊരു ദേവദാസിയായിരുന്നു, പ്രവാചികയായിരുന്നു. എൻ്റെ നേരെ തിരിഞ്ഞേച്ച് എന്നോട് പറഞ്ഞു, മോളെ നീ എങ്ങോട്ട് പോകണമെന്ന് ചോദിച്ച് നീ കരയുന്നു, നീ ഭാരപ്പെടുന്നു, പക്ഷേ നീ എങ്ങോട്ട് നീ പോയാലും എൻ്റെ സാന്നിധ്യം നിന്നോടൊപ്പം ഉണ്ട്. ഹല്ലേലൂയ. അതിൽ കൂടുതൽ എന്താ ദേവദാസിന് അതിൽ കൂടുതൽ സന്തോഷം? എങ്ങോട്ട് പോയാലും ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളോടൊപ്പം ഉള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ഏത് നമ്മൾ ഇറങ്ങി തിരിച്ചാലും ദൈവാലോചന ചോദിക്കണം, കർത്താവേ ഞാൻ എന്തിനു പോകണം, ഞാൻ ഏത് ദേശത്തേക്ക് പോകണം, ഞാൻ എന്തിന് കാൽ ചൂടെടുത്ത് വെക്കണം. തലമുറകളൊക്കെ വിദ്യാഭ്യാസ സംബന്ധമായി നമ്മുടെ ഇഷ്ടമല്ല നമ്മുടെ ജീവിതത്തിൽ നിറവേറേണ്ട, കർത്താവിന്റെ ഇഷ്ടമാണ് നമ്മളിൽ കൂടി നിറവേറേണ്ടത്. ഹല്ലേലൂയ. ആ ദേവദാസിനോട് പറഞ്ഞു, നീ എങ്ങോട്ട് പോയാലും എന്റെ സാന്നിധ്യം നിന്നോടൊപ്പം ഉണ്ട്. പക്ഷെങ്കിൽ ഒരു കാര്യം പറഞ്ഞു, പിറുപിറുപ്പിന്റെ അവസ്ഥ നിന്റെ ജീവിതത്തിൽ കടന്നു വരും. ഹല്ലേലൂയ, സ്തോത്രം. മോളെ ഞാനാ നിനക്ക് വിദ്യാഭ്യാസം തന്ന, നീ പിറുപിറുക്കരുത്, കർത്താവിൽ ആശ്രയിച്ചോളാൻ പറഞ്ഞു. ഞാൻ ഈ വാക്തത്വങ്ങളൊക്കെ കേട്ട് വളരെ സന്തോഷത്തോടെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ വീട്ടിൽ വന്ന് ഞാൻ ബറോഡയ്ക്ക് ടിക്കറ്റ് എടുത്തു. അങ്ങനെ ബറോഡായി വന്ന് ഞാൻ തെർസാലി IPC ചർച്ചിലാണ് പൊക്കോണ്ടിരുന്നത്. ഞാൻ അവിടെ ചെന്ന് ചർച്ചിൽ ചെന്നപ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞു, ബീന, എൻ്റെ ഒഫീഷ്യൽ നെയിം സൂസൻ എന്ന്, വീട്ടിൽ വിളിക്കുന്ന പേര് ബീന എന്നാണ്. എന്നോട് ചർച്ചിലുള്ളവർ പറഞ്ഞു, ബീന ബറോഡ ഹാർട്ട് ഹോസ്പിറ്റലിൽ ജോലി കിട്ടിയാൽ നല്ലത്. ആ സമയത്ത് ബറോഡ ഹാർട്ട് ഹോസ്പിറ്റലാണ് ഒന്നുകൂടെ നല്ലത്, അവിടെ നല്ല സാലറി ഉണ്ട് ഇപ്പം, അന്നത്തെ ഇത് മറ്റുള്ള ഹോസ്പിറ്റലിൽ അപേക്ഷിച്ചെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വളരെയധികം ആഗ്രഹിച്ചു ബറോഡ ഹാർട്ടിൽ കയറാൻ വേണ്ടി. ദൈവമക്കളെ ഞാൻ പറയട്ടെ, 1 മാസം ഞാൻ വീട്ടിലിരുന്ന് പണിയൊക്കെ ചെയ്തു. ഞങ്ങളുടെ ആൻറ്റി ജോലിക്ക് പോകുന്ന ആളായിരുന്നു. ഞാൻ ഇങ്ങനെ ചെയ്തു. ഒരു ദിവസം ഞാൻ ഇരുന്ന് കരഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, നീ എന്തിനാ ഇങ്ങനെ കരയെന്ന്. ഞാൻ പറഞ്ഞു, പഠിച്ച സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിൽ ഉണ്ടായിട്ട് ഞാൻ ഇവിടെ പണി ചെയ്തുകൊണ്ടിരിക്കുവാണല്ലോ എന്ന് പറഞ്ഞു. പക്ഷേങ്കിൽ പെട്ടെന്ന് പുള്ളിക്കാരി മനസ്സിലായ കാര്യങ്ങളൊന്നും നടക്കത്തില്ല എന്ന് മനസ്സിലായപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ബറോഡഹാട്ടിൽ തന്നെ ഇന്റർവ്യൂവിന് പോകാൻ റെഡി ആയിക്കോളാൻ പറഞ്ഞു. ദൈവദാസിനെ ഞാൻ അവിടെ ചെന്നു. ഞാൻ അവിടെ ഹോസ്പിറ്റലിലെ എൻട്രൻസ് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴേ അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഗായത്രി സിംഗ് എന്ന് പറയുന്ന ആ സ്ത്രീ മുമ്പിൽ നിൽക്കുക. എനിക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങളോട് ചോദിച്ചു എന്തിനാ വന്നത്. അതുപോലെ കോഴ്സ് സർട്ടിഫിക്കറ്റേ ഉള്ളൂ, പഠിത്തം കഴിഞ്ഞ് ഇറങ്ങിയാണ്, ഇവിടെ ജോലിക്ക് വേണ്ടി വന്നതാന്ന് പറഞ്ഞു. ഡയറക്ടറിന്റെ CV എടുത്ത് നോക്കിയിട്ട് ഓക്കെ നാളെ മുതൽ ജോയിൻ ചെയ്തോളാൻ പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇന്റർവ്യൂ ഒന്നും ചെയ്തില്ല, കണ്ടു ഉടനെ ജോയിൻ ചെയ്യുന്നത്. കർത്താവിന്റെ പ്രവൃത്തിയാണ്, ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് കേട്ടിട്ടാണ് ഞാൻ കയറി വന്നിരിക്കുന്നത്. സ്തോത്രം. കർത്താവിന്റെ സാന്നിധ്യം എന്നോടൊപ്പം ഉണ്ട്. ദൈവം എന്നെ വഴി നടത്തും. സ്തോത്രം. അങ്ങനെ ഞാൻ അവിടെ ജോലിക്ക് കയറി ഒരാഴ്ച ഒബ്സർവേഷന് വേണ്ടി വെക്കും. അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം അവർ കണ്ടിന്യൂ ചെയ്യാൻ പറയുമെന്ന് പറഞ്ഞു. ക്യാമറ ഉണ്ട് 4 ചുറ്റിനും. ICUലാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഞാൻ കയറി, എനിക്ക് മോണിറ്റർ ഓൺ ചെയ്യാനാണെന്ന് എനിക്ക് അറിയത്തില്ല. കയറിയ സമയത്ത് കാര്യങ്ങളൊക്കെ ഞാൻ പഠിക്കാനായിട്ട് തുടങ്ങി. ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ എന്നോട് അവിടുത്തെ ഹെഡ് നേഴ്സ് പറഞ്ഞു, സൂസനെ ഞാൻ പിറ്റേ ദിവസം വിളിച്ചോളാം, മാഡമായിട്ട് സംസാരിച്ചിട്ട് ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു, നിന്നെ ഇവിടെ എടുക്കുന്നുണ്ടെങ്കിൽ. ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് ദേവദാസിനെ ഞാൻ രാവിലെ ഫോൺ കോൾ അടിക്കുന്നത് നോക്കി ഞാൻ കിടക്കുകയാണ്. ഫോൺ ചെയ്തില്ല, ഫോൺ വന്നില്ല. മണിക്കൂർ കഴിഞ്ഞ് 10 മണിയായി, 12 മണിയായിട്ടൊന്നും ഒരു കോളും കാണുന്നില്ല. ഭയങ്കര നിരാശയായി. ഞാൻ ചർച്ചിൽ ചെന്ന് സാക്ഷ്യം പറഞ്ഞു, എനിക്ക് ബറോഡഹാട്ടിൽ ജോലി കിട്ടിയെന്ന് എനിക്ക് സാക്ഷ്യം പറഞ്ഞു. മറ്റുള്ളവരോടൊക്കെ ഞാൻ പറഞ്ഞു എനിക്ക് അവിടെ ജോലി കിട്ടിയത്. എനിക്ക് വളരെ പ്രയാസകരമായി തീർന്നു. കർത്താവെ ഞാൻ എന്ത്. പക്ഷെങ്കിൽ വാഗ്ദത്തം ഞാൻ കേട്ടിട്ടാ വന്നേ, പിറുപിറുപ്പിന്റെ അവസ്ഥ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും, നീ പിറുപിറുക്കരുത്, വിദ്യാഭ്യാസം തന്ന ഞാൻ നിന്നെ വഴി നടത്തുമെന്ന്. വാഗ്ദത്തം മറന്നുപോയി, എല്ലാ കാര്യങ്ങളും മറന്നുപോയി. ദൈവത്തിന്റെ സന്നിധി നെടുമ്പാട് വീണ് കർത്താവിനോട് ചോദിക്കാൻ തുടങ്ങി, എന്നെ എന്തിനാ ഇവിടെ കൊണ്ടുവന്നത്. പിറുപിറുപ്പിന്റെ അതേ അവസ്ഥ
ഞാൻ ആ പിറുപിറുത്തിട്ടും ഞാൻ പരാതിപ്പെട്ടിട്ടും എൻ്റെ കർത്താവ് എൻ്റെ നേരെ മുഖം തിരിക്കാതെ എൻ്റെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ ഓർക്കുമ്പോൾ എനിക്ക് എത്ര സ്തുതിച്ചാലും അത് വരികയില്ല. 3 ദിവസം ആയിട്ടും എനിക്കൊരു കോളില്ല. ഞാൻ വേറൊരു സെമി ഗവൺമെന്റിൽ ഞാൻ അറ്റൻഡ് ചെയ്തു. അവിടെ എനിക്ക് ജോലി കിട്ടി. അവർ പറഞ്ഞു ബ്ലൗസ് സാരിയും വൈറ്റ് ബ്ലൗസും അതിൻ്റെ മണ്ടയ്ക്ക് കോട്ട്. എനിക്കാണെങ്കിൽ ഇഷ്ടമേ അല്ല വെള്ള സാരിയും വെള്ള ബ്ലൗസും ഇടുന്നത്. ആ നേഴ്സിംഗ് സമയത്ത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഡ്രസ്സിങ് ചെയ്തത് കാരണത്താൽ എനിക്ക് വലിയ താല്പര്യമില്ല. എനിക്ക് ഭയങ്കര പ്രയാസം തോന്നി. ദൈവമേ, ഇനി ഇത് തന്നെ പിന്നെ ഉടുക്കണോ എന്നിട്ടും നമ്മൾ സാഹചര്യത്തോട് അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ. ആന്റി എനിക്ക് ബ്ലൗസ് പീസ് എടുത്തു തന്ന് ഞാൻ കൊണ്ട് തയ്ക്കാൻ കൊടുത്തു. തയ്ച്ച് കൈ ഞാൻ മേടിച്ചു പുറകിൽ പിടിച്ച്, എനിക്ക് കാണണ്ട വെള്ള ബ്ലൗസ്. അതിന് ഞാനിങ്ങനെ പുറകിൽ കൈ പിടിച്ച് ഞാനിങ്ങനെ നടന്നു കരഞ്ഞുകൊണ്ട് വന്ന് ഞാൻ ഗ്രില്ല് തുറക്കുമ്പോൾ അകത്ത് ഫോൺ ബെൽ അടിക്കുന്നത് ഞാൻ കേട്ടു. ആന്റിയുടെ പേര് സൂസൻ എന്നാ. ഫോൺ എടുത്തു പറഞ്ഞു, ആ സൂസന്റെ വീടാ, പറഞ്ഞോളാൻ പറഞ്ഞു. നാളെ സൂസനെ ബർഡാട്ടിൽ ജോലിക്ക് തിരിച്ചു വിളിച്ചിരിക്കുക. കാരണം ഈ 3 ദിവസം ഗായത്രി സിംഗ് കോൺഫറൻസിന് വേണ്ടി കടന്നുപോയി 3 ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്ന് ഫസ്റ്റ് ICU റൗണ്ട്സിന് വരുമ്പോൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം വേറെ സൂസൻ എന്നായിരുന്നു. ദേവദാസിനെ കേട്ട വ്യക്തി എന്നോട് പറഞ്ഞത്, കേറി വന്നപ്പോഴേ ചോദിച്ചത് സൂസൻ എന്ത് ചെയ്യണമെന്നാ ചോദിച്ചത്. ഇതിന്റെ പുറകിൽ എന്താന്ന് അറിഞ്ഞുകൂടല്ലോ സൂസൻ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇത് ദൈവപ്രവൃത്തി അല്ലാതെ മറ്റൊന്നുമല്ല. 3 ദിവസം ദൈവത്തിന്റെ സന്നിധി നെടുമ്പാട് വീണ് കരയുക കർത്താവേ. ഞാൻ സാക്ഷ്യം പറഞ്ഞു, മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ പറഞ്ഞു എനിക്ക് ജോലി കിട്ടിയെന്ന്. എനിക്ക് ജോലി കിട്ടിയില്ലല്ലോ, ഞാൻ എന്ത് മിസ്റ്റേക്കാണ് ചെയ്തതെന്ന് എൻ്റെ ഓർമ്മയിൽ എനിക്ക് അറിയത്തില്ല. ആ സ്ത്രീ പറഞ്ഞൊരു കാര്യമുണ്ട്, ഹെഡ് നേഴ്സിനെ വിളിച്ചിട്ട്. സൂസൻ എന്തേലും ചോദിച്ചു പറഞ്ഞു, നീ ഒന്നും പറയാഞ്ഞോണ്ട് അവളെ വിളിച്ചില്ല. ഇങ്ങനെ വെച്ചു പറഞ്ഞു, നാളെ നീ ഈ ഹോസ്പിറ്റൽ ഡ്യൂട്ടിക്ക് കയറണമെങ്കിൽ. ഞാൻ ഈ കാര്യം നിങ്ങളോട് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഓടി വരുന്നത് എസ്തർ രാജ്ഞിയുടെ കാര്യമാ. ഹല്ലേലൂയ, സ്തോത്രം. ഇങ്ങനെ പറഞ്ഞു, നാളെ നീ ഈ ഹോസ്പിറ്റൽ ഡ്യൂട്ടി ചെയ്യണമെങ്കിൽ അവളില്ലാതെ നീ ഹോസ്പിറ്റലിൽ കയറരുതെന്നാണ് പറഞ്ഞത്. എൻ്റെ കർത്താവ് എത്ര വലിയവനാ. എൻ്റെ ഫോൺ നമ്പർ ഇല്ലാഞ്ഞിട്ട് ആ സൊസൈറ്റി മൊത്തം നടന്നു വെച്ചാൽ ആന്റി മർത്തോമക്കാരിയായിരുന്നു. ഇപ്പം ദേവസ്ഥാനത്തിൽ കടന്നു വന്നു. ആ ബുക്ക്ലെറ്റ് എടുത്തിട്ട് ആന്റിയുടെ ഫോൺ നമ്പർ എടുത്തേച്ച് പറഞ്ഞു, നാളെ സൂസൻ ഇല്ലെങ്കിൽ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ല, നീ നാളെ വന്നേ പറ്റുള്ളെന്ന്. എത്ര സ്തുതിച്ചാൽ മതി വരും എൻ്റെ കർത്താവിൻ്റെ സ്നേഹം ഓർക്കുമ്പോൾ. ദേവദാസിനെ അങ്ങനെ ഞാൻ പിറ്റേ ദിവസം മുതൽ പിന്നെയും അവിടെ ജോലി ചെയ്യുവാൻ കർത്താവിനെ സഹായിച്ചു. കർത്താവിന്റെ കൃപയാൽ ഹല്ലേലൂയ അവിടെ ജോലി ചെയ്തു. അതിനുശേഷം സാൽ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാൻ കർത്താവിനെ സഹായിച്ചു. അഹമ്മദാബാദ് സാൽ ഹോസ്പിറ്റലിൽ അവിടെ ചെന്ന് എൻ്റെ CV കണ്ടപ്പം ബെറോഡാട്ടിൽ നിന്ന് വന്നുകൊണ്ട് അവിടെ ഇന്റർവ്യൂ ചെയ്യാതെ എന്നെ അവിടെ അപ്പോയിന്റ്മെന്റ് ചെയ്യുവാൻ കർത്താവിനെ അവിടെ സഹായിച്ചു. അവിടെ ന്യൂറോ ICUവിൽ ജോലി ചെയ്യുവാൻ 1 വർഷത്തിൽ കൂടുതൽ അവിടെ ചെയ്യുവാൻ കർത്താവിനെ സഹായിച്ചു. അത് കഴിഞ്ഞ ശേഷം ബോംബെ വന്നതിന് ശേഷമാണ് എൻ്റെ വിവാഹ ആലോചനയെല്ലാം വന്നത്. കൃപയാൽ 2007 അത് നടക്കുവാൻ കർത്താവിനെ സഹായിച്ചു. കാര്യങ്ങളൊക്കെ പറയുവാണെങ്കിൽ വിവാഹ ജീവിതത്തെ പറ്റി ഞാൻ ചിന്തിച്ചിട്ടുള്ള സമയമല്ല. കാരണം ഞാൻ ജോലി ചെയ്ത് എൻ്റെ ലോണിന്റെ പലിശയിലോട്ട് കയറുന്നതേ ഉള്ളൂ ഞാൻ. സ്തോത്രം. അതെല്ലാം തീർത്തതിന് ശേഷം എൻ്റെ പപ്പായുടെ കൈ നിറച്ച് പൈസയൊക്കെ ഒന്ന് കൊടുത്ത്, പപ്പായ എന്നെ ഇത്ര കഷ്ടപ്പെട്ട് പഠിപ്പിച്ചാലേ പപ്പായെ ഒന്ന് തൃപ്തിയാക്കിയിട്ട് ആണം ഇനി മുമ്പോട്ടത്തെ കാര്യം എന്നായിരുന്നു എൻ്റെ ജീവിതത്തിലെ. അല്ലെങ്കിൽ എന്നാൽ സ്തോത്രം, അവിടുന്ന് എല്ലാം ഞാൻ അമ്മയ്ക്ക് ഒരു അറ്റാക്ക് വന്നു. അമ്മ പറഞ്ഞു പെട്ടെന്ന് കൊച്ചിനെ കല്യാണം കഴിപ്പിച്ച് വിടണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ചിന്തിച്ചു കേൾക്കാം, മേ ബി ഞാൻ ജോലി ചെയ്യുന്നുണ്ട് എൻ്റെ പൈസ ഉണ്ടെന്ന്. എൻ്റെ ഒരു പൈസയും ഇല്ലെന്ന് പറഞ്ഞു. സ്തോത്രം. കർത്താവിന്റെ കൃപയാൽ ഇതെല്ലാം യഹോവ കരുതിക്കൊള്ളു. യഹോവ ഹല്ലേലൂയ, ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ ഇടപെടലും ഒക്കെ അനുഭവിപ്പാൻ കർത്താവിനെ സഹായിച്ചു. ദേവദാസിനെ അവിടുന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ എൻ്റെ കർത്താവിനെ സഹായിച്ചു. വിവാഹം കഴിഞ്ഞു. 2007 വിവാഹം കഴിഞ്ഞു. 2008 ഈ സൗദി അറേബ്യയിലേക്ക് കയറി വരുവാൻ കർത്താവിനെ സഹായിച്ചു. അത്ഭുതത്തോടെ ഓരോ ദിവസവും എനിക്ക് പറയാൻ പറ്റത്തില്ല. കർത്താവിനെ ഞാൻ എന്ത് വിഷയത്തിന് മുമ്പാകെ ഭാരപ്പെട്ടോ, ഹൃദയനുറുക്കത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ ഒരു കാര്യം പറഞ്ഞാൽ ആ സമയത്ത് ദൈവപ്രവൃത്തി കാണുവാനായിട്ട് കർത്താവിനെ സഹായിച്ചിട്ടുണ്ട്. ആര് സഹായമില്ലാതിരിക്കുമ്പോഴും ഇവിടെ ഞാൻ കയറി വന്നു, എക്സാം എഴുതി പാസ്സായി. ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ ഹസ്ബൻഡിനെ കൊണ്ടുവരാൻ വേണ്ടി അന്ന് ഫ്രീ വിസ എടുക്കാൻ പറ്റുമായിരുന്നു. ഫ്രീ വിസ എടുക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തു. ലാസ്റ്റിൽ ഫ്രീ വിസ എടുക്കാൻ മുമ്പ് ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മ എൻ്റെ ഹസ്ബൻഡ് ബോംബെ ജോലി ചെയ്യുന്നു, ഞാനിവിടെ, കുഞ്ഞുങ്ങളൊന്നുമില്ല, ഇത്ര നാളായതുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട്, ഒരുമിച്ച് ജീവിക്കണമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ മീൻസ് റിസൈൻ ചെയ്യാൻ വേണ്ടി ഞാൻ കാര്യങ്ങൾ ക്രമീകരിച്ചപ്പോൾ ദൈവത്തിന്റെ അമ്മയോട് ഞാൻ വിളിച്ചപ്പോൾ അമ്മയോട് പറഞ്ഞു, മോനെ, ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണല്ലോ, യാക്കോബ് ഒരു വഴിയായി കടന്നുപോയി 2 കൂട്ടമായി മടക്കി വരുത്തിയ പോലെ നിന്നെ ആക്കി തീർക്കുമെന്നാ പറഞ്ഞിരിക്കുന്ന. അനേകരുടെ ഇടയിൽ നീ സാക്ഷ്യം വായിക്കേണ്ടവളാണ്. കർത്താവ് നിന്നെ അവിടെ നിർത്തും, നീ ഇപ്പം വരാൻ നോക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ കാര്യങ്ങളൊക്കെ കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് ചെയ്യുവാൻ ദൈവം എന്നെ സഹായിച്ചു.
ഫ്രീ വിസ എടുക്കാൻ വേണ്ടി ഞാൻ പലരോട് പൈസ ചോദിക്കാൻ മുമ്പായി പലരും എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, സൂസനെ പൈസ വേണമെന്ന് ചോദിക്കാനായിട്ട് ഇടയാത്തത്. അതൊക്കെ കർത്താവിന്റെ ഒരു പദ്ധതിയിലായിരുന്നു. എന്നാലും ഞാൻ പറയട്ടെ, ഒരാൾ എനിക്ക് കുറച്ച് പൈസ തന്നു. പൈസ തന്നിട്ട് പെട്ടെന്ന് ആള് ചിന്തിച്ചു, അയ്യോ ഇവക്ക് ഇത്ര സാലറി അല്ലേ കിട്ടുന്നുള്ളൂ, പിന്നെ ഹസ്ബൻഡിനെ കൊണ്ടുവരുമ്പം എന്തുവായാലും സൗദി അറേബ്യയിൽ ഫ്രിഡ്ജും AC ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല, കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് കഴിയുമ്പോൾ ഇവക്ക് ഇവിടുന്ന് കിട്ടും പൈസ. 5000 റിയാൽ തന്നിട്ട്, അന്നത്തെ 5000 റിയാൽ ഇപ്പോഴത്തെ 50,000-ത്തിന് തുല്യമാണ്. ഞാൻ എൻ്റെ അടുത്ത് പെട്ടെന്ന് പുള്ളിക്കാരൻ അത് തന്നു കഴിഞ്ഞതിന് ശേഷമായിരിക്കാം ചിന്തിച്ചത്. എന്നോട് പറഞ്ഞു പെട്ടെന്ന് എനിക്കത് തിരിച്ചു തരണമെന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര ഞാനതെടുത്ത് യൂസ് ചെയ്ത പൈസ. ഞാൻ വിചാരിച്ചു, കർത്താവേ ഞാൻ എന്ത് ചെയ്യും, ഞാൻ എങ്ങനെ ഇത് തിരിച്ചു കൊടുക്കും, ഞാൻ ആരോട് ചോദിക്കും എന്നൊക്കെ ഞാൻ ചിന്തിച്ച് ഞാൻ വളരെ ഭാരത്തോടെ ഞാൻ ഹോസ്റ്റലിന് വെളിയിൽ ഇറങ്ങിയിരുന്ന ഒരു ഗ്രൗണ്ട് ഉണ്ട്, അവിടെ നിന്ന് ഞാൻ മേളോട്ട് നോക്കി ആകാശം താഴോട്ട് നോക്കി ആ ഭൂമി, ഞാൻ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ തന്നെ ജോലി ചെയ്യുന്ന ഒരു തമിഴ്നാട്ടുകാരി, ആ പുള്ളിക്കാരി കയറി വരേണ്ട വഴിയല്ല, അപ്പുറത്തൂടെ ഞാൻ അവിടെ ഇരിക്കുന്ന കണ്ടുകൊണ്ട് ഓപ്പോസിറ്റ് കയറി എൻ്റെ മുമ്പിൽ വന്നു എന്നോട് ചോദിച്ചു, എന്നാ സൂസൻ ഇവിടെ ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഒന്നുമില്ല ചേച്ചി, വെറുതെ ഇരിക്കും. ഇല്ല, നിന്റെ മോൻ പറയുന്നു എന്തോ സംതിങ് വിഷയമുണ്ട്, നിന്റെ മുഖത്ത് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ കരയാതെ മുറുക്കി പിടിച്ചിരിക്കുക. പക്ഷെങ്കിൽ ഇത്രയും പറഞ്ഞപ്പോഴത്തേനും എൻ്റെ ഞാൻ പൊട്ടിപ്പോയി, ഞാനും കരഞ്ഞു. പറഞ്ഞു, ഇല്ല നീ പറ, എന്താ നിന്റെ വിഷയം എന്ന് പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇങ്ങനൊരു കാര്യമുണ്ടെന്ന് പറഞ്ഞു. എന്നോട് പറയുക, ഒരിക്കലും ഞാൻ കേട്ടത് ആ പുള്ളിക്കാരുടെ സ്വഭാവം ആർക്കും ഒരു നന്മയും ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്നലെ എനിക്ക് ചിട്ടി അടിച്ച് 5000 റിയാൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്, നീ ആ മനുഷ്യനെ വിളിച്ച് ഈ പൈസ കൊടുക്കാൻ പറഞ്ഞു. എൻ്റെ കർത്താവിന്റെ വിശ്വസ്തതയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക, ആ സ്നേഹത്തിന്റെ ആഴത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ആ പൈസ എടുത്ത് ഞാൻ കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. ദൈവമക്കളെ, ഞാൻ പറയട്ടെ, ദേവദാസന്മാരെ ഞാൻ പറയട്ടെ, എനിക്ക് ഒരു കാര്യത്തിനും കുറവില്ലാതെ കർത്താവിനെ നടത്തുവാനായിട്ട് ഇടയായി തീർന്നു. മാസ സാലറി മേടിക്കുമ്പോൾ ബൈ ക്യാഷ് ആയിരുന്നു ആ സമയത്ത് മേടിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ ദശാംശം ഞാൻ എടുത്ത് മാറ്റിവെച്ച് ഞാൻ പ്രാർത്ഥിക്കും. സാലറി ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. നമ്മളെ ദൈവം എത്ര ഉയർത്തിയാലും നമ്മൾ വന്ന വഴികൾ നമ്മൾ മറന്നു പോകരുത്. സ്തോത്രം. നമ്മളെ ദൈവം ചെയ്ത ഉപകാരങ്ങളെ നമ്മൾ മറന്നു പോകാൻ ഇടയാക്കരുത് ഒരു ദിവസവും, ഒരു പ്രാവശ്യം പോലും. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ഞാൻ മുന്നോട്ട് പോയി. ഹസ്ബൻഡ് ഇവിടെ വന്നു. ഹസ്ബൻഡിനെ ഇവിടെ ഹോസ്പിറ്റലിൽ ഞാൻ പരിചയപ്പെടുത്താൻ കൊണ്ടുപോയതാണ്. ഞാൻ പരിചയപ്പെടുത്താൻ കൊണ്ടുപോയി ഹോസ്പിറ്റലിന്റെ കോമ്പൗണ്ടിൽ കയറിയപ്പോഴേ ഒരു സുഡാനി വന്ന് വിളിച്ചോണ്ട് പോയി. ഇതാരാന്ന് ചോദിച്ചാൽ എന്നോട് ഞാൻ പറഞ്ഞു, ഇതെന്റെ ഹസ്ബൻഡാണ്, ഞാൻ ഇൻട്രൊഡ്യൂസ് എല്ലാവരോടും ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നാന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞില്ല, ഇവനെ എനിക്ക് വേണമെന്ന് പറഞ്ഞു. കർത്താവിന്റെ ദയ എത്ര വിശ്വസ്തയാ. അന്നേരം തന്നെ കൊണ്ടുപോയി ഇന്റർവ്യൂ ചെയ്ത് ഞാൻ നോക്കുമ്പോൾ അപ്പോയിന്റ്മെന്റ് സ്ലിപ്പും കൊണ്ടാണ് വരുന്നത്. സ്തോത്ര. ഹല്ലേലൂയ. റിസപ്ഷൻ ആയിട്ട് അവിടെ കിട്ടുവാനായിട്ട് കർത്താവ് സഹായിച്ചു. പുള്ളിക്കാരൻ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. എന്നാൽ റിസപ്ഷനിൽ കയറി അവിടുന്ന് കർത്താവ് പല കാര്യങ്ങൾ പഠിപ്പിച്ചു. ഒരു വർഷം 2 വർഷം അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഇൻഷുറൻസിലേക്ക് മാറുവാൻ കർത്താവ് സഹായിച്ചു. ഇപ്പം നെറ്റ്വർക്ക് ഓഫീസറായിട്ട് ഇവിടെ ഇൻഷുറൻസിലെ ഇവിടെ ഒരു കമ്പനി ജോലി ചെയ്യുന്ന കർത്താവിന്റെ കൃപയാൽ ഒന്നിനും യോഗ്യതയില്ല ഇല്ലാതിരുന്നിട്ടും കർത്താവ് ഞങ്ങളുടെ വിദ്യാഭ്യാസം കൊണ്ടോ ഞങ്ങളുടെ കഴിവുകൊണ്ടോ അല്ല, കർത്താവിന്റെ ദയയാൽ ഞങ്ങളെ നടത്തുന്നു. സ്തോത്രം. അർഹിക്കാത്ത നന്മകൾ, അർഹിക്കാത്ത വഴികളെ കർത്താവ് തുറന്നു തന്നു. ദൈവത്തിന്റെ വിശ്വസ്തയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അച്ഛനിവിടെ കടന്നു വന്നതിന് ശേഷം വന്ന 1 മാസം കഴിഞ്ഞപ്പോൾ മുതൽ മറ്റുള്ളവർ എന്നോട് ചോദിക്കാൻ തുടങ്ങി, സൂസനെ എന്നാ ഉണ്ട്, വിശേഷം ഒന്നും ആയില്ലേ? എപ്പോഴും നമ്മുടെ മലയാളികൾക്കുള്ള ഒരു കാര്യമാണല്ലോ അത്. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, നീ ഒരു ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ ഗൈനക്കോളജിസ്റ്റിനെ പോയി കണ്ടു, കൺസൾട്ട് ചെയ്തു. അവരെന്നെ അൾട്രാസൗണ്ട് എടുത്ത് നോക്കിയിട്ട് പറഞ്ഞു, നിന്റെ എൻഡോമെട്രിയം തിക്കാണ്, നീ പോയി ഡിയാൻസി ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ഡിയാൻസി ചെയ്തു. ഡിയാൻസി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു ആഴ്ചത്തെ സിക്ക് ലീവ് തന്ന് എല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്ന് പിന്നെയും 2ാമത് അൾട്രാസൗണ്ട് ചെയ്തുകൊണ്ടിരുന്നപ്പം എന്നോട് പറഞ്ഞു, എൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, സൂസനെ നിനക്ക് ഇനി കുഞ്ഞുങ്ങൾ ഉണ്ടാകത്തില്ല, നിനക്ക് ഫോളിക്കൽ സ്റ്റഡീസ് ഇല്ല എന്ന് പറഞ്ഞു. നീ പിന്നെ ഹോർമോൺ ഇഞ്ചെക്ഷൻസ് അങ്ങനെയുള്ള കുറച്ച് ടാബ്ലറ്റ് എല്ലാം പ്രിസ്ക്രൈബ് ചെയ്തിട്ട് പറഞ്ഞു, ഇതൊക്കെ മേടിച്ച് കഴിക്കണം, ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാനിതൊക്കെ വാർഡിൽ ചെന്ന് ഞാൻ ഇങ്ങനെ ഡിസ്കസ് ചെയ്തു. അറിയാമല്ലോ, ഹോർമോൺ ഇഞ്ചക്ഷൻ ഒക്കെ കോസ്റ്റ്ലി ആണ്. ഞാൻ ചിന്തിച്ചു, ദൈവമേ എന്തോ ചെയ്യണം. ഞാനിങ്ങനെ ലിഫ്റ്റിലോട്ട് കയറാൻ തുടങ്ങിയപ്പോൾ ദൈവാത്മാവിനോട് പറഞ്ഞു, മോളെ നീ ചോദിക്കാതെ നിനക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? നീ പ്രാർത്ഥിക്കാതെ എന്തെങ്കിലും നിന്റെ ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ടോ? അങ്ങനെ ഞാൻ ഈ മെഡിസിനും എല്ലാം മേടിച്ച് ഞാൻ വീട്ടിൽ വന്ന് എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ദൈവത്തിന്റെ ആത്മാവിന്റെ ഹൃദയത്തിൽ ഇവനോട് ഇങ്ങനെ സംസാരിക്കുന്നു പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, ദൈവം നമുക്ക് തരുവാണെ തരട്ടെ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടാന്ന് പറഞ്ഞു. സ്തോത്രം. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ദേവദാസൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവരെ കർത്താവ് കാണിച്ചു കൊടുത്തു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്നതായിട്ട് കാണിച്ചു കൊടുത്തു. ഹല്ലേലൂയ. ദർശനത്തിൽ കൂടി ഞങ്ങളെ വീട്ടിൽ വിളിപ്പിച്ചു വെച്ച് ഇങ്ങനെ പറഞ്ഞു, കർത്താവ് നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ തരും, നിങ്ങൾ വിശ്വസിച്ചു പ്രാർത്ഥിയിലെ പാരമ്പര്യ ശക്തികളെ ശാസിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. കൈയോട് കൈ കോർത്ത് പിടിച്ചിരുന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അതെല്ലാം കേട്ട് ഞങ്ങൾ വീട്ടിൽ കടന്നു വന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഞങ്ങൾ കരം കോർത്ത് പിടിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ പ്രാർത്ഥനയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ ഒരു ഫ്രൈഡേ ഞാൻ ആരാധിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിന് ഒരു ദർശനം
കാണിച്ചു. 12 സംവത്സരമായ രക്തസ്രവമുള്ള സ്ത്രീ, ആ പാരഗ്രാഫ് കർത്താവിനെ എടുത്തു കാണിച്ചു. ഒരു സ്ക്രീനിൽ കാണുന്നതിലൂടെ ഞാൻ കാണുവാനായിട്ട് ഇടയായി തീർന്നു. പലരിലും അവൾ ആശ്രയിച്ചു. സ്തോത്രം. അവൾക്കെല്ലാം അവൾ വിറ്റ്, ഹല്ലേലൂയ, അവളുടെ രോഗത്തിന് വേണ്ടി അവൾ ചികിത്സിച്ചു. എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്ന് ദൈവത്തിന്റെ സന്നിധിയിലെ ദൈവത്തിന്റെ സ്നേഹം മനസ്സിലാക്കിയപ്പോൾ എങ്ങനെയെങ്കിലും യേശുപ്പച്ചന്റെ തൊങ്ങലിൽ ഒന്ന് തൊടണമെന്ന് അവൾ ആഗ്രഹിച്ചു. സ്തോത്രം. അവളുടെ വിശ്വാസത്തോടെ അവൾ പോയി. ഹല്ലേലൂയ. തൊങ്ങലിൽ തൊട്ടപ്പോൾ ഹല്ലേലൂയ, കർത്താവിന്റെ ശരീരത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ടതുപോലെ ഹല്ലേലൂയ, ദൈവം എന്നെ വിടുവിക്കുമെന്ന് ഭയങ്കരമായിട്ടുള്ള കാര്യം എന്റെ മനസ്സിലേക്ക് വരുവാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ ഈ ദർശനം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ ദേവദാസൻ ഇതേ കാര്യം അവിടെ നിന്ന് വിളിച്ചു പറയുക മൈക്ക് കൂടെ. ഞാൻ പെട്ടെന്ന് കണ്ണു തുറന്നു നോക്കി. ദേവദാസൻ എന്നോട് ആലോചന പറയുവാണോ? അല്ല, ദേവദാസന് കണ്ണടച്ചെന്ന് പറയുക. സ്തോത്രം. ആദ്യത്തെ പാട്ട് കഴിഞ്ഞ് രണ്ടാമത്തെ പാട്ട് പാടുന്നതിന് മുമ്പ് ദേവദാസൻ പറഞ്ഞു, ഏകാഗ്രതയോടെ ഒരു മനസ്സോടെ ദൈവത്തിൽ ആശ്രയിച്ച് നമുക്ക് ആരാധിക്കാമെന്ന് പറഞ്ഞു. ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓടി വന്ന ദേവദാസി എന്റെ വയറെ കൈ വെച്ചിട്ട് പറഞ്ഞു, ഹന്നയുടെ കണ്ണുനീര് ഞാൻ കണ്ടു, അവിടെ നിലവിളി ഞാൻ കേട്ടു, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ഹല്ലേലൂയ അത്ഭുതം ഞാൻ ചെയ്യുമെന്ന് വയറെ കൈവച്ച് പറയുകയല്ല, ഞാൻ കണ്ണടച്ച് നിൽക്കുക. ഒരു അഗ്നിഗോളം എന്റെ തലയിലേക്ക് ഇറങ്ങുന്നത് ഞാൻ കാണുക എന്റെ സ്വന്തം കണ്ണുകൊണ്ട്. എന്റെ ദേവദാസിനെ എനിക്ക് പറയാൻ പറ്റത്തില്ല. ഒരു ഇലക്ട്രിക് ഷോക്ക് അടിക്കുന്നത് പോലെ ഞാൻ എന്റെ ശരീരത്തിൽ താങ്ങാൻ വയ്യാത്ത ഹല്ലേലൂയ ഒരു അവസ്ഥ എനിക്ക് ഉണ്ടാവാനായിട്ട് ഇടയായി തീർന്നു. ശക്തമായി ഞാൻ ആരാധിച്ചു കഴിഞ്ഞ് ഞാൻ അവിടെ ഇരുന്നു. സാക്ഷ്യത്തിനുള്ള സമയം. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് പ്രകാരം പറഞ്ഞു, അടുത്ത മാസം വിടുതലിന്റെ സാക്ഷ്യവുമായി ഞാൻ ഇവിടെ നിൽക്കും. ഒരു സൈഡിൽ മെഡിക്കൽ സയൻസ് പറയുന്നു നിനക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകത്തില്ലെന്ന്, എന്നാൽ മറു സൈഡിൽ ഒരു ദൈവ സാന്നിധ്യം ഞാൻ അനുഭവിച്ചു. സ്തോത്രം. എന്റെ ശരീരത്തിൽ മേൽ ഇറങ്ങിയ ദൈവ സാന്നിധ്യത്തിൽ എന്നെ ഹല്ലേലൂയ ഇല്ലായ്മയിൽ നിന്ന് ഒരു വാക്ക് ഞാൻ ഉളവാക്കിയ കർത്താവിന് സകലതും സാധ്യമെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഞാനത് ഏറ്റെടുത്ത് പറയുവാനായിട്ട് ഇടയായി തീർന്നു. അബ്രഹാം വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടെന്ന് അങ്ങയുടെ ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ഞാൻ വിശ്വസിച്ചു. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, ദൈവത്തിന്റെ വിടുതലിന്റെ സാക്ഷ്യമായി ഞാൻ ഇവിടെ നിൽക്കുമെന്ന് പറയാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ ഭവനത്തിൽ പോയി മുട്ടുമടക്കിയപ്പോൾ ദൈവാത്മാവിനോട് പറഞ്ഞു, അടുത്ത മാസം വിക്ടറി ഓഫ് ദ മന്ത് ആയിരിക്കും എന്റെ ജീവിതത്തിൽ നിന്ന്. സ്തോത്രം. ഒരു പേപ്പർ എടുത്ത് ഞാൻ അത് എഴുതി വെച്ചു. ഇപ്രകാരം എഴുതി, യേശു അവരെ നോക്കി, മനുഷ്യരാൽ അസാധ്യം ദൈവത്താൽ സാധ്യം തന്നെയെന്ന് ഞാൻ അത് എഴുതി വെച്ച് അതിന്മേൽ കൈവച്ച് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. എന്റെ കർത്താവിനാൽ അസാധ്യമായി യാതൊരു കാര്യവുമില്ല. ഹല്ലേലൂയ. ശക്തമായി പ്രാർത്ഥിച്ചു. സ്തോത്രം. പിറ്റേ മാസം ഹല്ലേലൂയ ഓഗസ്റ്റ് 15 എന്റെ ബർത്ത്ഡേ ആ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. എനിക്കറിയാം എന്റെ അച്ഛൻ എനിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് മേടിച്ചു തരും. പക്ഷെ ഞാൻ കർത്താവിനോട് സ്ഥാപിച്ച ലോകത്തിന്റെ ഒരു ഗിഫ്റ്റ് അല്ല ഈ പ്രാവശ്യം എനിക്ക് വേണ്ടത്, എന്റെ സ്വർഗത്തിലെ ഗിഫ്റ്റ് ആയിരിക്കണം എനിക്ക് വേണ്ടത്. അതാണോ പെണ്ണോന്നില്ല, എനിക്കൊരു തലമുറയെ എനിക്ക് കർത്താവ് നൽകി തരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് ഇടയായി തീർന്നു. ദേവദാസിനെ ഹല്ലേലൂയ. ഞാൻ അത്ഭുതത്തിന്റെ കാര്യം പറയട്ടെ. ഓഗസ്റ്റ് 15 ഞാൻ ഈവനിങ് ഡ്യൂട്ടിയിൽ ഇരിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ഞാൻ വിചാരിച്ചു പ്രഗ്നൻസി ടെസ്റ്റ് ഒന്ന് ചെയ്യാമെന്ന്. എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു 2 ദിവസം കഴിയട്ടെ. ഞാൻ പറഞ്ഞു, എനിക്ക് പെണ്ണുങ്ങൾക്കല്ലേലും ഇച്ചിരി എടുച്ചാട്ടം കൂടുതലാണല്ലോ. ഞാൻ പറഞ്ഞില്ല, ഞാൻ ചെയ്യാൻ പോവുക. കാരണം ഞാൻ അനുഭവിച്ച ദൈവസാന്നിധ്യം എനിക്കറിയാം. പെട്ടെന്ന് ഞാൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തപ്പോൾ സ്വൈറ്റ്ലി പോസിറ്റീവ് കാണുവാനായിട്ട് കർത്താവിനെ സഹായിച്ചു. എന്റെ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ സ്തോത്രം. എന്റെ പ്രഗ്നൻസി പീരീഡ് വളരെ പ്രയാസം നിറഞ്ഞ പ്രയാസങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ ഇതെല്ലാം മറന്ന് ഞാൻ ദൈവത്തെ ആരാധിക്കും. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ കിട്ടത്തില്ലെന്ന് പറഞ്ഞിട്ട് കിട്ടിയതാണെന്ന് വെച്ചുകൊണ്ട് അനങ്ങാതെ എടുക്കാതെ ഒന്നും ഇരിക്കത്തില്ല. ജോലി ചെയ്യുന്നിടത്ത് പോയി ജോലി ചെയ്യും. സ്തോത്രം. ഐസിയു ജോലി ചെയ്യും. അതോടൊപ്പം പ്രാർത്ഥന കിട്ടുന്ന അവസരങ്ങളൊക്കെ നൃത്തം ചെയ്ത് ദൈവത്തെ സ്തുതിക്കും. ഹല്ലേലൂയ. കർത്താവ് എനിക്ക് നൽകി തന്നത് ദൈവം സൂക്ഷിക്കും എന്നുള്ളൊരു വിശ്വാസം എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. സ്തോത്രം. അങ്ങനെ ഞാൻ 6 മാസമായിരിക്കുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ എൻ്റെ മദർ ഇങ്ങോട്ട് വരാൻ വേണ്ടി, എന്നെ കെയർ ചെയ്യാൻ വേണ്ടി വരാനിരുന്നതാണ്. വിസ എല്ലാം കിട്ടി, കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ പപ്പായും മമ്മിയും കൂടെ ബൈക്കിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മമ്മി പുറകിലോട്ട് വീണ് അല്ലെങ്കിൽ തലയടിച്ച് പെട്ടെന്ന് സീരിയസ് ആയി ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. അല്ലെങ്കിൽ ഭയങ്കര പ്രയാസം നിറഞ്ഞ കഷ്ടതയിൽ കൂടി അല്ലെങ്കിൽ മെന്റൽ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല വിധത്തിൽ ഞാൻ അനുഭവിച്ചു. സ്തോത്രം. അല്ലെങ്കിൽ എൻ്റെ സഹോദരൻ ഇവിടെ CABG ചെറിയ പ്രായത്തിൽ തന്നെ CABG ചെയ്യേണ്ടതായിട്ട് വന്നു. അതെ സ്തോത്രം. എൻ്റെ മദറിലോ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അല്ലെങ്കിൽ സ്തോത്രം. വളരെ പ്രയാസം നിറഞ്ഞ ഒരു സന്ദർഭമായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. പ്രഗ്നൻസി ഞാൻ ഡെലിവറി സമയത്ത് മാതാവിന്റെ ശുശ്രൂഷ എൻ്റെ മദറിലോ മരിച്ചു കഴിഞ്ഞപ്പോൾ അടക്കത്തിന് വേണ്ടി ഞാൻ പോയി. സ്തോത്രം. ഞാനിങ്ങനെ ഇവിടെ മദറിലോ വീണു. ഞാൻ വിചാരിച്ചു നിസ്സാരമായിരിക്കുന്നു, പക്ഷെ ഇത്ര സീരിയസ് ആണെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. പക്ഷെ എങ്കിൽ നാട്ടിൽ നിന്ന് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ വളരെ സീരിയസ് ആണെന്നും പെട്ടെന്ന് വരണമെന്നും പറഞ്ഞു. ഞാനിങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ വീട്ടിലോട്ട് പൊക്കോണ്ടിരിക്കുമ്പോൾ റോഡിൽ കൂടി ഞാനിങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ ഞാൻ സ്വർഗത്തിലേക്ക് നോക്കി ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, ഏതൊരു പെൺപൈതലും ആഗ്രഹിക്കുന്നതാണ് കർത്താവിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ സാന്നിധ്യം, അതുപോലെ തന്നെ ഒരു മാതാവിന്റെ സാന്നിധ്യം ആഗ്രഹിക്കുന്നതാണ് കർത്താവേ. എന്നാൽ എൻ്റെ മാതാവിന് വരാൻ പറ്റിയില്ല.
പറ്റിയില്ലല്ലോ എന്ന് ഞാൻ ചിന്തിച്ച് ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് കരഞ്ഞ് ഞാനിങ്ങനെ പോകുമ്പോൾ സ്തോത്രം വീട്ടിൽ ചെന്ന് ഞങ്ങൾ ഒരുമിച്ച് വന്ന് വൈകിട്ട് തന്നെ ഞാൻ യാത്രയായി. സ്തോത്രം അടക്ക ശുശ്രൂഷ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഭവനത്തിലായിരിക്കുമ്പോൾ ഒരു ദേവദാസൻ വീട്ടിൽ വന്നിട്ട് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ദേവദാസനാണോ ആരാണെന്ന് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, കുഞ്ഞെ നീ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് കർത്താവേ, ഈ സമയത്തും ഹല്ലേലൂയ എൻ്റെ അടുത്ത് ആരുമില്ലല്ലോ എന്ന് നീ ചോദിക്കുന്നൊരു ശബ്ദമുണ്ട്. സ്തോത്രം. എന്നാൽ എന്നോട് ആ ദേവദാസൻ ഇപ്രകാരം പറഞ്ഞു, നിന്റെ പുറമേയുള്ള കണ്ണുകൊണ്ട് നീ നോക്കുമ്പോൾ, മറ്റുള്ളവരെ നീ നോക്കുമ്പോൾ അനേകർക്ക് അവരുടെ ചുറ്റിനും നിൽക്കുന്ന ആൾക്കാരെ അവരെ കെയർ ചെയ്യുന്ന നിനക്ക് കാണുവാൻ സാധിക്കും. പക്ഷെങ്കിൽ നിന്റെ ആത്മക്കണ്ണ് നീ തുറക്കുമ്പോൾ നിന്റെ ചുറ്റിനും നിൽക്കുന്ന ദൂതന്മാരെ നിനക്ക് കാണുവാൻ സാധിക്കും എന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു. എൻ്റെ കണ്ണുനീര് ഞാൻ അവിടെ നിർത്തി. സ്തോത്രം. എനിക്ക് മനസ്സിലായി എൻ്റെ ചുറ്റും ദൂതന്മാർ നിൽപ്പുണ്ട്. ഹാലലുയ. ഏത് അവസ്ഥയിലും ഹാലലുയ എന്നെ സൂക്ഷിക്കുവാൻ, എന്നെ കരുതുവാൻ എൻ്റെ കർത്താവ് മതിയായവനാ. ഓ ഹാലലുയ. സ്തോത്രം. അങ്ങനെ എന്നോട് പറഞ്ഞു, തക്ക സമയത്ത് ഞാൻ ഇറങ്ങി വന്ന് നിനക്ക് വേണ്ടി വിടുവിക്കും, നിനക്ക് വേണ്ടി പ്രവർത്തിക്കും എന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. ദേവദാസിന്റെ ദൈവമക്കളെ, ഞാൻ ആ ലേബർ റൂമിൽ കിടക്കുമ്പോൾ എന്നെ 1.5 ദിവസം ഹാലലുയ എന്നെ അവിടെ ഇട്ടു ഭയങ്കരമായിട്ട് എന്നെ ഇതാക്കി. ഞാൻ അഡ്മിറ്റായി. എനിക്ക് കൺട്രാക്ഷൻ ഉണ്ട്, എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഓക്സിജൻ തരുന്നു, കൊച്ചിന്റെ ഹാർട്ട് റേറ്റ് കുറയുന്നു, പലരും പല രീതിയിൽ പറയുന്നു, എനിക്കൊരു ഫീലിംഗും ഇല്ല. എന്നാൽ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ ദൈവനാമത്തിന് വേണ്ടി എനിക്ക് നിലകൊള്ളണം. സ്തോത്രം. അവിടെ ഈ ഹോസ്പിറ്റലിലെ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ വന്ന് എന്നോട് പറഞ്ഞു, ആ പുള്ളിക്കാരൻ നിസ്കരിക്കുന്ന പുള്ളിക്കാരൻ വന്ന് പറഞ്ഞു, സൂസനെ പിന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ എടുക്കുന്നൊക്കെ കാണുന്നൊക്കെ. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. എനിക്കത് പബ്ലിക്കായിട്ട് പറയാൻ പറ്റത്തില്ല, എനിക്ക് ചില കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. പക്ഷേങ്കിൽ ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് കർത്താവ് എനിക്ക് നൽകി തന്നാണെങ്കിൽ എൻ്റെ കർത്താവ് എന്നെ സൂക്ഷിക്കും. ഒരു തിയേറ്ററിലും എന്നെ എടുക്കുവാൻ കർത്താവ് സമ്മതിക്കത്തില്ല. സ്തോത്രം. ഞാൻ കുഞ്ഞിനെ ഡെലിവറി ആയി എനിക്ക് ബോധ്യമുണ്ട്, എൻ്റെ ബോധം പോയി. സ്തോത്രം. എൻ്റെ ഉള്ളിൽ എനിക്ക് ബോധമുണ്ട്. ഹല്ലേലൂയ. എല്ലാവരുടെയും ഷൂവിൻ്റെ സൗണ്ട് കേൾക്കാം. സ്ട്രക്ചർ കൊണ്ടുവന്ന് എന്നെ OR എടുക്കാൻ വേണ്ടി എൻ്റെ ഈ അരഭാഗം പോലെ താഴോട്ട് ഞാൻ വെള്ളത്തിൽ കിടക്കുന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ടായി. മൊത്തം ബ്ലീഡിങ് ആയി. സ്തോത്രം. ഹല്ലേലൂയ. ഞാനിങ്ങനെ കർത്താവിൻ്റെ ഉള്ളിലെ ബോധത്തിൽ ഞാൻ എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ച്, കർത്താവേ അങ്ങ് എന്നോട് പറഞ്ഞതാണല്ലോ ഞാൻ ഇറങ്ങി വന്ന് നിന്നെ വിടുവിക്കുമെന്ന്, എൻ്റെ കരം കൂടെ ഉണ്ടെന്ന്, നിന്റെ ആത്മ കണ്ണുകളെ കൊണ്ട് നോക്കുമ്പോൾ നിന്റെ ചുറ്റിനും നിൽക്കുന്ന ദൂതന്മാരെ ഹല്ലേലൂയ കാണുവാൻ സാധിക്കും. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ആ ഡോക്ടർ ലാസ്റ്റിൽ എനിക്ക് കേൾക്കാമായിരുന്നു. അനസ്തേഷ്യ അറേഞ്ച് ചെയ്യുന്നതും ബ്ലഡ് അറേഞ്ച് ചെയ്യുന്നതും ഒക്കെ എനിക്ക് കേൾക്കാമായിരുന്നു. പക്ഷേങ്കിൽ ഹല്ലേലൂയ. സ്തോത്രം. ആ ഡോക്ടറിന് കർത്താവ് കൊടുത്തു, ഒരു പ്രാവശ്യം കൂടെ ഇവിടെ ഒന്ന് ചെക്ക് ചെയ്യാമെന്ന്. എന്നെ ചെക്ക് ചെയ്തു. പെട്ടെന്ന് ബ്ലീഡിങ് എവിടെ നിന്നാണ് ഉണ്ടായതെന്ന് അവർക്ക് മനസ്സിലായി. അത് സൂചറി പായ്ക്ക് ചെയ്ത് അവിടെ നിൽക്കുവാൻ, ആ ബ്ലീഡ് അവിടെ നിൽക്കുവാനായിട്ട് കർത്താവ് സഹായിച്ചു. എന്നെ OR എടുത്തില്ല. സ്തോത്രം. ഓക്സിജൻ തന്നു. സ്തോത്രം. എന്നെ നോർമൽ റൂമിലേക്ക് മാറ്റുവാൻ കർത്താവിനെ സഹായിച്ചു. സ്തോത്രം. ദൈവമക്കളെ, ദൈവത്തിന്റെ വാഗ്ദത്തം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇറങ്ങി വന്ന് വിടുവിക്കുമെന്ന് പറഞ്ഞാൽ കർത്താവ് ഇറങ്ങി വന്ന് വിടുവിക്കുക തന്നെ ചെയ്യും. ദോഷങ്ങളാൽ പരീക്ഷിക്കുന്ന ദൈവമല്ല, കർത്താവ് വിശ്വസ്തനാ. മനുഷ്യർ പലരും അവിശ്വസ്തരായി തീരുമ്പോൾ കർത്താവ് വിശ്വസ്തയോട് നമ്മുടെ കൂടെ നിന്ന് നമ്മളെ പരിപാലിക്കുന്ന ഒരു ദൈവമാ. ഹല്ലേലൂയ. അങ്ങനെ എനിക്ക് കർത്താവ് മൂത്ത പൈതൽ ക്രിസ്റ്റോ, സ്തോത്രം, ദൈവത്തിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ, കുഞ്ഞായിരിക്കുന്ന 2 പേര്, അത് 1 വർഷം ഞാൻ ഈ മൂത്ത പൈതലിനെ കൊണ്ട് ഞാൻ ചർച്ചിൽ ചെന്ന് പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ 6 മാസം ആയതേ ഉള്ളൂ. സ്തോത്ര. അവിടെ വന്ന ഒരു ദേവദാസൻ പറഞ്ഞു, അടുത്ത വർഷം അടുത്ത കുഞ്ഞുമായിട്ട് നീ ഇവിടെ ഇരുന്ന് ദൈവത്തെ സ്തുതിക്കുമെന്ന്. എനിക്ക് ദേഷ്യമാണ് വന്നത്. സ്തോത്രം. ചർച്ചിലുള്ളവരെല്ലാവരും ചിരിച്ചു. സ്തോത്രം. എന്നാൽ ദൈവത്തിന്റെ വിശ്വസ്തത ദൈവമക്കളെ ഞാൻ പറയട്ടെ. സ്തോത്രം. എനിക്ക് സിംഗിൾ വിസ ആയത് കാരണം എനിക്ക് കവർ ചെയ്യത്തില്ല. പക്ഷെങ്കിൽ നെക്സ്റ്റ് ഇയർ എൻ്റെ ഇൻഷുറൻസ് എനിക്ക് കവർ ചെയ്യുന്നതായിരുന്നു. സ്തോത്രം. ഞാൻ പ്രഗ്നന്റ് ആയി. ഞാൻ അറിയാതാണ് പ്രഗ്നന്റ് ആയത്. എന്നാൽ എൻ്റെ കർത്താവിന്റെ കൃപ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ദൈവസാന്നിധ്യത്തിൽ ഹല്ലേലൂയ. ഞാൻ അവിടെ ഇരുന്ന് ഞാനിങ്ങനെ പള്ളു പറഞ്ഞപ്പോൾ ഞാൻ പിറ്റേ വർഷം അടുത്ത കുഞ്ഞുമായിട്ട് ഞാൻ അവിടെ ഇരുന്ന് ഒക്ടോബർ, നവംബർ, ഡിസംബർ, സ്തോത്രം, ഒക്ടോബറിലാണ് 2ാമത്തെ കുഞ്ഞുണ്ടായത്. സ്തോത്രം. ഞാൻ അവിടെ പോയിരുന്ന് ദൈവത്തോട് ക്ഷമ ചോദിച്ചു, കർത്താവേ ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടോ എന്നോട് ക്ഷമിക്കണമേ. ദൈവവാഗ്ദത്തങ്ങൾ എന്നോട് അറിയിച്ചിരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ നിറവേറിയല്ലോ. ഹല്ലേലൂയ. കർത്താവിനെ സഹായിച്ചു. സ്തോത്രം. എൻ്റെ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി ഞാൻ പിന്നെയും ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ 2 ആൺകുഞ്ഞുങ്ങളെ കർത്താവ് എനിക്ക് നൽകി തന്നവർ ഇവിടെ തന്നെ ആയിരിക്കുന്നു. അവര് ഒരാളെ മൂത്ത മോൻ 8ാം ക്ലാസ്സിലും 2ാമത്തെ മോന് 6ാം ക്ലാസ്സിലും പഠിച്ചുകൊണ്ടിരിക്കുന്നു. സ്തോത്ര. കൃപയാൽ ഞങ്ങൾ ഇവിടെ സൂക്ഷിക്കുന്നു. പിന്നെ ഞാൻ എൻ്റെ മൂത്ത ഉണ്ടാകുന്ന സമയത്ത് ഞാനിങ്ങനെ പറഞ്ഞു, കർത്താവേ ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്യുന്നത്, ഒരു ഗവൺമെന്റ് ജോലി കിട്ടിയായിരുന്നുവെങ്കിൽ എന്ന് മാത്രമേ. അപ്പോഴേ ആ സമയങ്ങളൊക്കെ ഡിപ്ലോമ ക്ലോസ് ചെയ്യുന്ന സമയമാണ്. BSN ആണല്ലോ ഇപ്പോൾ എല്ലായിടത്തും എടുക്കുന്നത്. ഞാൻ ഡിപ്ലോമയാണ്. ഞാനിങ്ങനെ പറഞ്ഞു, ഒരു കിട്ടിയായിരുന്നുവെങ്കിൽ എൻ്റെ കുഞ്ഞിനെ പഠിപ്പിക്കാനും. സ്തോത്ര. ഹല്ലേലൂയ. വാടക കൊടുക്കണം, പല കൂട്ടം കാര്യങ്ങളുണ്ട്. സ്കൂളിൽ അറിയാമല്ലോ, കുഞ്ഞുങ്ങൾക്ക് പാൽപ്പൊടി കാര്യങ്ങളൊക്കെ മേടിക്കാൻ ഒത്തിരി ചിലവുണ്ട്. അപ്പം ഞങ്ങളുടെ ചുരുക്ക സാലറി കൊണ്ട് അത് പറ്റത്തില്ല. ദൈവമേ ഒന്ന് കിട്ടിയായിരുന്നുവെങ്കിൽ ദാസനെ ഞാൻ മനസ്സിൽ ചിന്തിച്ചു. ദൈവത്തിന്റെ കൃപയാൽ ദൈവഭക്തിയോടെ
ദൈവത്തിന്റെ സാന്നിധ്യത്തോട് ഞാൻ പറയട്ടെ, ഞാൻ ഇവിടുന്ന് എക്സിറ്റ് പോയി 7 വർഷം കഴിഞ്ഞ്, ആദ്യത്തെ 7 വർഷം കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് എക്സിറ്റ് പോയി. എനിക്ക് ഗവൺമെന്റിൽ ജോലി കിട്ടിയതിന് ശേഷമാണ് എൻ്റെ മൂത്ത കുഞ്ഞിനെ ഞാൻ സ്കൂളിൽ വിട്ടത്. എനിക്ക് ഇക്കാമ കിട്ടിയതിന് ശേഷമാണ് നമ്മള് എൻ്റെ കർത്താവിനെ വിശ്വസിക്കാൻ ഞാൻ വീണ്ടും ദൈവത്തെ സ്തുതിക്കുക. ഹാലലുയ. ഹൃദയത്തിൽ ആഗ്രഹിച്ചതേ ഉള്ളൂ, എൻ്റെ കർത്താവ് എനിക്ക് നൽകി തന്നു. സ്തോത്രം. ഹാലലുയ. ഇവിടെ ഒരു മിലിറ്ററി ഹോസ്പിറ്റൽ ഞാനിപ്പം ജോലി ചെയ്തിരുന്നു. 9 വർഷത്തോളമായി ഈ ഹോസ്പിറ്റലിൽ കയറിയിട്ട് ദൈവത്തിന്റെ ദയൊന്ന് മാത്രമാ. ഹാലലുയ. അത് പറയുവാണെങ്കിൽ എന്നെ ഇവിടുന്ന് ഇന്റർവ്യൂ എടുത്ത് ഞാൻ 3 മാസം കഴിഞ്ഞ് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ, ഹാലലുയ സ്തോത്രം, ഈ ഹോസ്പിറ്റലിൽ പെട്ടെന്ന് കയറണമെന്നായിരുന്നു പറഞ്ഞത്. എന്നാൽ കൃപയാൽ നേഴ്സിംഗ് ഡയറക്ടറുമായിട്ട് സംസാരിപ്പാൻ കർത്താവ് എനിക്ക് ദയ തന്നു, ദയ തോന്നിച്ചു. സ്തോത്രം. അവർ പറഞ്ഞു കുഴപ്പമില്ല, 3 മാസം പോയി പേപ്പർ കൊടുത്ത് എക്സിറ്റ് പോയിട്ട് കയറി വന്നാൽ മതി എന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു. ആ ഒരു വാക്കിനാൽ 3 മാസം കഴിഞ്ഞ് ഞാൻ അവിടെ ചെന്ന് കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു. ആ സമയത്താണ് എൻ്റെ പപ്പായും അമ്മ, എൻ്റെ സഹോദരന് സർജറി കഴിഞ്ഞ് പപ്പായും അമ്മ ഇവിടെ വന്നു. ഞാൻ ഇവിടുന്ന് എക്സിറ്റ് ഏപ്രിൽ പോന്നു. മെയ്യിൽ എൻ്റെ പപ്പ ഇവിടുന്ന് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു അറ്റാക്കായിട്ട്. വളരെ വിഷയത്തിൽ കൂടി, വളരെ പ്രയാസത്തിൽ കൂടി, ഒന്നിനു പുറകെ ഒന്നായിട്ട് വേദന, ചില വർഷങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പറയാൻ വയ്യാത്ത വേദനകളും ശോധനകളും ജീവിതത്തിൽ കടന്നു വന്നു. പക്ഷെ അവിടെ നിന്നെല്ലാം ദൈവം എന്നെ നടത്തി. സ്തോത്രം. എൻ്റെ രണ്ടാമത്തെ സഹോദരൻ അറ്റാക്ക് ആയപ്പോൾ ആ സമയത്ത് ഭയങ്കര വിഷമം. ഈ കുഞ്ഞുങ്ങൾ രണ്ടുപേരെ, അവർക്ക് 2 കുഞ്ഞുങ്ങളെ, ജോലി, പിന്നെ ആങ്ങളയുടെ വൈഫ് പ്രഗ്നന്റ്, ഈ പിന്നെ ആങ്ങള ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്നു. എനിക്ക് എങ്ങോട്ട് പോകണോന്ന് അറിയത്തില്ല. ഈ ഹോസ്പിറ്റലിൽ പോകണോ അവിടെ പോകണോ, അങ്ങനെ ആയിരിക്കുന്ന സമയങ്ങളിൽ എൻജിയോഗ്രാഫി ചെയ്ത് കഴിഞ്ഞപ്പോൾ 6 ബ്ലോക്ക് എൻ്റെ സഹോദരന്. 36-37 വയസ്സേ ഉള്ളൂ. ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ പറ്റത്തില്ല, ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റത്തില്ല. എൻ്റെ ഹസ്ബൻഡോട് പറഞ്ഞ നിങ്ങൾ ഡിസിഷൻ എടുത്തോളാൻ പറഞ്ഞു. ഞാൻ വീട്ടിലോട്ട് വന്ന് ഞാൻ വാവിട്ട് ഞാൻ കരഞ്ഞു, കർത്താവേ ഞാൻ എങ്ങനെ ഡിസിഷൻ എടുക്കും, ഞാൻ എന്തു ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. ആ ഹോസ്പിറ്റലുള്ളവർ പറഞ്ഞു അവിടെ ചെയ്യരുതെന്ന്. കർത്താവെ, എനിക്ക് ഒരു വെളിവ് കെട്ടവളെ പോലെ എന്ന് പറയാം. ഞാൻ ആ മുറിക്കകത്ത് വന്ന് ഞാൻ വാവിട്ട് കരഞ്ഞപ്പോൾ ഞാൻ കേട്ട ഒരു ദൈവശബ്ദമുണ്ട്. ഇങ്ങനെ പറയുവാനായിട്ട് ഇടയായി തീർന്നു, കുഞ്ഞെ, എവിടെ ചെയ്താലും എൻ്റെ സാന്നിധ്യമില്ലെങ്കിൽ അത് വിജയിക്കുകയില്ല എന്നൊരു ശബ്ദം ഞാൻ കേട്ടു. ഞാൻ പെട്ടെന്ന് ഫ്രഷായി ഞാൻ എൻ്റെ സഹോദരൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, നമുക്ക് സൈൻ ചെയ്ത് കൊടുക്കാം, കർത്താവ് ഇതിനു മേൽ വലിയ പ്രവൃത്തി ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ വിശ്വാസത്തോടെ ഓപ്പൺ ഹാർട്ട് സർജറിക്ക് വേണ്ടി സൈൻ ചെയ്ത് കൊടുത്തു. 2015 31-ാം തീയതി, ലാസ്റ്റ് ഡിസംബർ 31-ന് എൻ്റെ സഹോദരൻ്റെ ഓപ്പൺ ഹാർട്ട് സർജറി ആയിരുന്നു. അതിൽ ഞാൻ വാതുക്കൽ ഇരിക്കുമ്പോൾ ഡോക്ടർ എന്നോട് നേരത്തെ വിളിച്ചു പറഞ്ഞു, സ്തോത്രം സിസ്റ്ററെ, ഓപ്പൺ ഹാർട്ട് സർജറി ഒരു സ്റ്റാഫ് നേഴ്സായി നിനക്കറിയാം, രാവിലെ കയറ്റിയാൽ ഒരു 3-3:30 ആകും ഇറക്കുമ്പോൾ എന്ന് പറഞ്ഞു. എന്നാൽ സ്തോത്രം, ഞാൻ ഇതെല്ലാം കേട്ടു. എന്നോട് പറഞ്ഞു, നീ റൂമിൽ പോകണമെങ്കിൽ പൊക്കോളാൻ പറഞ്ഞു. പക്ഷെ ഒരു സഹോദരി എന്ന നിലയിൽ എനിക്ക് പോകാൻ പറ്റാതെ ഞാൻ ആ OR-ന്റെ മുമ്പിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 11:30 ആയപ്പോൾ ഈ ഡോക്ടർ വേറൊരു ഓപ്പോസിറ്റ് ഡോറിൽ വന്ന് എന്നെ വിളിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി. ഞാൻ വിചാരിച്ചു സകലതും കഴിഞ്ഞു എന്ന്. ഞാൻ ഓടിച്ചെന്ന് ചോദിച്ചു, എന്തോ പറ്റി ഡോക്ടർ എന്ന് പറഞ്ഞു. അവരുടെ ഭാഷയിൽ അൽഹംദുലില്ലാ, എല്ലാം ക്ലിയർ ആയി, പെട്ടെന്ന് തന്നെ എല്ലാം സക്സസ് ആകുവാനായിട്ട് ഇടവന്നു. സ്തോത്രം. ക്ലോസിംഗ് നടന്നുകൊണ്ടിരിക്കുക, നിന്റെ സഹോദരന് ഒരു കുഴപ്പവുമില്ല. സ്തോത്രം. ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ കരമാ. ഡോക്ടറിന്റെ കരമല്ലായിരുന്നു അവിടെ പ്രവർത്തിച്ചത്, ദൈവത്തിന്റെ കരമായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇന്നും ഹല്ലേലൂയ ജീവനോടെ ഇരുന്ന് കർത്താവിന്റെ പ്രവൃത്തി ചെയ്യുന്നു. സ്തോത്രം. കർത്താവിന്റെ ദയയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഓരോ കാര്യങ്ങളും കർത്താവ് നടത്തുവാനായിട്ട് ഇടയായി തീർന്നു. പപ്പായി ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ഞാൻ നാട്ടിലായിരിക്കുന്നു. ആ സമയത്ത് എനിക്ക് പോകാനുള്ള ടിക്കറ്റ് എല്ലാം വന്നു. വിസ വന്നു. വിസ എൻ്റെ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്തു. എല്ലാ കാര്യങ്ങളും ഞാൻ ഏജൻസിക്കാരോട് പറയുന്നത് കാരണത്താൽ അവർക്കറിയാമായിരുന്നു എന്നെ എടുക്കുമെന്ന്. അവർ സ്റ്റാമ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ടിക്കറ്റ് വന്നപ്പം എൻ്റെ പേരില്ല അതിനകത്തില്. പെട്ടെന്ന് ഇവിടോട്ട് വിളിച്ചു, ഹോസ്പിറ്റലോട്ട് വിളിച്ചു, പറഞ്ഞു HR-ൽ നിന്ന് അവർ പറഞ്ഞു, ഓൾറെഡി ഇവളെ റിജക്ട് ചെയ്തതാ, നീ എന്തിനാ ഇവളെ എടുത്തതെന്ന് ചോദിച്ചു. അവർ തമ്മിൽ ഫൈറ്റിങ് തുടങ്ങി. പെട്ടെന്ന് ഈ പുള്ളിക്കാരി ഫോൺ കട്ടിയിട്ട് എന്നെ വിളിച്ചു പറഞ്ഞു, നിനക്ക് ടിക്കറ്റ് വന്നിട്ടില്ല, നിന്റെ പക്ഷെങ്കിൽ പാസ്പോർട്ട് ഞങ്ങൾ വിസ സ്റ്റാമ്പ് ചെയ്തു, എന്താന്ന് വെച്ചാൽ ആരോടാന്ന് വെച്ചാൽ നിങ്ങൾ സംസാരിച്ചോളാൻ പറഞ്ഞു. പെട്ടെന്ന് ഞാൻ ഈ നേഴ്സിംഗ് ഡയറക്ടറെ വിളിപ്പാനായിട്ട് ഇടയായിരുന്നു. ഒരു അമേരിക്കക്കാരി ലേഡിയാണ്. ഹോസ്പിറ്റലിൽ വന്ന് കണ്ടാല് ഒരു രീതിയിലും എൻ്റെ കാര്യത്തിന് വേണ്ടി ഇവർക്ക് സംസാരിക്കേണ്ട കാര്യമില്ല ദേവദാസിനെ. പക്ഷെങ്കിൽ ദൈവപ്രവൃത്തി എന്ന് പറയട്ടെ, എന്നോട് പറഞ്ഞു, നിന്റെ ഇന്ത്യയിലെ നമ്പറാണോ ഇത്, 10 മിനിറ്റ്സ് നീ വെയിറ്റ് ചെയ്യ്, ഞാൻ നിന്നെ കോൾ ബാക്ക് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ HR-ഉമായിട്ട് സംസാരിച്ച് 10 മിനിറ്റ്സ് പോലും എടുത്തില്ല. അതിനു മുമ്പ് എനിക്ക് ഫോൺ വന്നു, നിന്റെ ടിക്കറ്റ് റെഡി ആയിട്ടുണ്ട്, ഞാൻ അവരുമായിട്ട് സംസാരിച്ച് നിനക്ക് കയറി വരാമെന്ന്. എൻ്റെ ദൈവം വലിയവനാ. ഹല്ലേലൂയ. സ്തോത്രം. ആ സമയത്ത് നോർക്കയുടെ പ്രയാസങ്ങളൊക്കെ തുടങ്ങുമായിരുന്നു. എന്നാൽ അതിലൊന്നും ഉൾപ്പെടുത്താതെ വേണം എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി വലിയവ ചെയ്തു. സ്തോത്രം. അങ്ങനെ കയറി വരുവാൻ
ദൈവം നമുക്ക് വേണ്ടി ഒരു വഴി തുറന്നാൽ അത് എങ്ങനെയല്ല ഏതെല്ലാം ശത്രു അടയ്ക്കാൻ ശ്രമിച്ചാലും വിശ്വാസത്തോടെ ഞാൻ പറയട്ടെ, ദൈവം തുറന്ന വാതിൽ മറ്റാർക്കും അത് തടയുവാൻ സാധിക്കത്തില്ല. ദൈവം നമുക്ക് വേണ്ടി കരുതിയതാണെങ്കിൽ ദൈവം നമ്മുടെ മുമ്പിൽ അത് തുറന്നു വെച്ചിരിക്കുക. സ്തോത്രം. പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. പിറുപിറുക്കാതെ അവിശ്വസ്തരായി തീരാതെ വേണം വിശ്വസ്തയോട് നമുക്ക് നമ്മുടെ ജീവിതം മുന്നേറുക. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഹാലലുയ. അങ്ങനെ സ്തോത്രം. അവിടെ ജോലി കിട്ടുവാനും ഒക്കെ കർത്താവ് ഇടയായി തീർന്നു. ഒരു 7-8 വർഷം ICU ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഞാൻ പഠിച്ചിറങ്ങിയപ്പോൾ മുതലേ ഈ ഒരു 1.5 വർഷത്തിന് മുമ്പ് വരെ ഞാൻ ICU ഡിപ്പാർട്ട്മെന്റിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ ഇൻ ബിറ്റ്വീൻ പറയാനുണ്ട്. പക്ഷെങ്കിൽ നമ്മൾ എത്രയും മണിക്കൂറുകൾ കേട്ടിരിക്കുന്നതും ഹാലലുയ എല്ലാവരും അങ്ങനെ ശ്രമിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിവേ ലാസ്റ്റ് ഞാൻ പറഞ്ഞു നിർത്തട്ടെ. ഈ സമയത്ത് കോവിഡിന്റെ ഒക്കെ സമയം കഴിഞ്ഞതിന് ശേഷം ഞാനിങ്ങനെ മനസ്സിലാഗ്രഹിച്ചു, എനിക്കെല്ലാം പ്രാർത്ഥനയും മുടക്കാതെയും ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് എൻ്റെ ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ ഒരു നൈറ്റ് ഇല്ലാത്തൊരു ജോലി കിട്ടിയായിരുന്നുവെങ്കിൽ ഞാനിങ്ങനെ ചിന്തിച്ച് ആഗ്രഹിച്ചു. പക്ഷേ അവിടെ ഒരു ഇന്റേണൽ അഡ്വർടൈസ്മെന്റ് വന്നു, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ വേക്കൻസി ഉണ്ടെന്ന് ഞാൻ എൻ്റെ CV അയച്ചപ്പോൾ അവർ പറഞ്ഞു ഇല്ല, എടുക്കത്തില്ല, നിന്നെ റിജക്ട്, BSN അല്ലാത്തോണ്ട് റിജക്റ്റ് ആയെന്ന് പറഞ്ഞു. അന്നേരം ആ ഒരു പ്രതീക്ഷയും കഴിഞ്ഞു. സ്തോത്രം. വേറൊന്നുമില്ല. ഇനിവേ ദൈവം തമ്പുരാൻ കൊണ്ടുവന്ന സമയത്തോളം പോട്ടെ എന്ന് കരുതി ഞാനിങ്ങനെ മുന്നോട്ട് പോയപ്പോൾ ഞങ്ങളുടെ അവിടെ ഒരു ഡെപ്യൂട്ടിയുടെ അമ്മ അഡ്മിറ്റ് ആകാനും അവരുമായിട്ട് ഇങ്ങനെ ഒരു കാഷ്വൽ ടോക്കിംഗ് നടന്നതാണ്. ദൈവത്തിന്റെ കൃപയാൽ അവരെ പറയുവാനായിട്ട് ഇടയായി തീർന്നു. ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഒരു വേക്കൻസി ഉണ്ട്, നിനക്ക് വരാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുവാനായിട്ട് ഡയറക്റ്റ് ചോദിക്കുവാൻ കർത്താവിനെ സഹായിച്ചു. അങ്ങനെ എൻ്റെ CV കാര്യങ്ങളൊക്കെ കൊടുത്തു. ദൈവത്തിന്റെ കൃപയാൽ ഒഫീഷ്യലായിട്ട് ഇതുവരെ മാറിയിട്ടില്ല. 1.5 വർഷമായിട്ട് ഞാൻ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ നൈറ്റ് ഇല്ലാതെ ജോലി ചെയ്യുന്നു. കർത്താവിന്റെ കൃപയാൽ കർത്താവിനെ നടത്തുന്നു. സ്തോത്രം. ഞാനിങ്ങനെ അവിടെ ജോലി ചെയ്തതിനു ശേഷം ദൈവാത്മാവനോട് പറഞ്ഞു 21 ഡേയ്സ് ഫാസ്റ്റിംഗ് ഇരിക്കാൻ. ഞാനിങ്ങനെ ഫാസ്റ്റിംഗ് ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം ലാസ്റ്റ് സമയമായപ്പോൾ എനിക്കൊരു കോള് വന്നു. ആ കോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു മോളാണ് വിളിച്ചത്. അവള് ഒരു ദിവസം ഞാനിങ്ങനെ ഉച്ചയായ സമയത്ത് ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാറുണ്ട്. ആ സമയത്ത് ദൈവാത്മാവിനോട് പറഞ്ഞു ഇന്നയാളെ വിളിക്കാൻ വേണ്ടി പറഞ്ഞു. ഞാൻ അവളെ വിളിച്ചു. സ്തോത്രം. അവൾ വളരെ പ്രയാസത്തിലിരിക്കുക. എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു അവളുടെ ഹിസ്റ്ററി. അങ്ങനെ പ്രയാസത്തിലിരിക്കുമ്പോഴാണ് ഞാൻ വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ചർച്ചിൽ ഒരു പ്രാർത്ഥനയുണ്ട്, നീ ഇന്ന് വൈകിട്ട് വരുവാൻ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചു. ഓക്കെ, ഞാൻ വരാമെന്ന് പറഞ്ഞു. ഇന്നെ കേൾക്കുന്ന പ്രേക്ഷകരോട് ഞാൻ പറയട്ടെ, ദൈവാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ എന്തെങ്കിലും ഹേമിക്കുന്നുണ്ടെങ്കിൽ കൊടുക്കുവാനായിരിക്കും, ചിലപ്പോൾ സുവിശേഷം പറയാനായിരിക്കും, ചിലപ്പോൾ അവരോട് കുശലം പറയാനായിരിക്കും. നമ്മുടെ ഹൃദയത്തിൽ എന്തെങ്കിലും തോന്നിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് പറഞ്ഞു തുടങ്ങണം. നമ്മൾ സംസാരിക്കണം. ചിലർ കണ്ടിട്ടുണ്ട് മസിൽ പിടിച്ചിങ്ങനെ ഇരിക്കുന്നത്, അവരെന്തോ ചിന്തിക്കുക. അവരെന്തും ചിന്തിച്ചോട്ടെ, അവരുടെ ചിന്തകളൊന്നും നമുക്ക് തടയാൻ പറ്റത്തില്ല. അവരെന്തും പറഞ്ഞോട്ടെ, മനുഷ്യന്റെ വായ നമുക്ക് തടയാൻ പറ്റില്ല. പക്ഷേ നല്ല മനസ്സോട് നമ്മളൊന്ന് പറയുകയും ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാൻ ദൈവം അവിടെ പ്രവർത്തിക്കാനായിട്ട് ഇടയായിത്തീരും. ഞാൻ ഇവിടെ വിളിച്ചു, മോളെ പ്രാർത്ഥനയ്ക്ക് വരാമോ വൈകിട്ടെന്ന് ചോദിച്ചു. ചേച്ചി എന്തുകൊണ്ടാണ് എന്നെ വിളിച്ചതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് അറിഞ്ഞുകൂടാ, ദൈവാത്മാവിനോട് സംസാരിച്ച് നിന്നെ വിളിക്കാൻ. എൻ്റെ നമ്പറില്ലായിരുന്നു, മെസ്സഞ്ചറിൽ കയറിയാണ് ഞാൻ വിളിച്ചത്. ഞാൻ വരാൻ ചേച്ചി എന്ന് പറഞ്ഞു. ദൈവമക്കളെ ഞാൻ പറയട്ടെ, അന്ന് രാത്രി അവിടെ വിടുതലിന്റെ രാത്രിയായിരുന്നു. സ്തോത്രം. വർഷങ്ങളായിട്ട് അവൾക്ക് തലമുറയില്ലാതെ അവൾ കരഞ്ഞ് പ്രാർത്ഥിച്ച്, അവൾ നിലവിളിച്ച് ഒരു നിലയില്ലാതെ അവൾ കരഞ്ഞ് വാവിട്ട് കരഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഇവളെ വിളിക്കുന്നത്. അന്ന് വന്ന ദേവദാസൻ ഇവളോട് പറഞ്ഞു വർഷം സഹിതം, എനിക്കറിഞ്ഞുകൂടാ ഇവളെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര വർഷമായി, വർഷം സഹിതം പറഞ്ഞിട്ട് പറഞ്ഞു എല്ലാ കാര്യവും നിന്റെ കണ്ണുനീരിന്റെ മറുപടിയായി അടുത്ത വർഷം അത്ഭുതം നിന്റെ ജീവിതത്തിൽ ചെയ്യുമെന്ന്. ഇവളതെല്ലാം കേട്ട് വെളിയിൽ ഇറങ്ങി വെച്ച് എന്നോട് എന്നോട് വന്നിട്ട് ചോദിക്കുക, ചേച്ചി വല്ലതും പറഞ്ഞായിരുന്നോ ഈ പാസ്റ്റർ അടുത്തെന്ന്. ഞാൻ പറഞ്ഞു കുഞ്ഞെ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല, ദൈവാത്മാവ് നിന്നോട് സംസാരിച്ചെങ്കിൽ നിന്റെ ജീവിതത്തിൽ അത് നടക്കുവാനായിട്ട് ഇടയായി തീരുമെന്ന് പറഞ്ഞു. അങ്ങനെ വന്നു. ദൈവത്തിന്റെ കൃപയാൽ അവൾക്കൊരു കുഞ്ഞിനെ, നല്ലൊരു പെൺകുഞ്ഞിനെ ദൈവം ദാനമായി നൽകി കൊടുത്തു. ഈ കുഞ്ഞാണ് എന്നെ വിളിക്കുന്നത്. എന്നെ വിളിച്ചേച്ച് പറഞ്ഞു, ചേച്ചി നാട്ടിൽ നിന്ന് ഒരു ദൈവദാസി കടന്നു വന്നിട്ടുണ്ട്, ചേച്ചി ഒരു മീറ്റിംഗ് തയ്യാർ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മോളെ, ഇത് സൗദി അറേബ്യ, ഞാൻ എവിടെ ചെയ്യും ഇത്? സ്തോത്രം. ഞങ്ങളുടെ ചർച്ചിൽ അതിനുള്ള സാവകാശമില്ല, ഞാൻ നോക്കട്ടെ. ചേച്ചി ഇത് പറയരുത്, ഇങ്ങനെ പറയരുത്. എന്നെ പോലെ അനേകർ ഈ ദേശത്ത് വിടുവിക്കാനുള്ളവർ അനേകർ കാണും, അവരെയൊക്കെ ചേച്ചി ഒരു മീറ്റിംഗ് വെച്ചാൽ അത് നടക്കുവാനായിട്ട് ഇടയായി തീരുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കൊന്നും അറിയത്തില്ല, എനിക്കൊരു കഴിവില്ലാത്തവളാ, ചർച്ചിൽ വേണം, കാര്യങ്ങളൊക്കെ ക്രമീകരിക്കണം. റീജ ബിജു കൊട്ടാരക്കര സിസ്റ്റർ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്, നല്ല മെസ്സേജാ, ഞാൻ ചേച്ചിക്ക് നമ്പർ ഫോർവേഡ് ചെയ്യുക. ചേച്ചിക്ക് പറ്റത്തില്ലെന്ന് ചേച്ചി പറയല്ല, ചേച്ചി ഇത് നടത്തണമെന്ന് പറഞ്ഞ് ഇവള് ഫോൺ കട്ട് ചെയ്തു, എനിക്ക് നമ്പർ ഫോർവേഡ് ചെയ്തു. പുള്ളിക്കാർ റിയാദിലുണ്ട്, ഇന്ന ദിവസം തിരിച്ചു വരും, ഈ കോബാറിലേക്ക് വരും, ചേച്ചി വിളിക്കണമെന്ന് പറയും. ഓക്കെ, ഞാൻ ഫോൺ കട്ട് ചെയ്തു. ഞാനിങ്ങനെ ചിന്തിച്ച്, കർത്താവേ ഞാൻ എന്ത് ചെയ്യണം? പക്ഷെങ്കിൽ ആ സമയത്ത് ദൈവത്തിന്റെ ശബ്ദം ഞാൻ കേട്ടു, നീ തന്നെ ഇത് ചെയ്യണമെന്ന്. സ്തോത്രം. ഹാലലുയ. ദേവദാസനെ ഹാലലുയ. ഒന്നും കണ്ടിട്ടല്ല എൻ്റെ വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞ എൻ്റെ വിട്ട് സ്തോത്രം, വിശ്വാസ കാൽച്ചൂടുകൾ എടുത്തു വെക്കാനായിട്ട് കർത്താവ് സഹായിച്ചു. പെട്ടെന്ന് ഞാനിവിടെ നമ്മളെ അറിയാവുന്ന ഒരു ചർച്ചിലെ ദേവദാസനെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനൊരു കാര്യമുണ്ട്, എന്തോ ചെയ്യണമെന്ന് ചോദിച്ചു. പറഞ്ഞു ഒരു കുഴപ്പമില്ല ബീന, ഞങ്ങളുടെ ചർച്ച എടുത്തോളാൻ പറഞ്ഞു. സ്തോത്രം. ഹാലലുയ. അങ്ങനെ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു. 21 ദിവസം ഫാസ്റ്റിംഗ് തീരാവുന്ന സമയമാ.
ശക്തമായി ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ ഞാൻ എന്തു ചെയ്യും? എനിക്ക് ഈ പറഞ്ഞ പോലെ കഴിവില്ല. ഞാൻ ആരുടെ മുമ്പിൽ അങ്ങനെ നിന്നിട്ടില്ല. ഹല്ലേലൂയ സ്തോത്രം. എന്നെക്കാളും കഴിവും ഹല്ലേലൂയ സ്തോത്രം എല്ലാ വചനത്തിന്റെ ആഴമേറിയ കാര്യങ്ങൾ അറിയാവുന്നവരെ എന്റെ മുമ്പിൽ ഇരിക്കുന്നത്. കർത്താവ് എനിക്ക് വേണ്ടി കൃപ തോന്നണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഹല്ലേലൂയ കാര്യങ്ങൾ ക്രമീകരിച്ച് ആ ചർച്ചിൽ ഒരു 70 to 75 പേർക്ക് ഇരിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞു, കർത്താവേ കുറച്ച് ആൾക്കാർ വരുമോ? കൂടുതൽ ആൾക്കാർ വന്നാൽ എവിടെ അക്കോമഡേറ്റ് ചെയ്യും? ഹല്ലേലൂയ സ്തോത്രം. ഭക്ഷണം മേടിച്ചിട്ടുണ്ട്, ഇത് തികയുമോ? ദേവദാസന് അറിയാമല്ലോ, ഒരു ചർച്ച് അല്ലെങ്കിൽ ഒരു നടത്തിക്കൊണ്ട് പോകുമ്പോൾ ഓരോ കാര്യങ്ങളും ക്രമീകരിക്കുന്ന ടെൻഷൻ നമുക്കറിയാം. സ്തോത്രം. ഞാനിങ്ങനെയൊക്കെ വളരെയധികം ഭാരപ്പെട്ടു. പല ചർച്ചുകളിലും പോസ്റ്റർ ഉണ്ടാക്കി അയച്ചു കൊടുത്തു. ആർക്കും എന്നെ അറിയത്തില്ല. പലരും ചോദിക്കുന്നത്, ഈ പുള്ളിക്കാരി ഏത് പാസ്റ്റർ ഭാര്യയാന്നാ ചോദിക്കുന്നത്. സ്തോത്രം. എന്നാൽ ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിച്ച പ്രകാരം, മോളെ, അനേക ശ്രേഷ്ഠതയുള്ളവരും കഴിവുള്ളവരും ഉള്ളപ്പോൾ അവരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ഞാൻ നിന്നെ തെരഞ്ഞെടുത്താണ് ഒരു ശബ്ദം ഞാൻ കേട്ടത്. ഹല്ലേലൂയ. കർത്താവിനെ നടത്തിയ വഴികളെ ഓർക്കുമ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. ദേവദാസനും ദാസിയും പാസ്റ്റർ റീജ ബിജുവും പാസ്റ്റർ ബിജു അവിടെ കടന്നു വന്നു. ഹല്ലേലൂയ സ്തോത്രം. പാട്ട് പാടാൻ ആൾക്കാരെ വിളിച്ചു. ദേവദാസിനെ ഞാൻ അനുഭവിച്ചൊരു ദൈവ സാന്നിധ്യമുണ്ട്. സ്തോത്രം. അവിടെ കടന്നു വന്നവർ അനുഭവിച്ചൊരു ദൈവ സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ. അനേകരുടെ ജീവിതത്തിൽ വിടുതലായിരുന്നു. സ്തോത്രം. ഞാൻ പറയാം, ആ ഹോളിനകത്തിൽ നിറയെ ആൾക്കാരെ ഹല്ലേലൂയ സ്തോത്രം വരുവാനായിട്ട് ഇടയായി തീർന്നു. അധികം വന്നിട്ട് വെളിയിൽ നിൽക്കേണ്ട വന്നിട്ടില്ല. എന്റെ കർത്താവ് പെർഫെക്റ്റ് ആയിട്ട് അതിന്റെ കാര്യം ഏറ്റെടുത്ത് എല്ലാം നന്നായി ചെയ്യുവാൻ കർത്താവ് സഹായിച്ചു. ശക്തമായ റീജ ബിജു സിസ്റ്റർ പറയാനായിട്ട് ഇടയായി തീർന്നു. ഒരിടത്ത് ചെന്നാലും അനുഭവിക്കാത്തൊരു ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ കർത്താവ് സഹായിച്ചു എന്ന് കേൾക്കുവാൻ കർത്താവ് ദൈവം കൃപ ചെയ്തു. അത് നമ്മൾ പ്രാർത്ഥിച്ച, നമ്മൾ ദൈവത്തിന്റെ സന്നിധി വിശ്വസിച്ചോട് നിന്ന, ഉപവസിക്കാൻ പറയുമ്പോൾ ഉപവസിച്ചോണം. അല്ലെങ്കിൽ ആരോഗ്യമുള്ളപ്പോൾ പ്രാർത്ഥിച്ചോണം, ഉപവസിച്ചോണം. അല്ലെങ്കിൽ ഒരുപിടി മരുന്ന് കയ്യിൽ നിന്നിട്ട് എനിക്ക് മരുന്നുണ്ട് കഴിക്കാൻ, എനിക്ക് ആഹാരം കഴിക്കാതിരിക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ എന്ന് പറഞ്ഞിരിക്കാതെ ആഹാരം പിന്നെ ഉപവസിപ്പാൻ നമുക്ക് അവസരമുള്ളപ്പോൾ ഹാലലുയ നമ്മൾ ഉപവസിച്ചോണം, നമ്മൾ പ്രാർത്ഥിച്ചോണം. ഹാലലുയ. കിട്ടുന്ന അവസരം പാഴാക്കരുത്. എനിക്ക് പ്രേക്ഷകരോട് പറയാനൊരു കാര്യം മാത്രമേ ഉള്ളൂ. ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്ന സമയം എത്ര നമുക്കറിയത്തില്ല. സ്തോത്രം. ഹാലലുയ. അധികം നാളില്ല. എനിവേ ലോക സംഭവങ്ങൾ വിളിച്ചറിയിക്കുന്നത് അധികം നാളില്ല. ദൈവമക്കളെ, നമ്മുടെ മുമ്പിൽ നമ്മുടെ ഓട്ടം വിശ്വസ്തയോടെ സ്ഥിരതയോടെ ഓടുവാൻ കർത്താവ് നമ്മളെ കൃപ ചെയ്യട്ടെ. നമ്മളായിരിക്കുന്ന എന്നെ ശ്രവിക്കുന്ന പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഏത് രാജ്യത്തിരുന്നാണോ ഈ സാക്ഷി നിങ്ങൾ കേൾക്കുന്നത്, ഹാലലുയ, നിങ്ങൾക്ക് അവസരം ഉണ്ടായിട്ട് നിങ്ങൾ മടി പിടിച്ച് പുറമോട്ട് മാറിയിരിക്കാതെ ഹാലലുയ മറ്റുള്ളവരെ കൂട്ടി ഹാലലി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെ ഹാലലുയ സ്തോത്രം ഒരുമിച്ച് കൂടെ ഹോസ്റ്റലുകളാണെങ്കിൽ ഹോസ്റ്റലിൽ നമുക്ക് ഒരു റൂമിൽ കൂടി ഹാല ദൈവനാമം ഉയർത്താം. സ്തോത്രം. കർത്താവ് ചെയ്ത ഉപകാരങ്ങളെ മറ്റുള്ളവരുടെ ഇടയിൽ പറയാം. ഹാലലുയ. സാക്ഷ്യം പറയാനായിരിക്കും, പ്രാർത്ഥിക്കാനായിരിക്കും. അല്ലെങ്കിൽ നിന്റെ ഈ പൈസ ഉണ്ടോ, മറ്റുള്ളവർക്ക് കഷ്ടതയിലിരിക്കുന്നവർക്ക് സഹായിക്കും. ദേവദാസന്മാരെ സഹായിക്കണം. ഹാലലുയ. ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തില്, എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ചേഞ്ച് ആയിരുന്നു ഈ പ്രാവശ്യത്തെ വെക്കേഷൻ. വടക്കേ ഇന്ത്യയിൽ ഞാൻ കടന്നുപോയി. സ്തോത്രം. എന്റെ സഹോദരനോടൊപ്പം ഞാൻ പോയപ്പോൾ 18 ഗ്രാമങ്ങളിൽ എന്റെ സഹോദരൻ സുവിശേഷം അറിയിച്ച് 18 ഗ്രാമങ്ങളിലും ചർച്ചും ഹാലലുയ അതിന്റെ പാസ്റ്റേഴ്സും ഉണ്ട്. സ്തോത്രം. അവർക്ക് മാസം കിട്ടുന്ന 2500 രൂപയാ അവർക്ക് സപ്പോർട്ടായിട്ട് കൊടുക്കുന്നത്. ദൈവമക്കളെ, ഈ കാലയളവിൽ 2500 രൂപ എന്തോത്തിനുണ്ട്. സ്തോത്രം. എന്നേക്കാൾ നന്നായി നിങ്ങൾക്കറിയാം, കേരളത്തിൽ ജീവിക്കുന്നവർക്കൊക്കെ അറിയാം. ദൈവമക്കളെ, ഇതൊന്നും അല്ല കേട്ടോ. അനേകർ ഇനിയും ദൈവത്തെ അറിയുവാൻ, അനേക ഗ്രാമങ്ങളുണ്ട് ഇനിയും ദൈവത്തെ അറിയുവാൻ. നമ്മൾ ഉന്നതങ്ങളിലേക്കാണ് ചിന്തിക്കുന്നത്. ഗൾഫ് കഴിഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്യൻ കൺട്രി, യൂറോപ്യൻ കഴിഞ്ഞാൽ USA എങ്ങനെയാ ചാടേണ്ടത്, കാനഡയ്ക്ക് എങ്ങനെയാ പോകേണ്ടത് നമ്മൾ ചിന്തിക്കുക. സ്തോത്രം. എന്നാ എന്റെ ദൈവത്തിന്റെ സന്നിധി നിന്നുകൊണ്ട് ഞാൻ പറയട്ടെ, നമ്മൾ മറ്റുള്ളവരെ ഉയരങ്ങളിലേക്ക് നോക്കാതെ നമ്മുടെ താഴേക്കിടയിൽ ഹാലലുയ ദൈവാത്മാവ് കാണിച്ചെന്നൊരു ദർശനമുണ്ട് കഴിഞ്ഞ ദിവസം എന്നെ. സ്തോത്രം. ഹാലലുയ. ഞാൻ വലിയൊരു നദിയിൽ, ദേവദാസൻ ഇതൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ, വലിയൊരു നദിയിൽ എന്നെ ദൈവം അങ്ങനെ കാണിച്ചു. എന്റെ സഹോദരന്മാരും ഞാനും ഉണ്ട്. ഞങ്ങൾ ഭയങ്കര സന്തോഷം, പറഞ്ഞറിയിക്കാൻ വയ്യാത്ത വലിയ സന്തോഷം എന്റെ ഹൃദയത്തില്. ഞാൻ ഇങ്ങനെ മുമ്പോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിലം പോലെ കാണാം താഴത്തെ വെള്ളത്തിന്റെ അടി. ഹാലലുയ. എന്റെ മൂത്ത സഹോദരൻ ചൂണ്ടയിട്ട് പല സൈസുകളിലെ പല കളറിലെ മീനുകളെ ഇങ്ങനെ പിടിച്ച് എന്നെ കൊണ്ട് കാണിക്കുക. ഹാലലുയ സ്തോത്രം. ഞാനിങ്ങനെ ഭയങ്കര സന്തോഷം, എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടില്ലാത്ത സന്തോഷമാണ് ഞാൻ അനുഭവിക്കുന്നത്. സ്തോത്രം. ഞാനിതെല്ലാം കണ്ട് സന്തോഷത്തോടെ ആ കരയിലേക്ക് കയറി വരുക. കരയിലേക്ക് കയറി വരുമ്പോൾ കുറേ ഫലം എന്നെ കാണിച്ചു ദൈവം. ഞാൻ ഓടി ചെല്ലുന്ന ഫലങ്ങളൊക്കെ പറിക്കുവാനായിട്ട് തുടങ്ങി. അത് എൻ്റെ സഹോദരനോട് പറഞ്ഞു, നീ നോക്കിയിട്ട് വേണം ചെയ്യാൻ. സ്തോത്രം. എൻ്റെ സന്തോഷം കാരണം ഞാൻ ചിലതൊക്കെ പറിച്ച് എൻ്റെ കയ്യിൽ ഞാൻ വെച്ചിട്ട് ഞാനിങ്ങനെ പിന്നെ മുന്നോട്ട് പോവുക. ഞാൻ കാണുന്നത് സ്തോത്രം ഒരു പച്ച പരപ്പ് ഹാലലി എന്നെ കാണിച്ചു. ഹാലലിയ സ്തോത്രം. ഞാൻ ഇതിൻ്റെ അടുത്തേക്ക് ഓടി ചെന്നു. എൻ്റെ മാതാവ് അവിടെ ഇരിക്കുന്നത് കണ്ടു. ഹാലലി. ഞാൻ പറഞ്ഞു, അമ്മ ഇങ്ങനെ, അമ്മ എന്തിനാ, എനിക്ക് എൻ്റെ തുണികളൊക്കെ ഇവിടെ കിടപ്പില്ല, അമ്മ സൂക്ഷിക്കണ്ടേ, അമ്മ കടന്നു കഴിഞ്ഞാൽ ഇത് ആര്
ഷെയർ ചെയ്യുന്നൊക്കെ ചോദിച്ചിട്ടും എൻ്റെ സന്തോഷം മാറിയിട്ടില്ല. ഞാൻ അതേ സന്തോഷത്തിൽ മുന്നോട്ട് പിന്നെയും പൊക്കോണ്ടിരിക്കുമ്പോൾ എന്നെ കർത്താവിനെ കാണിച്ചു തന്നൊരു കാഴ്ചയുണ്ട്. വെയിറ്റിംഗ് ഷെഡില് കുഞ്ഞുങ്ങൾക്ക് ഡ്രസ്സ് ഇല്ലാതെ, സ്തോത്രം, അവർക്കൊരു വിരിച്ചു കിടക്കുവാൻ കഴിയാതെ, സ്തോത്രം, ഹല്ലേലൂയ, എന്നെ ഇങ്ങനെ കാണിച്ചു തന്നു. ഒരു കുഞ്ഞു മാത്രം ഒരു ഷീറ്റേ കിടക്കുന്നു, ബാക്കി കുഞ്ഞുങ്ങൾ വെറുതെ മണ്ണിനകത്തിൽ കിടക്കുന്നു. വെയിറ്റിംഗ് ഷെഡ്, ഹാലിൽ കയറി കിടക്കാൻ സ്ഥലമില്ലാതെ അനേകര് ഭാരപ്പെടുന്ന ഒരു കാഴ്ച. എൻ്റെ ഉള്ളിലെ സന്തോഷം മൊത്തവും പോയിട്ട് വലിയൊരു ആത്മഭാരം എൻ്റെ ഉള്ളിലേക്ക് വരുവാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ പറഞ്ഞു, കർത്താവേ, എത്രയോ ഡ്രസ്സുകൾ എന്നെ അലമാരിക്കകത്തിരിക്കുന്നു, എത്രയോ നന്മകൾ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ കർത്താവിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഇതിനൊന്നും യോഗ്യത ഇല്ലായിരുന്ന സ്ഥാനത്ത് എന്നെ കർത്താവ് യോഗ്യതയുള്ളവളാക്കിയപ്പോൾ, ഹല്ലേലൂയ, കേൾക്കുന്ന പ്രേക്ഷകരോട് ഞാൻ പറയട്ടെ, നമ്മൾ ഇതൊന്നും കണ്ടുകൊണ്ടിരിക്കാനല്ല, ഇതൊക്കെ മുറുകെ പിടിച്ച് എൻ്റെതാന്ന് പറയാനല്ല, അനേകർക്ക് കൈ അയച്ചു കൊടുക്കട്ടെ, മറ്റുള്ളവരെ സഹായിക്കട്ടെ. വടക്കേന്ത്യയിലുള്ള ദൈവദാസന്മാരെ നമ്മൾ ഹെൽപ്പ് ചെയ്യണം. ഹല്ലേലൂയ, നമ്മൾ കൊടുക്കണം. അനേകർ കുഞ്ഞുങ്ങൾ കഷ്ടത്തിൽ കൂടെ പോകുന്നവരുണ്ട്, ഡ്രസ്സ് ഇല്ലാത്തവരുണ്ട്. അനേക ദൈവദാസന്മാരെ കുഞ്ഞുങ്ങളെ വിവാഹം ചെയ്ത് കഴിച്ചു വിടുവാൻ, സാമ്പത്തികം, നല്ല ആഹാരം മേടിക്കാൻ, നല്ല വാഹനമില്ലാത്തവരൊക്കെ അനേകരുണ്ട്. നമ്മൾ അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. അവർക്ക് കൊടുക്കേണ്ടത് നമുക്ക് കൊടുക്കാൻ, ചെയ്യേണ്ടത് തക്ക സമയത്ത് നമ്മളെ ചെയ്യുവാനായിട്ട് കർത്താവ് കരങ്ങളെടുത്ത് ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമേ. ദേശത്ത് എത്രത്തോളം സമയം ആയിരിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നില്ല, എന്നാൽ ആയിരിക്കുന്ന സമയങ്ങളൊക്കെ ദൈവത്തിന്റെ സന്നിധിയിൽ ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ: വിശ്വസ്തയോട് കർത്താവിന് വേണ്ടി സേവ ചെയ്യണം, വിശ്വസ്തയോട് ദൈവത്തെ സേവിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമേ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകരോടും നന്ദി, ദൈവസ്നേഹം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ആമേൻ. പ്രിയ സൂസൻ സിസ്റ്ററിനെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വളരെ വേദന നിറഞ്ഞ ഒരു ബാല്യം, ആ കുട്ടിക്കാലത്ത് സങ്കീർണമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയപ്പോഴും സർവശക്തനായ ദൈവത്തിൻ്റെ പ്രത്യേക തിരഞ്ഞെടുപ്പും പദ്ധതി ഉണ്ടായിരുന്നത് കൊണ്ട് എങ്ങും കൈവിടപ്പെട്ടു പോകുവാൻ ദൈവം അനുവദിച്ചില്ല. അതിൻ്റെയൊക്കെ നടുവിൽ ദൈവം വളരെ വ്യക്തമായി വഴി നടത്തി. കർത്താവ് തൻ്റെ വചനപ്രകാരം ദൈവത്തിൻ്റെ ആലോചന പറഞ്ഞു തന്ന് അതത് ഇടങ്ങളിൽ അയച്ച് ഒരുക്കിയെടുത്ത് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവം ആക്കി വച്ചിരിക്കുന്നു എന്നത് കേൾക്കുവാൻ കഴിഞ്ഞതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ സിസ്റ്ററിൻ്റെ ജീവിതത്തെ കർത്താവ് ഒരുക്കിയെടുത്തതുപോലെ ഈ ആയുസ്സിൽ അനേക പ്രിയപ്പെട്ടവരെ കർത്താവിന് വേണ്ടി ഒരുക്കിയെടുക്കുവാൻ പ്രിയ സൂസൻ സിസ്റ്ററെയും കുടുംബത്തെയും ദൈവം സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങളൊക്കെ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നല്ലോ, ദൈവം അവരെ ശക്തമായി ഉപയോഗിക്കട്ടെ. ദൈവനാമം നിങ്ങളുടെ കുടുംബമായി എല്ലാവരിലും മഹിമപ്പെടുവാൻ, അനേകർക്ക് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, ശുശ്രൂഷകൾ അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ദൈവത്തിൽ പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും കേൾവിക്കാർക്ക് ഈ സാക്ഷ്യം ഒരനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. നാം എന്ത് ആയിരുന്നു അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു എന്നുള്ളതിനേക്കാളുപരി കർത്താവ് നമ്മെ എന്തിനായി വിളിച്ചു, കർത്താവ് നമ്മെ എന്തിനായി ആക്കി വച്ചിരിക്കുന്നു, ഈ ആയുസ്, ഈ അവസരങ്ങൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുമ്പോൾ അതിന് നമ്മെ കൊണ്ട് കഴിയുന്നുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. അതിനായി നമ്മെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഫലമേൽപ്പിക്കാം. നാം ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. നാം എവിടെയായിരുന്നാലും, ഏത് സാഹചര്യത്തിലായിരുന്നാലും, എത്ര വലിയ പ്രശ്നങ്ങളുടെ നടുവിലായിരുന്നാലും ദൈവസന്നിധിയിൽ ദൈവത്തിന് നമ്മെ സഹായിപ്പാൻ കഴിയും. കർത്താവെ, ഞാൻ ഇതാ എന്നെ സമർപ്പിക്കുന്നു. കർത്താവെ, ഞാൻ ഇതാ എന്നെ മുറ്റുമായി സമർപ്പിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥിച്ചാൽ, ഒരു നിമിഷം പ്രാർത്ഥിച്ചാൽ, നാം എല്ലാവരും ആത്മാർത്ഥമായ ദൈവസന്നിധിയിൽ സ്തോത്രത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ പ്രിയ സൂസൻ സിസ്റ്റർ അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചുരുക്കം വാചകങ്ങൾ ഈ സമയം നമ്മെ പ്രാർത്ഥനയിൽ സഹായിക്കും. പ്രാർത്ഥിക്കും. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല പകൽവേളയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. അപ്പച്ചാ, സ്തോത്രം കർത്താവേ. ഇത്രത്തോളം സമയം കർത്താവെ അങ്ങ് ചെയ്ത ഉപകാരങ്ങളെ പറ്റി പറയുവാൻ കർത്താവെ, പ്രേക്ഷകരോട് പറയുവാൻ തക്കവണ്ണം കർത്താവെ അടിയന്റെ ജീവിതത്തിൽ ഒരുക്കിയ ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവെ. സകല മാനവും മഹത്വവും പുകഴ്ചയും അങ്ങയുടെ പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. ഒന്നിനും യോഗ്യതയില്ലായിരുന്നു കർത്താവെ, എൻ്റെ കർത്താവ് യോഗ്യതയുള്ളവളാക്കി തീർത്തതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവെ. പ്രത്യേക കർത്താവ് സ്തോത്രം കർത്താവെ. ഈ അരോമ ടിവിയിലൂടെ കർത്താവ്
കർത്താവെ സ്തോത്രം. എന്നെ കേട്ടുകൊണ്ടിരുന്ന ഹല്ലേലൂയ എല്ലാ പ്രേക്ഷകരെ ഞാൻ ഓർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവ് ഹല്ലേലൂയ. അങ്ങയുടെ ദാസനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഇനി ഇതിൽ കൂടി കർത്താവെ അനേകർ ദൈവത്തെ അറിയുവാൻ, ദൈവത്തിന്റെ സ്നേഹം അവർ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണമേ. വിശ്വസ്തയോട് ദൈവത്തിന്റെ സന്നിധി മുന്നേറുവാൻ അങ്ങയുടെ ദാസനെ കർത്താവ് കരങ്ങളെടുക്കണമേ. കുടുംബമായി കർത്താവ് സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന കർത്താവെ പ്രേക്ഷകർക്കായി സ്തോത്രം അപ്പ. ദൈവമേ സ്തോത്രം അപ്പച്ച. എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നപ്പ. അവരുടെ ഹൃദയങ്ങളിൽ കർത്താവ് ഹല്ലേലൂയ ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവേ. ദൈവമേ ഈ ദിവസങ്ങളെ വിളിയും തിരഞ്ഞെടുപ്പും ഏറ്റവും അധികം ഉറപ്പാക്കുവാൻ തക്കവണ്ണം അങ്ങ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ദൈവമേ ഹല്ലേലൂയ അങ്ങയുടെ വരവെങ്കിൽ ആ പേർ വിളിക്കുന്ന സമയത്ത് ഞങ്ങൾ കാണപ്പെടുമ്പോൾ കർത്താവേ ഹല്ലേലൂയ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ ദാസിയെ എന്നുള്ള പേരിനുടമയായി തീരുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ അപ്പ. ഹല്ലേലൂയ വിശ്വസ്തയോടെ ഹല്ലേലൂയ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു ഹല്ലേലൂയ അധികത്തിൽ വിചാരകനാക്കുന്ന ദൈവം ഹല്ലേലൂയ കർത്താവെ ഞങ്ങളെ ഏൽപ്പിച്ചുള്ള താലന്തുകൾ കർത്താവ് വിശ്വസ്തയോട് വ്യാപാരം ചെയ്യുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ കർത്താവ്. ഈ ഹൃദയങ്ങളോട് കർത്താവ് സംസാരിക്കണമേ അപ്പച്ച. അവരായിരിക്കുന്ന ഏത് മേഖലയിലായിരുന്നാലും ദൈവമേ സ്തോത്രം ഞങ്ങളുടെ നാമമോത്വത്തിനാക്കി അവരെ തീർക്കണമേ. ഏത് പ്രശ്നങ്ങളിൽ കൂടെ ഏത് ഭാരങ്ങളിൽ കൂടെ കടന്നു പോയെന്നവരായാലും ദൈവമേ ഹല്ലേലൂയ അങ്ങേക്ക് അസാധ്യമായ യാതൊരു കാര്യവുമില്ലല്ലോ കർത്താവേ. ഹല്ലേലൂയ നിങ്ങളാൽ അധികം പ്രയാസമുള്ള കാര്യം എന്റെ സന്നിധിയിൽ കൊണ്ടുവരുമെന്ന കർത്താവിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അപ്പ ഞങ്ങളുടെ വിഷയങ്ങളെ എല്ലാം ദൈവത്തിന്റെ സന്നിധിയിൽ ഞങ്ങൾ ഓർത്ത് സ്തോത്രം ചെയ്യാണ് കർത്താവേ. ഒന്നിനെ കുറിച്ച് വിചാരപ്പെടാതെ വ്യാകുലപ്പെടാതെ എന്റെ അപ്പന്റെ സന്നിധിയിൽ ഓരോ വിഷയങ്ങളെയും സ്തോത്രത്തോടുകൂടി അറിയിക്കുവാൻ കർത്താവിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അപ്പ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. അങ്ങയുടെ നാമം ചൊല്ലി ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ ഒരു അനുഗ്രഹമായി തീരട്ടെ കർത്താവേ. ഹല്ലേലൂയ വിഷയങ്ങളുടെ മേൽ ദൈവപ്രവൃത്തി ദിവസമേ നടക്കട്ടെ കർത്താവേ. തലമുറയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് കർത്താവേ ദൈവത്തിന്റെ പ്രവൃത്തിയുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തിക്കാട്ട് കർത്താവേ. ഏതവസ്ഥയിൽ അവർ ഭാരപ്പെടുന്നു ഹല്ലേലൂയ ഞാൻ അറിയുന്നില്ല, എന്നാൽ എന്റെ കർത്താവ് ഉള്ളതുപോലെ അറിയുന്ന ദൈവ ഹല്ലേലൂയ. തലമുറകളെ കുറിച്ച് വ്യാകുലപ്പെട്ട് കർത്താവേ ഹല്ലേലൂയ നിരാശയിലായിരിക്കുന്നവർക്കായി സ്തോത്രം യേശുവപ്പച്ച. ദൈവത്തിന്റെ ശബ്ദം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കേൾപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ. ഹല്ലേലൂയ ഏൽപ്പിച്ചു തരുന്ന കർത്താവേ പല ജീവിതത്തിൽ ഇത് അനുഗ്രഹത്തിനും വിടുതലിനും കാരണമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം കർത്താവ്. ഞങ്ങളെ സൂക്ഷിച്ച് വഴി നടത്തുന്ന കൃപയ്ക്കായി സ്തോത്രം. പ്രാർത്ഥന ഞാനും കേട്ടിരിക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ കൃപയോട് കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ ആമേൻ ആമേൻ. വളരെ നന്ദി പ്രിയ സൂസൻ സിസ്റ്റർ. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും സാക്ഷ്യവും പങ്കുവയ്ക്കുവാൻ അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം വേർതിരിച്ചതിന് പ്രിയ സഹോദരിയോടും കുടുംബത്തോടുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകരുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. നിങ്ങൾക്ക് ഈ സാക്ഷ്യം അനുഗ്രഹമായി തീർന്നുവെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക, അവരും കേൾക്കട്ടെ. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രാർത്ഥനാ കൂട്ടായ്മയുമായി ബന്ധപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കുക. ഞങ്ങൾ നിങ്ങൾക്കൂടെ പ്രാർത്ഥിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ടൊരു സാക്ഷ്യവുമായി വീണ്ടും കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.